Joel Tony, ഒന്ന് introduce ചെയ്യോ? Introduction about yourself. Hi, my name is Joel. I'm a Laravel developer and working in a company called Kela.com. എൻ്റെ വോയിസ് കേട്ടാരും തെറ്റിദ്ധരിക്കരുത്, ലൈക്ക് എനിക്കൊരു ഫീമെയിൽ വോയിസ് ആണ്. ബട്ട് ഐ എം ജോയൽ. ഓക്കെ, ഞാനിപ്പോൾ ജോയിൻ ചെയ്തിട്ട് ഒരു 1 year ആവുന്നേ ഉള്ളൂ. കഴിഞ്ഞ ഓഗസ്റ്റിലാണ് ഞാൻ ജോയിൻ ചെയ്തത്. അപ്പം നെക്സ്റ്റ് ഓഗസ്റ്റിൽ 1 year ആവും. കേൾക്കാവോ ഞാൻ പറയുന്നത്? കേൾക്കുന്നുണ്ട്. യെസ്. എനിക്ക് സത്യം പറഞ്ഞാൽ അറിയത്തില്ല, ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീട്ടിൽ കയറുന്നത്. അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ മെസ്സേജ് ഒക്കെ ഇങ്ങനെ കാണാറുണ്ട്, ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ. ഞാനും BCA കഴിഞ്ഞിട്ടാണ് ഞാൻ ആക്ച്വലി ഇതിലോട്ട് ലാറാവൽ ഡെവലപ്പറിലോട്ട് പോയത്. അപ്പം പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് എനിക്ക് ഉണ്ടായിരുന്നില്ല. അപ്പൊ സെൽഫ് ലേൺ ചെയ്തിട്ട് ഞാൻ ലാറാവൽ ഡെവലപ്പർ ആയി. എന്തുകൊണ്ടാണ് ലാറാവൽ എടുത്തത് എന്ന് പറയാമോ? ബിക്കോസ് എനിക്ക് വെബിനോട് ഒരു ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പം PHP കോഡിങ്ങിനോട് താല്പര്യം ഉണ്ടായിരുന്നു. അപ്പൊ ബാക്ക് എൻഡ് ആയിട്ട് അത് ചെയ്യാം. ഫ്രണ്ട് എൻഡ് അത്ര എക്സ്പേർട്ട് അല്ല, എന്നാലും ബാക്ക് എൻഡ് ലോജിക് കാര്യങ്ങളൊക്കെ ഐ ഫോളോ MVC ആർക്കിടെക്ചർ ആണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. അപ്പം അല്ലല്ല, ഞാനത് ചോദിക്കാനുള്ള റീസൺ, നമുക്ക് പൈത്തൺ ഉണ്ട്, ഗോലാങ് ഉണ്ട്, അതുപോലെ ഒരുപാട് ടെക്നോളജി, .NET അടക്കം ഒരുപാട് ടെക്നോളജീസ്. എന്താണ് നിങ്ങൾ ലാറാവൽ എടുക്കാൻ കാരണമായിട്ടുള്ള സ്പെഷ്യാലിറ്റി? അതാണ് എക്സ്പെക്ട് ചെയ്തത്. ലാറാവൽ ഒരു മോണോലിത്തിക് ഫ്രെയിം വർക്ക് ആണ്. അപ്പം അത് കുറച്ചും കൂടി നല്ലൊരു ഫ്രെയിം വർക്ക് ആണ്. ഞാൻ പൈത്തൺ ഡിജാങ്കോ ഒക്കെ കണ്ടിട്ടുണ്ടെങ്കിലും ഐ പ്രിഫർ ലാറാവൽ. ഡിജാങ്കോ അല്ല കേട്ടോ, ജാങ്കോ എന്നാണ് നമ്മൾ പ്രൊണൗൺസിയേഷനിൽ പറയല് കേട്ടോ. ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചെന്നുള്ളൂ. ജാങ്കോ. അപ്പൊ ലാറാവൽ എനിക്ക് കുറച്ചും കൂടി ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയത് കാരണം ഐ ചൂസ് ലാറാവൽ. ഓക്കെ, ഞാൻ എന്താ ചോദിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം എന്തെങ്കിലും സ്പെഷ്യാലിറ്റി നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവും. നമ്മളാരും എല്ലാം പഠിച്ചിട്ട് എത്തിപ്പെട്ട ആളുകളൊന്നും അല്ലല്ലോ. അപ്പോ നമ്മൾ ആ ഒരു സ്പെഷ്യാലിറ്റി കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണമല്ലോ. അപ്പൊ അത് ഒരു പുതിയൊരു ഇൻഫോർമേഷൻ ആയിരിക്കും. അതുകൊണ്ടാണ് എന്ത് ചെയ്തേ, പിന്നെ ഞാനത് ചോദിക്കാൻ കാരണം വേറെ ഒന്നുമില്ല, റീസൺ ഇങ്ങനെ ഒരു കാര്യം ഉണ്ട് എന്നുള്ളതുകൊണ്ടാണ്, എന്തെങ്കിലും പുതിയ ഇൻഫർമേഷൻ കിട്ടുന്നുള്ള. ഓക്കെ, വേറെ എന്തെങ്കിലും സജഷൻസോ അല്ലെങ്കിൽ ക്വസ്റ്റ്യൻസോ ഡൗട്ട്സോ എന്താണെങ്കിലും ഒന്ന് നമുക്ക് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തതിനു ശേഷം നമുക്ക് ആ സെഷനിലേക്ക് കിടക്കാം. അതല്ലേ നല്ലേ? ഓക്കെ, നെക്സ്റ്റ് ആളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ആഷിഖ് ബ്രോ, പല ആൾക്കാർക്കും ആഷിഖിന് അറിയില്ല, ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ഞാൻ കേൾക്കുന്നുണ്ട്, ചെറിയ തിരക്കിലാണ്, 5 മിനിറ്റ് ഫ്രീ ആവും. ഓക്കെ, എന്നാ ജാസിം ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ജാസിം കൂടെ പോയോ? നെക്സ്റ്റ് ആളൊന്ന് ജാസിം. ഗുസ്തി ടെക്നീഷ്യൻ ആരാ? ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ ബെറ്റർ ആയിരുന്നു. നെക്സ്റ്റ് സ്റ്റെപ്പ് ഇതാക്കാൻ ഗസ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യട്ടെ. ഓക്കെ. ഹലോ റിയാസ, ബനീസാണ്. ബനിയാണേ. അടാ, ഞാൻ ഈ ഇത് കണ്ടപ്പോഴേ ഇതാരപ്പത് പുതിയൊരാളെന്ന് വിചാരിച്ചു. ഞാന് സിസ്റ്റം മറ്റേ കമ്പനി സിസ്റ്റത്തിലാണ്, അപ്പൊ അതിന്റെ അക്കൗണ്ട്. അത് ശരി, നമുക്കൊന്ന് മീറ്റ് ചെയ്യണം കേട്ടോ. ഒരു വലിയൊരു വർക്കൊക്കെ ക്ലോസ് ചെയ്ത് കണ്ട് ഫുഡ് കഴിക്കുന്നുള്ളൂ. അപ്പൊ ഞാൻ ഏതായാലും എന്റെ മീറ്റിംഗ് തുടങ്ങിയപ്പോ ഓപ്പൺ ആക്കി വെച്ചാണ്. അടിപൊളിയിലാണ്. അതെ, നമ്മൾ എത്ര കാലായി കണ്ടിട്ടെന്ന് അറിയോ? ഒന്ന് കാണണം, ഒന്ന് സീരിയസ് ആയിട്ട് ഒന്ന് ഇരിക്കണം. നമുക്ക് ഒരു കാര്യമുണ്ട്. ഞാൻ ബാംഗ്ലൂരിലായിട്ട് കുറച്ച് ബിസിയാണ്. ഇന്നിപ്പോ നാട്ടിലെത്തിയിട്ടുണ്ട്. നാളെ തിരിക്കണം, അവിടെ കുറച്ച് പരിപാടികളാ. കമ്മ്യൂണിറ്റിയുമായിട്ട് കണക്ട് ആവായിരുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ നാട്ടിലില്ല. അതെ, ഈ ഒരു പരിപാടി നമുക്ക് പേഴ്സണലി ഒന്ന് ഇവിടെ ചർച്ച ചെയ്യുന്ന ഏരിയല്ല, ഒന്ന് പേഴ്സണലി നമുക്കൊന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. എപ്പോഴും ഫ്രീ നമുക്കൊന്ന് അലോട്ട് ചെയ്ത് ഈ ആളെ ഞാനൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തുതരാം. ഇതിനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ പറഞ്ഞുതരാം. എന്റെ ഞാൻ ഈ കരിയർ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് പോളിടെക്നിക് പഠിക്കുന്ന ടൈമിൽ എന്റെ മെൻഡർ ആയിരുന്നു. ഞാൻ പ്രൊജക്ട് ചെയ്യുന്ന സമയത്ത് എന്റെ മെൻഡർ ആയിരുന്നു. പേര് ബനീസാക്ക്, സ്ഥലം താനൂര്. ആളിപ്പോ ഏകദേശം പോളി പഠിക്കുന്ന ടൈമിൽ ഏകദേശം എത്ര വർഷമായി ബനി? ഏകദേശം ഒരു 10-15 വർഷത്തിന് മേലായിട്ടുണ്ടാവൂലേ?
ഞാന് 2014 ഞാൻ ഇറങ്ങി, 2016 ബാച്ചായിരുന്നു തോന്നുന്നു. അതല്ല, ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അതിന് എത്രയോ മുമ്പ് ഡെവലപ്മെന്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കണില്ലേ? ഗവൺമെന്റ് ഏകദേശം പോളി സെക്കൻഡ് ഇയർ 2012 ആ ടൈമില്. അതെ, ഇപ്പൊ ഏകദേശം 10-12 വർഷമായില്ലേ? അതങ്ങനെ പോകുന്നു. ഏതൊക്കെ ഡൊമൈനിൽ കൈവച്ചിട്ടുണ്ട് ഒരു മിനിമം? ഓൾമോസ്റ്റ് എല്ലാത്തിലും അസംബ്ലി കൈവച്ചിട്ടുണ്ട്. എല്ലാത്തിലും കൈവച്ചാണ്. അസംബ്ലി ഇപ്പൊ ബാക്കി എന്തെങ്കിലും കൈവച്ചു. അതെ, ഇപ്പൊ ബോഷിലല്ലേ വർക്ക് ചെയ്യണ്? അതെ, ഞാൻ ബാംഗ്ലൂർ ബോഷിലായി. ഞാൻ ഇപ്പൊ ഒരു ഇത് കണ്ടു, ഒരാൾ ഇവിടെ ആരും സംസാരിക്കാൻ കണ്ടു ലരാവലിനെ സംബന്ധിച്ച്. അതെ അതെ. അപ്പൊ ഇങ്ങനെ ആലോചിക്കുകയായിരുന്നു, ഇപ്പോഴും PHP ലരാവലിന്റെ കൂടെ ട്രസ്റ്റ് ചെയ്ത ആളുകൾ ഉണ്ടല്ലോ. പണ്ട് നമ്മളൊക്കെ സ്റ്റാർട്ട് ചെയ്തോടൊപ്പം നമ്മൾക്കന്ന് വെബ് ടെക്നോളജി എന്ന് പറയാൻ PHP ഉള്ളായിരുന്നു. ഇന്നല്ല പൈത്തൺ കയറി വന്ന്. വെബ് ടെക്നോളജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അന്ന് PHP, HTML, JavaScript. അന്നൊരു സാധനം കൂടി ഉണ്ടായിരുന്നു, .NET ഉണ്ടായിരുന്നു. .NETൽ അന്ന് വെബ് നമ്മൾ യൂസ് ചെയ്യില്ല. .NET അന്ന് നമ്മൾ യൂസ് ചെയ്തിരുന്നത് മറ്റേ വിൻഡോസ് ഡെസ്ക്ടോപ്പ്. ഇന്ന് വിൻഡോസ് ഡെസ്ക്ടോപ്പിന് ഡെസ്ക്ടോപ്പിന് നമുക്ക് അന്നൊരു പ്രത്യേകത ഉണ്ടായിരുന്നു. നെറ്റ്ബീൻസും ഡെസ്ക്ടോപ്പ് ആപ്ലിക്കേഷനെ കുറിച്ച് അറിയുമെന്നെ ഡൗട്ടാണ്. സത്യം. അത് നമ്മളന്ന് പഠിക്കുന്ന സമയത്ത് നെറ്റ്ബീൻസ് ഓർമ്മയില്ലേ? ജാവയുടെ ആ സാധനം .NETും കൂടി അന്ന് ഏറ്റവും പോപ്പുലർ ആയിട്ട് പ്ലേ ചെയ്തിരുന്നത്. ഇന്ന് വിൻഡോസ് ഡെസ്ക്ടോപ്പ് ആപ്സ് ഒക്കെ കൊടുക്കുമ്പോൾ എന്തിനാന്ന് നോക്കണ്ട ഓരോരുത്തരൊക്കെ. അതെ അതെ, സത്യം. ഓക്കെ, എന്തായാലും പരിപാടികൾ നടക്കട്ടെ. നമ്മുടെ ഓക്കെ. നെക്സ്റ്റ് ആളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ജാസിമ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ഹായ്, എൻ്റെ പേര് മുഹമ്മദ് ജാസിം. ഞാൻ കോയമ്പത്തൂർ ഇപ്പോൾ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യാണ് കറൻ്റ്ലി. ആൻഡ് ഇപ്പോൾ കമ്മ്യൂണിറ്റിയിൽ ഒരു ടെക്നിക്കൽ വിങ്ങിലെ ഒരു മെമ്പറായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ മൈൻഡ്സ്റ്റാക്കാണ് ഡൊമൈൻ ഞാൻ ചൂസ്. അപ്പം കറൻ്റ്ലി ഓൺ ഗോയിങ്. ഓക്കെ, നെക്സ്റ്റ് ആളുകളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ ബെറ്റർ ആയിരുന്നു. നെക്സ്റ്റ് ആള് ആഷിക്ക് വന്നോ? അതല്ല വേറൊരാള് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? അരുൺ ബ്രോ. ഹലോ, ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ഓക്കെ, കേൾക്കാം. ഞാനൊരു ബാക്ക് ഡെവലപ്പറാണ്. ഒരു ഓൾമോസ്റ്റ് 1.5 years of എക്സ്പീരിയൻസ് ഉണ്ട്. ടോട്ടൽ എക്സ്പീരിയൻസ് ഗോയിൽ ഒരു 2.5 years ഉണ്ട്. എവിടെ വർക്ക് ചെയ്യണേ? ഞാനവിടെ കൊച്ചിയിൽ തന്നെയാണ്. സബ്കാര എന്ന് പറഞ്ഞിട്ടൊരു കുവൈറ്റ് ബേസ്ഡ് കമ്പനിയാണ്. പ്രൊഡക്റ്റ് ബേസ് ആല. ഇപ്പൊ ഫസ്റ്റ് കമ്പനിയാണോ അത്? ഫസ്റ്റ് കമ്പനി. ഓക്കെ, വേറെ എന്തെങ്കിലും? നെക്സ്റ്റ് ആളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ ആരെങ്കിലും? മഷാഹിർ ലെഫ്റ്റ് ആയല്ലോ. ഓക്കെ, നെക്സ്റ്റ് ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ആരെങ്കിലും ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ബാക്കിയുണ്ടോ ഇതില്? ആഷിക്ക് വന്നു. നമ്മൾ മെയിൻ ആളാട്ടോ ആഷിക്ക്. ഹായ്, എൻ്റെ പേര് ആഷിഖ്. മലപ്പുറമാണ് വീട്. ഞാൻ മൊബൈൽ ആപ്ലിക്കേഷൻ ഡെവലപ്പറിൽ ഇപ്പോൾ ഡെവലപ്പിംഗിലേക്ക് ഏകദേശം ഒരു 2-2.5 വർഷമായിട്ട് ഇപ്പോൾ മൊബൈൽ ആപ്ലിക്കേഷനിലുണ്ട്. അതിന്റെ മുന്നേ വെബിലുണ്ടായിരുന്നു കുറച്ചു കാലം. അധികമൊന്നുമില്ല, ചെറുതായിട്ട് ഫ്രീലാൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അങ്ങനെ ചെയ്തിട്ടൊന്നല്ലാതെ കമ്പനി ആയിട്ട് വർക്ക് ചെയ്ത് തുടങ്ങിയിട്ട് മൊബൈൽ ആപ്ലിക്കേഷനിൽ 2-2.5 വർഷമായി. ഫ്ലട്ടർ മൊബൈലിന്റെ ഒരു സീരിയസ് ആയിട്ട് സംഭവം എന്താന്ന് വെച്ചാല്, പിന്നെ ഞാനൊരു കമ്പനി സ്റ്റാർട്ട് ചെയ്തു. നമ്മളെ ഏരിയ മലപ്പുറത്ത് വണ്ടീന്റെ ഒക്കെ പരിപാടി ഒരുപാടുള്ളതുകൊണ്ട് യൂസ്ഡ് വെഹിക്കിൾസിന് വേണ്ടിയിട്ട് ഒരു അഗ്രിഗേറ്റർ പ്ലാറ്റ്ഫോം ക്രിയേറ്റ് ചെയ്തു. അപ്പൊ ഞാന് മൊബൈലിന്റെ ഡെവലപ്മെന്റ് ഇല്ല, നമ്മൾ വെബിന്റെ ഇതിലായിരുന്നു. അപ്പൊ മൊബൈലിന്റെ ഇതായിരുന്നു അവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ട് വന്നത്. കാരണം ഓത്തർ എന്താ പറയാ, കുറച്ച് അവർക്ക് യൂസ് ചെയ്യാൻ എല്ലാ ഈ ഷോപ്പുകളിലും
കമ്പ്യൂട്ടർ അല്ലെങ്കിൽ ഒരു സിസ്റ്റം വെക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് തന്നെ അവർക്ക് എല്ലാവർക്കും മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ടായാൽ നന്നായിരുന്നു എന്നുള്ള സ്കീമിൽ നമ്മളൊരു മൊബൈൽ ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തു. കാരണം ഞാൻ മൊബൈൽ ആപ്ലിക്കേഷനിലല്ല. അപ്പൊ ഇവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഒരു ടീമിനെ സെറ്റ് ചെയ്ത് അതിന്റെ ഡെവലപ്മെന്റ് ഭയങ്കരമായിട്ട് നീണ്ടുപോയി. അവരെ റിസോഴ്സ് കിട്ടാനായിട്ട് അവരും ഇതേപോലെ എന്താ പറയാ പിന്നെ ഫ്രീലാൻസ് ആയിട്ടാണ് ഞാൻ അവര് ഹയർ ചെയ്ത്. അപ്പൊ ഇതിങ്ങനെ നീണ്ടുപോയപ്പോഴേ ആ കൂട്ടത്തിൽ അങ്ങനെ പഠിച്ചെടുത്തതാ. പിന്നെ തോന്നി ഡെവലപ്മെന്റിലേക്ക് മാറിയ നന്നായിരിക്കും എന്നല്ലേ? ഡെവലപ്മെന്റിലേക്ക് മാറി നന്നായി പറഞ്ഞ കാരണം പിന്നെ ഇപ്പൊ ഉള്ള തന്നെ എന്റെ ഒരു കൂട്ടുകാരൻ അവന്റെ കമ്പനിയിൽ ഒരു റിക്വയർമെന്റ് വന്നപ്പോ ഔട്ട്സോഴ്സ് ചെയ്ത് തുടങ്ങിയതാ ആ കമ്പനിയില്. അടിപൊളി. പിന്നെ ആ പ്രൊജക്റ്റ് ഒക്കെ എന്റെ തലയിലായപ്പോളേ ഓൾ ഇന്നാണ്ട് പിടിച്ച്. അങ്ങനെ തന്നെയാണ് ഓരോരുത്തരുടെ കരിയറിൽ ഒരു വലിയൊരു ചേഞ്ച് വന്നിട്ടുള്ളത്. ഓക്കെ, നെക്സ്റ്റ് ആളിലേക്ക് ഒന്ന് നമുക്ക് സ്വിച്ച് ചെയ്താലോ. അടുത്ത ആളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ഈ ഇൻട്രൊഡക്ഷൻ പെട്ടെന്ന് ഒന്ന് വൈൻഡപ്പ് ചെയ്യണം. പെട്ടെന്ന് ഒന്ന് പറഞ്ഞ് ഇതാക്കി നമ്മൾ സബ്ജക്റ്റിലേക്ക് കടക്കണം. ഡൗട്ടും കാര്യങ്ങളും ക്ലിയർ ചെയ്യണം. പുതിയ പഠിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്യണം. അങ്ങനെ കുറെ കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ആളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ പെട്ടെന്ന്. റാഷിദ് കളത്തിങ്ങൽ പോയോ? റാഷി പോയോ? ഓക്കെ, അടുത്ത ആളൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യോ? ആരും ഇല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സബ്ജക്റ്റിലേക്ക് കടക്കാം. ഞാനൊരു കാര്യം എപ്പോഴും ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്. സൈലന്റ് ആയിട്ട് ഇരിക്കുന്ന ആളുകളോട് ഒരു കാര്യം പറയാനുള്ളതാണ്, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല കേട്ടോ. ഡിമോട്ടിവേഷൻ അല്ല, ഞാൻ സത്യമാണ് പറയണേ. ആഷിക, അതല്ല സത്യം? അതിന്റെ സൈലന്റ് നമ്മളെ ഐഡിയാസ്, അതായത് നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ട വെച്ചാൽ സെൽഫ് മാർക്കറ്റിംഗ് ടെക്നോളജി എന്നൊരു സംഭവമുണ്ട്. നമ്മൾ സ്വയം മാർക്കറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി, ആ ഒരു കപ്പാസിറ്റി നമ്മൾ ഏൺ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മളെ കരിയറിൽ ഒരു ഗ്രോത്ത് ഉണ്ടാവില്ല. നമുക്ക് നല്ലൊരു ഐഡിയ ഉണ്ടാവും, ഒരു പക്ഷെ ഈ ലോകത്തെ തന്നെ മാറ്റിമറിക്കണ ഏറ്റവും ടോപ്പ് മോസ്റ്റ് ഐഡിയ ആയിരിക്കും നിങ്ങളെ കയ്യിലുണ്ടാവുക. പക്ഷെ നിങ്ങൾക്കൊരു സ്റ്റേജ് ഫിയർ, അതെങ്ങനെ പ്രസന്റ് ചെയ്യണം, അവിടെ എന്തെങ്കിലും വിചാരിക്കോ, അവിടെ ബാക്കിയുള്ളവർ കേൾക്കണോടത്ത് എന്തെങ്കിലും വിചാരിക്കോ. ഞാനിപ്പോ ഇവിടെ സംസാരിക്കുന്നതിടയ്ക്ക് എൻ്റെ വോയിസ് എത്ര മിസ്മാച്ച് വരുന്നുണ്ട്. നിങ്ങൾ തന്നെ ഇപ്പോൾ സെൽഫ് ഇൻട്രഡക്ഷൻ പറയുമ്പോൾ എത്ര പ്രാവശ്യം എൻ്റെ ആ വേർഡ് തെറ്റിപ്പോയിട്ടുണ്ട്. എനിക്കെന്താ അതൊരു വിഷയമല്ലാതെ തോന്നുന്നത് മനസ്സിലായിട്ടുണ്ടോ? അതിന്റെ റീസൺ ഇത്രേ ഉള്ളൂ, ഞാൻ നിങ്ങളോട് പ്രസന്റ് ചെയ്ത് നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ച് ആ ഒരു സ്കില്ല് ഞാനാണ് ഇമ്പ്രൂവ് ചെയ്തെടുത്തു, സെൽഫ്ലി ഇമ്പ്രൂവ് ചെയ്തെടുത്ത്. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു നേരം കൊണ്ട് അച്ചീവ് ചെയ്തതല്ല. അത് നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് ഉണ്ടാക്കിയെടുത്തതാണ്. അതിന് ഒരു ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോമാണ് നിങ്ങൾക്ക് തരുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ എൻ്റെ ആവശ്യമല്ല ഇവിടെ പ്രസന്റേഷന്. ഇതിപ്പോ നമുക്കത് ഒരു കമ്മ്യൂണിറ്റി എല്ലാവരും കൂടി ആവശ്യപ്പെട്ടു, കുറെ കാലമായാലും മീറ്റപ്പ് നടത്തിയിട്ട് എന്നുള്ള ആവശ്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അതിന്റെ പുറത്ത് എനിക്കും കുറച്ച് കാര്യങ്ങൾ ലേൺ ചെയ്യണം. എനിക്ക് എൻ്റെ തോട്ട്സ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യണം. അതിലെന്തെങ്കിലും നെഗറ്റീവ് ഉണ്ടെങ്കിൽ അത് പരിഹരിക്കണം. എൻ്റെ ആ ഒരു തോട്ട്സിൽ അല്ലെങ്കിൽ എൻ്റെ ഒരു ഐഡിയാസിന് എന്തെങ്കിലും ഇംപ്രൂവ്മെന്റ് കൊണ്ടുവരണം. നിങ്ങളുടെ തോട്ട്സ് പറയുമ്പോൾ ഞാൻ കുറെ കാര്യങ്ങൾ പഠിക്കും. അങ്ങനത്തെ ഒരു ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുള്ളത്, ഇതുപോലെ മീറ്റപ്പുകൾ നമ്മൾ ചെയ്യുന്നത്. അപ്പൊ അതുകൊണ്ട് ദയവായിട്ട് എന്ത് ചെയ്യുക, നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് പറയാനുണ്ടോ, തെറ്റോ ശരിയോ എന്നുള്ളത്. ഇവിടെ ആരും പെർഫെക്റ്റ് അല്ല. ഇവിടെ ആരും അംബാനിയോ അദാനിയോ ബിർള അല്ലെങ്കിൽ ബിൽഗേറ്റ്സോ എലോൺ മസ്കോ ആരും ഇല്ല. ഇവിടെ നമ്മൾ സാധാരണ ആളുകളാ. സോ നമുക്ക് ഇവിടെ ധൈര്യമായിട്ട് പറയാം. തെറ്റുണ്ടെങ്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും, അതിങ്ങനെ ശരിയല്ല, നമുക്ക് ഇങ്ങനെ ഒരു സൊല്യൂഷൻ ഉണ്ട് അവിടെ എന്നുള്ള രീതിയിൽ നമ്മളെല്ലാവരും ഡിസ്കസ് ചെയ്ത് അതിനൊരു പോസിറ്റീവിലേക്ക് കൊടുക്കും. ഇത് പറഞ്ഞു വരുമ്പോൾ എല്ലാവരും പഠിക്കുകയാണിത്. നിങ്ങൾ എന്തെങ്കിലും ഒരു നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അതിലും നമ്മൾ പോസിറ്റീവ് കണ്ടെത്തി അത് നമ്മളെല്ലാവരും പഠിച്ച് അത് ഇമ്പ്രൂവ് ചെയ്ത് മുന്നോട്ട് പോവാണ്. അതാണ് നമ്മുടെ കമ്മ്യൂണിറ്റിന്റെ ഉപയോഗം. അതാണ്, അല്ലാതെ ഒരാൾ സംസാരിക്കണേ അതിന് കമ്മ്യൂണിറ്റി എന്നല്ല പറയാ. ദാറ്റ്സ് നോട്ട് കോൾഡ് ആസ് കമ്മ്യൂണിറ്റി, ദാറ്റ്സ് എ റേഡിയോ കമ്മ്യൂണിക്കേഷൻ. അത് റേഡിയോ കമ്മ്യൂണിക്കേഷൻ ആണ്, ഒരാൾ പറയുന്നത് കേൾക്കുക. പിന്നെ നിങ്ങൾക്ക് വല്ല എന്ത് ചെയ്താൽ മതി, വല്ല ന്യൂസ് ചാനലും കണ്ടുകൊണ്ട് അതിന് മുമ്പിൽ ഇരുന്നാൽ മതി. സോ ഇവിടെ നമ്മൾ പറയുകയാണ് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ ആണ്. നമ്മൾ പരസ്പരം സംസാരിക്കുക,
താല്പര്യം ഷെയർ ചെയ്യുക. പുതിയതായിട്ട് പഠിച്ച ടെക്നോളജിയിൽ നമ്മൾ പുതിയൊരു സംഭവം ഒരു പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ചില ആർക്കിടെക്ചർ ഇഷ്യൂസ് നമ്മൾ സോൾവ് ചെയ്തിട്ടുണ്ടാവും. അത് ഞാൻ ചെയ്തത് കമ്പനീൻ്റെ കുറച്ച് രഹസ്യങ്ങളുണ്ട്, അതൊരിക്കലും പുറത്തു വിടരുത്. അത് നമ്മുടെ വർക്ക് എത്തിക്സ് ആണ്. അപ്പോൾ നമ്മളത് ഒരു കോമൺ പ്രോബ്ലം സോൾവ് ചെയ്തിട്ടുണ്ടാവും. ആ പ്രോബ്ലം സോൾവ് ചെയ്ത് നമ്മൾ എടുത്ത മെത്തഡോളജി അല്ലെങ്കിൽ നമ്മൾ പുതിയ ടെക്നോളജിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയാം, ഫ്ലട്ടറിൽ ഒരു ലൈബ്രറി പുതിയതായിട്ട് വന്നിട്ടുണ്ട്. ആ ലൈബ്രറിന്റെ ഉപയോഗം ഇന്നതൊക്കെയാണ്, അല്ലെങ്കിൽ പുഷ് നോട്ടിഫിക്കേഷൻ ഇങ്ങനെ ഇഷ്യൂസ് ഉണ്ട്, അത് ഞാൻ സോൾവ് ചെയ്ത് ഇന്ന രീതിയിലാണ്. അത് ചിലപ്പോൾ പല ആൾക്കാർ ചെയ്തിട്ടുണ്ടാവും, എങ്കിലും റിപ്പീറ്റേഷൻ ആണെന്ന് വിചാരിച്ചിട്ട് കാര്യമില്ല. യു ക്യാൻ പ്രസന്റ്. നിങ്ങൾ എന്തിനാ ഒന്നാമത് സ്റ്റേജ് ഫിയർ കളയുക. നിങ്ങൾ എവിടെയെങ്കിലും പ്രസന്റേഷനുള്ള ഒരു ഭയം അതെടുത്ത് ഒഴിവാക്കുക. നമുക്ക് കുറെ കാര്യങ്ങൾ പഠിക്കുക. ഇത്ര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് കമ്മ്യൂണിറ്റി മീറ്റ് വിളിക്കുന്നത്. അപ്പോൾ അവിടെ എന്ത് ചെയ്യരുത്, ഒരു കാരണവശാലും റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കരുത്. അതുകൊണ്ട് റേഡിയോ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സിസ്റ്റം ഈ കമ്മ്യൂണിറ്റിയിൽ ഇല്ല. റേഡിയോ കമ്മ്യൂണിക്കേഷന് ഞാൻ ഇത്ര സ്ട്രിക്റ്റ് ആയിട്ട് പറയാറില്ല സാധാരണ. ഇനി മുതൽ ഞാൻ എന്ത് ചെയ്യാണ്, സ്ട്രിക്റ്റ് ഞാൻ ആവശ്യപ്പെടുകയാണ്. റേഡിയോ കമ്മ്യൂണിക്കേഷൻ ഉള്ള ആളുകൾ ഉണ്ടെങ്കിൽ കമ്മ്യൂണിറ്റിയിൽ നിൽക്കണം എന്നില്ല, നിങ്ങൾക്ക് പിന്നോട്ട് പുറത്തു പോവാം. ഇവിടെ നിങ്ങളുടെ തോത്ത് ശരിയോ തെറ്റോ എന്നുള്ള ഇവിടെ ആരും വാല്യൂ ചെയ്യൂല. നമ്മൾ വാല്യൂ ചെയ്യുന്ന ആരും ഇവിടെ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ഉള്ള ആളുകളോ അല്ലെങ്കിൽ എല്ലാം തികഞ്ഞ ആരും ഇവിടെ ഇല്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, പ്രസന്റ് ചെയ്യാം. നിങ്ങളുടെ ഐഡിയാസ്, നിങ്ങളുടെ തോട്ട്സ്, നിങ്ങൾ പഠിച്ചത് എല്ലാം ഇവിടെ നിങ്ങൾക്ക് പ്രസന്റ് ചെയ്യാം. നിങ്ങൾ ആശയങ്ങൾ അവതരിപ്പിക്കാം. നിങ്ങൾ ഐഡിയാസ്, ഇന്നോവേഷൻസ്, സജഷൻസ്, കമ്മ്യൂണിറ്റിന്റെ കോമൺ സജഷൻസ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ പഠിച്ച് നിങ്ങളെ കോളേജിൽ നിങ്ങൾ പുതിയൊരു സബ്ജക്റ്റിൽ എന്തെങ്കിലും പുതിയ ടെക്കുമായി ബന്ധപ്പെട്ട് പഠിച്ചിട്ടുണ്ടെങ്കിൽ, പഠിക്കുന്ന ആൾക്കാരോടാ അങ്ങനെ പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടെത്തിയ സൊല്യൂഷൻസ്, ഇതൊക്കെ ഇവിടെ ഷെയർ ചെയ്യാനുള്ള, എന്തും ടെക്ക് റിലേറ്റ് ചെയ്ത് എന്തും ഷെയർ ചെയ്യാനുള്ള ഒരു ഓപ്പൺ പ്ലാറ്റ്ഫോമാണ്. അപ്പൊ അതുകൊണ്ട് ഒരു കാരണവശാലും എന്ത് ചെയ്യണ്ട, ഇവിടെ സൈലന്റ് ആക്കി നിൽക്കണ്ട. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ്. കുറെ നേരമായി റേഡിയോ പോലെ പറയുന്നത്. അടുത്ത ആൾക്കാർ ഇങ്ങനെ എന്താ ഓരോ വൈക്കെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങട്ടെ. ജസ്റ്റ് പേരും നിങ്ങൾ എന്താ ചെയ്യണത് എന്നുള്ള കാര്യങ്ങളൊക്കെ അത്ര പറഞ്ഞാലും മതി. ജസ്റ്റ് ഒരു റേഡിയോ കമ്മ്യൂണിക്കേഷൻ ആവാതിരിക്കാൻ വേണ്ടി ഓരോരുത്തരൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണേ, പറയാത്ത ആളുകൾ. കേൾക്കുന്നുണ്ടല്ലോ? ഹലോ. ഏറ്റവും നല്ലതായിരുന്നു. അപ്പോ എന്റെ പേര് ആദർശാണ്. ഞാനിവിടെ ഒരു കമ്പനിയിൽ ഇന്റേൺഷിപ്പ് ചെയ്യാ, iOS ഡെവലപ്പറിന്. എവിടെ സ്ഥലം എവിടെ? സ്ഥലം ഇവിടെ മഹാരാഷ്ട്രയില്, കൊല്ലാപ്പൂർ. ഇപ്പൊ ഞാനതാണ് പേര് ശ്രദ്ധിച്ച് ആദർശ് യാദവ് എന്ന് കണ്ടപ്പോഴേ ഞാൻ വിചാരിച്ചു മലയാളി ആണോ എന്നൊരു ഡൗട്ട്. ഇപ്പൊ മലയാളം പറഞ്ഞപ്പോഴാണ് മനസ്സിലായത് കേട്ടോ. അല്ല, യാദവ് അല്ല, ജാദവ്. ജാദവ്. അപ്പോ ഇവിടെ ഞാന് ടെക്നോളജിയിൽ എന്താ പറയാ പണി ചെയ്യുന്ന സ്വിഫ്റ്റ് ലാംഗ്വേജും UI കിറ്റ് ഉപയോഗിച്ചിട്ടാണ് ഇപ്പോ ആപ്പ് ഡെവലപ്പ് ചെയ്യുന്നത്. ഇപ്പോ ഇതില് നിങ്ങൾ എന്താ അഭിപ്രായം? iOS എഞ്ചിനീയർ അല്ലേ? iOS ഡെവലപ്പർ. ഇപ്പൊ ഇന്റേൺസ് ആണ്. ഇവിടെ പിന്നെ ഇവിടെ ഇപ്പൊ കേരളത്തിൽ നിന്ന് പഠിച്ചതാണോ അതോ അവിടെ തന്നെയാണോ സെറ്റിൽഡ് ആണോ? ഞാന് +2 വരെ കേരളയിലായിരുന്നു. എന്നിട്ട് ഇപ്പോ +2 കഴിഞ്ഞിട്ട് തിരിച്ച് നാട്ടിൽ വന്നു. ഇവിടെ ബിടെക് ഇപ്പോ 8ാം സെമിസ്റ്ററിലാണ്. ഇപ്പൊ കഴിഞ്ഞു കൂട്ടാ, സെമിസ്റ്റർ കഴിഞ്ഞു, ബിടെക് കഴിഞ്ഞു. ഇപ്പോ ഇവിടെ ഇന്റേൺഷിപ്പ് കിട്ടി, iOS ഡെവലപ്പർ എന്ന് പറഞ്ഞിട്ട് കിട്ടി. അപ്പൊ ഇവിടെ തന്നെ ഇപ്പൊ പഠിച്ചിട്ട് ഇങ്ങനെ സെൽഫ് സ്റ്റഡി ചെയ്തിട്ട് അവരുടെ പ്രോജക്ട്സിൽ ഇങ്ങനെ കോൺട്രിബ്യൂഷൻ ചെയ്തുകൊണ്ടിരിക്കുക. ഏതാണ് സ്വിഫ്റ്റ് UI ആണോ, UI കിറ്റ് ആണോ അതോ പഴയതാണോ? പഴയതാണ്. അല്ല, സ്വിഫ്റ്റ് UI അല്ല, പഴയതാണ്. UI കിറ്റാ ഉപയോഗിക്കുന്നത്. അപ്പോ നിങ്ങളുടെ എന്താ അഭിപ്രായം? അതല്ല, ഇപ്പൊ സ്വിഫ്റ്റ് UI എങ്ങനെയുണ്ട്? സ്വിഫ്റ്റ് UI ഇവിടെ ഉപയോഗിക്കലില്ല. ഞാനിപ്പോ ജസ്റ്റ് ഇങ്ങനെ ഇപ്പോ 5 മാസമായി ഇവിടെ ഇന്റേൺഷിപ്പ് ചെയ്തിട്ട്. അല്ല, UI കിറ്റോ? UI കിറ്റ് സെറ്റ് ആണോ? UI കിറ്റ് കുഴപ്പമില്ല, പക്ഷെ അതിപ്പോ പുതിയ ടെക്നോളജി അല്ലല്ലോ, പുതിയതിപ്പോ സ്വിഫ്റ്റ് UI അല്ല. അപ്പോ UI കിറ്റില് ഇങ്ങനെ നിങ്ങളുടെ അഭിപ്രായം ചോദിക്കണായിരുന്നു. ഫ്യൂച്ചർ സ്കോപ്പ് ഉണ്ടോ? കാരണം ഇപ്പോ അത് സംസാരിക്കാൻ ഒരാളെ ഹാൻഡ് റൈസ് ചെയ്ത് ഗസ്റ്റ് ടെക്നീഷ്യൻ എന്ന് പറഞ്ഞ ഒരാളുണ്ടല്ലോ, അത് പറയാൻ ഏറ്റവും നല്ല യോഗ്യനായിട്ടുള്ള വ്യക്തി അതാണ്. മൊബൈൽ എഞ്ചിനീയറിംഗിൽ എക്സ്പേർട്ട് ആണ്. ഏത് സാധനം കൊടുത്താലും പണ്ട് ആൻഡ്രോയിഡിന്റെ OS കയറി പണിത ആളാണ്.
ബനിയ ആ ഒന്ന് പറഞ്ഞു കൊടുക്കാൻ നന്നായിരിക്കും. അല്ല, ഞാനൊരു നാറ്റീവ് iOS ഡെവലപ്പറെ കണ്ടപ്പോ ഒന്ന് വിഷ് ചെയ്താണ്. കുറെ കാലമായി ഒരു നാറ്റീവ് വെയറെ കണ്ടിട്ട്. നാറ്റീവ് വെയർ ഇപ്പോ അന്യം നിന്ന് പോവുകയാണ്. ഫ്ലട്ടറും റിയാക്ട് നാറ്റീവിന്റെ കാലം കഴിഞ്ഞു ഫ്ലട്ടർ കയറിയോളെ. ഓക്കെ, ആ, അതും iOS നാറ്റീവ് വളരെ കുറഞ്ഞ ആളുകളെ തെരഞ്ഞെടുക്കാറുള്ളൂ. ആൻഡ്രോയിഡ് നാറ്റീവ് അതെ അതെ. പിന്നെ ഏറ്റെടുക്കും, കോട്ടിലും ജാവൊക്കെ ആയതുകൊണ്ട്. ആദർശം മറ്റേ ലാംഗ്വേജ് സ്വിഫ്റ്റ് തന്നെയാണ് അല്ലെ? ഒബ്ജക്റ്റീവ് സി ഉണ്ടോ അതോ ഫുള്ളി സ്വിഫ്റ്റ് തന്നെയാണോ? അല്ല, കുറച്ച് ഒബ്ജക്റ്റീവ് സി ഉണ്ട് പഴയ കോഡ് ബേസ് ആയതുകൊണ്ട്. പിന്നെ സ്വിഫ്റ്റും ഉണ്ട്. UI കിറ്റ് ഉപയോഗിച്ചിട്ട് ഇങ്ങനെ ഇവിടെ ഡെവലപ്മെന്റ് നടന്നുകൊണ്ടിരിക്കുക ഇപ്പൊ. UI കിറ്റുന്ന എത്രയും പെട്ടെന്ന് സ്വിഫ്റ്റ് UI മൈഗ്രേറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം സ്വിഫ്റ്റ് UI ആണ് ഫ്യൂച്ചർ. പിന്നെ അതുമാതിരി സ്വിഫ്റ്റ് UI വളരെയധികം മോഡേൺ ആണ്, ഉള്ളതുണ്ട്. പിന്നെ ആപ്പിളേരെ ഒരു സ്വഭാവം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അവരെന്ത് ചെയ്യും, അവര് പുതിയൊരു പ്രൊഡക്റ്റ് ഇറക്കിയ പഴയ പ്രൊഡക്റ്റ് ഡിപ്രിക്കേറ്റ് ചെയ്യും. അപ്പൊ അതെ എനിക്ക് അതെ തോന്നുന്നു മറ്റേ ഡിപ്രിക്കേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് കുറെ റൂൾസ് ഉണ്ട്. ഈവൻ അതിന്റെ ഗൈഡ് ലൈൻസ് അംഗീകരിക്കാത്ത ആളുകളെ വരെ സ്റ്റോറിന്ന് പുറത്താക്കും. അപ്പൊ ഇപ്പോഴും UI കിറ്റ് കണ്ടിന്യൂ ചെയ്തു പോകുന്ന എനിക്ക് തോന്നുന്നു പല ആപ്പുകളും, അതായത് പല വലിയ വലിയ ആപ്പുകളും മൈഗ്രേറ്റ് ചെയ്യാതെ പഴയ തന്നെ തുടരുന്നതുകൊണ്ടാണ് ഈ മൈഗ്രേറ്റിന്റെ ഇഷ്യൂ കാരണം വലിയ കോഡ് ബേസ് ഒക്കെ ഉള്ളത് മൈഗ്രേറ്റ് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. പിന്നെ അതെ അവരെ ഡെവലപ്പേഴ്സിന്റെ പ്രശ്നങ്ങൾ കാരണം ഒബ്ജക്റ്റീവ് സിയിൽ ഡെവലപ്മെന്റ് ഇല്ല. അപ്പൊ ഒബ്ജക്റ്റീവ് സി ഇപ്പോ ഒരു മറ്റേ ബ്രിഡ്ജ് ചെയ്ത് കൊണ്ടാണ് ഇപ്പൊ ഇങ്ങനെ കൊണ്ടുപോകുന്നത്. നമ്മളിപ്പോ ഒബ്ജക്റ്റീവ് സിയിലേക്ക് എഴുതി കഴിഞ്ഞാലും അതൊരു ബ്രിഡ്ജ് ചെയ്തുകൊണ്ട് സ്വിഫ്റ്റിന് ഇതിലേക്ക് വർക്ക് ചെയ്ത് പിന്നെ സ്വിഫ്റ്റ് ആക്കിയിട്ട് മറ്റേ ജാവിയും കോട്ടിലിനൊക്കെ വർക്ക് ചെയ്യുന്ന രൂപത്തില്. അപ്പൊ അതൊക്കെ ഏത് നിമിഷം ഡിപ്രിക്കേറ്റ് ആവാം. അപ്പൊ എത്രയും പെട്ടെന്ന് സ്വിഫ്റ്റ് UI മാറുന്നതാണ് നല്ലത്. പിന്നെ ഒബ്ജക്റ്റീവ് സിയിലുള്ള കോഡ് ബേസ് സ്വിഫ്റ്റിലേക്ക് മാറ്റി എഴുതുക. പിന്നെ സ്വിഫ്റ്റ് ലാംഗ്വേജിൽ പിന്നെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാല് അവര് എല്ലാ ഇക്കോസിസ്റ്റത്തിലും ഉണ്ട്. ഇപ്പൊ സ്വിഫ്റ്റ് ലാംഗ്വേജ് ഈവൻ ഇപ്പൊ വിൻഡോസിൽ വരെ വർക്ക് ചെയ്യും. പക്ഷെ സ്വിഫ്റ്റ് UI കംപ്ലീറ്റ്ലി ഈ ആപ്പിളിന്റെ കമ്പോണൻസ് കുറെ യൂസ് ചെയ്യുന്നതുകൊണ്ട് ആപ്പിൾ ഹാർഡ്വെയറിൽ മാത്രമേ അതിന്റെ സപ്പോർട്ടുള്ളൂ. ഈവൻ ഇല്ലീഗലാണ് നമ്മള് ആപ്പിൾ അല്ലാത്തൊരു എക്കോസിസ്റ്റത്തില് ആപ്പിളിന്റെ ഒരു ആപ്പ് കമ്പൈൽ ചെയ്യുന്നത് ബൈ ലോ ഇല്ലീഗലാണ്. അല്ലാന്നുണ്ടെങ്കിൽ അതെ ലിനക്സിന്റെ ഒക്കെ എന്നോ ആപ്പിൾ ഡെവലപ്മെന്റ് തുടങ്ങിയിട്ടുണ്ടാവും. അതെ എല്ലാം അതെ ലിനക്സ് ബേസ്ഡ് തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ ഒബ്ജക്റ്റീവ് സിയിലും പിന്നെ അതുമാതിരി UI കിറ്റിലും ഇനി കണ്ടിന്യൂ ചെയ്യുന്നത് മണ്ടത്തരാവും. അപ്പൊ എത്രയും പെട്ടെന്ന് സ്വിഫ്റ്റ് UI മാറ്റുക, അല്ലെങ്കിൽ ബൈ പാർട്ടായിട്ട് മാറ്റുക, അതേ നിവൃത്തിയുള്ളൂ. എന്തായാലും കുറച്ച് പണികൾ ഉണ്ടാകും. കാരണം എൻ്റയർലി ലാംഗ്വേജും കൺസെപ്റ്റുകളും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. അതെ അതെ ഈവൻ അതിന്റെ വർക്ക് ഫ്ലോയും കാര്യങ്ങൾ UI വർക്ക് ഫ്ലോയും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. പിന്നെ iOS നാറ്റീവ് ഡെവലപ്പർക്ക് ഇപ്പൊ ഏകദേശം ഡിമാൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇല്ലാത്തത് കിട്ടുമ്പോഴുള്ള ഒരു ഡിമാൻഡ് ഇപ്പൊ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മളിപ്പോ ഫ്ലട്ടർ വെച്ച് ചെയ്യുകയാണെങ്കിലൊക്കെ നാറ്റീവ് സൈഡിൽ ഹാൻഡിൽ ചെയ്യേണ്ട കുറെ കാര്യങ്ങളുണ്ട്. ഇമേജ് കംപ്രഷൻ, മെഷീൻ ലേണിംഗ്, ഇമേജ് പ്രോസസ്സിങ്, അതൊന്നും ഈ മറ്റേ ടോപ്പ് ലെവൽ വരുന്ന ഫ്ലട്ടർ റിയാക്ട് നാറ്റീവിനൊന്നും ഹാൻഡിൽ ചെയ്യാൻ വലിയ സുഖം ഉണ്ടാവില്ല. നാറ്റീവ് സൈഡിൽ വരുന്ന ബനി കുറെ കാര്യങ്ങൾക്ക് ഒരു നാറ്റീവ് പോയിന്റ് ഉണ്ട് തന്നെ കേട്ടോ. വേണമെന്നുള്ളതാണ്. എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ ഞാനിതൊന്ന് കേട്ടപ്പോൾ ഒരു കാര്യം, നമ്മളെ UI ഉണ്ടല്ലോ, സ്വിഫ്റ്റ് UI, അതില് ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ഉണ്ട്. നമ്മള് ഡിസൈനിങ് ഉണ്ടല്ലോ, ഇപ്പൊ UI ബ്രോ ആദർശ് ബ്രോ ചെയ്യുന്ന സമയത്ത് ചില ഡിസൈൻ നമുക്ക് റീയൂസ് ചെയ്യാൻ പറ്റൂല. നമ്മള് പണ്ട് കോട്ട്ലിന് ജാവ, നമ്മൾ ബനിക്ക് ഓർമ്മ ഉണ്ടാവും, കോട്ട്ലിനിൽ ചെയ്യുന്ന സമയത്ത് XML കമ്പൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ XML റീയൂസ് ചെയ്യാൻ കുറെ ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് കുറച്ച് ഇഷ്യൂസ് എന്തുണ്ട് ഈ സ്വിഫ്റ്റ് UIക്ക് ഉണ്ടാവും, അല്ലെ UI കിറ്റിന് ഉണ്ടാവും, അത് പഴയ കോഡിന്. പക്ഷെ സ്വിഫ്റ്റ് UI എൻ്റയർലി റിയാക്റ്റീവ് പ്രോഗ്രാമിംഗ് ആണ്. ഒരു കമ്പോണന്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് റീയൂസ് ചെയ്യാം മൾട്ടിപ്പിൾ. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു കാർഡ്, അതിന്റെ ഇന്നർ സൈഡിൽ ഒന്നോ രണ്ടോ കമ്പോണന്റിൽ മാത്രമേ ചേഞ്ചസ് ഉള്ളൂ എന്ന് വിചാരിക്കുക. ഇപ്പോൾ 2 ബട്ടണോ അല്ലെങ്കിൽ 4 ബട്ടണോ അങ്ങനെ എന്തെങ്കിലും ചേഞ്ചസ് ഉള്ളൂന്നുണ്ടെങ്കിൽ അത് നമുക്ക് എന്ത് ചെയ്യാം, റിയാക്റ്റീവ് ആയിട്ട് അതിന്റെ ഉള്ളിൽ നിന്ന് കോഡ് എഴുതിയിട്ട് ചെയ്യാൻ പറ്റും. പക്ഷെ പഴയ ഡിസൈനിലാണ് ആ പറ്റില്ല. ഒരു പാറ്റേൺ കംപ്ലീറ്റ് മാറി. പുതിയ യുഐക്കാർക്ക് അല്ലെങ്കിൽ പുതിയ പിള്ളേർക്ക് ആ പാറ്റേണിനെ കുറിച്ച് ഐഡിയ ഉണ്ടാവില്ല. പണ്ടൊക്കെ നമ്മൾ ആൻഡ്രോയിഡിലൊക്കെ UI എഴുതിയിരുന്നത് XML വെച്ചിട്ട് നമ്മൾ UI ഡിഫൈൻ ചെയ്യും. ഇപ്പൊ നിങ്ങൾ സാധാ നോഡും HTML ഒക്കെ എഴുതണ മാതിരി UI XML ആയിരിക്കും എടുക്കുന്നത്. എന്നിട്ട് ജാവ വെച്ചിട്ട് ആ UI ഹാൻഡിൽ ചെയ്യുക ചെയ്യാം.
അതേമാതിരി ഇപ്പോ UI കിറ്റിലാണെങ്കിലും അതേ രൂപത്തിൽ തന്നെ UI സെപ്പറേറ്റും കോഡ് സെപ്പറേറ്റ് ആയിരിക്കും. ഇന്ന് ആ പരിപാടി ഒന്നുമില്ല. ഇന്നിപ്പോ ഈവൻ കോഡിലാണെങ്കിലും ജെറ്റ് പാക്കിലൊക്കെ നമ്മൾ പ്യുവർ കോഡിൽ തന്നെ UI ഡിഫൈൻ ചെയ്യും. ഫ്ലട്ടർ ആണെങ്കിൽ ഡാർട്ടിൽ പ്യുവർ ആയിട്ട് ചെയ്യും. പണ്ട് ആ സിസ്റ്റം ഇരുന്നില്ല. പണ്ട് പക്ഷെ മൊബൈലിലും അത് ഒരു കാര്യമുണ്ട് കേട്ടോ, സെയിം സിസ്റ്റം തന്നെ ആയിരുന്നു. അതിന് ഫ്ലട്ടറിന്റെ പങ്ക് ഒരിക്കലും വിസ്മരിക്കാൻ പറ്റില്ല കേട്ടോ. ഫ്ലട്ടർ ആണ് ശരിക്കും ഇൻഡസ്ട്രിയിൽ ആ ഒരു ഭയങ്കരമായിട്ടുള്ള ചേഞ്ചിന്റെ പോപ്പുലേഷൻ നടത്തിയത്. അതെ, ആ പാറ്റേൺ ഇപ്പോൾ കംപ്ലീറ്റ് എല്ലാ ടീംസും ആ പാറ്റേണിലേക്ക് മാറി. അതെ സ്വിഫ്റ്റ് കാര്യങ്ങളൊക്കെ പാറ്റേൺ. പണ്ട് നമ്മൾ HTML-ഉം ജാവാസ്ക്രിപ്റ്റും PHP-യും കൂടി എഴുതുന്ന മാതിരി UI വേറെ സെപ്പറേറ്റ് ആയിട്ടും കൊടുക്കും. എന്നിട്ട് മറ്റേ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വെച്ചാണ്ട് ഇതിനെ ബൈൻഡ് ചെയ്ത് വർക്ക് ചെയ്യിക്കണ പരിപാടിയായിരുന്നു. ആൻഡ്രോയിഡ് അതൊരു പണ്ട് വള്ളിക്കെട്ടായിരുന്നു. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ എക്ലിപ്സിൽ റീസൈക്കിൾ ആൻഡ്രോയിഡ് യൂസ് ചെയ്തവരുണ്ടെങ്കിൽ ഇന്നിപ്പോ ആൾക്കാർ ചോദിക്കും എക്ലിപ്സിൽ ആൻഡ്രോയിഡ് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അത് പണ്ട് നമ്മൾ പോളി പഠിച്ച പണ്ട് സമയത്ത് എക്ലിപ്സേ ഉണ്ടായിരുന്നുള്ളൂ ആൻഡ്രോയിഡ് ചെയ്യാൻ. അതെ അതെ. അപ്പൊ ആ കാലത്തൊക്കെ യൂസ് ചെയ്യാം. ഇന്ന് കോഡിലും കംപ്ലീറ്റ് മാറിയില്ല അല്ലെ? കംപ്ലീറ്റ് പിന്നെ ഞാനിപ്പോ കമ്പോസിലാണല്ലോ വർക്ക് ചെയ്യുന്നത്. നമ്മൾ പണ്ട് നമ്മള് ചെയ്യുന്ന സമയത്ത് റീസൈക്കിൾ വ്യൂ എന്ന് പറഞ്ഞാൽ ലിസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് റീസൈക്കിൾ വ്യൂ ഉപയോഗിച്ചിരുന്നില്ലേ? ആ കോൺസെപ്റ്റ് ഇപ്പൊ ഇല്ല. അത് കമ്പോസിൽ എൻറ്റയർലി മാറിയിട്ട് അഡാപ്റ്റർ എന്ന് പറഞ്ഞ സിസ്റ്റം തന്നെ ഇല്ല. അപ്പൊ ആ പ്രശ്നങ്ങൾ ഉണ്ടാവും ഈ UI കിറ്റുന്ന UI-യിലേക്ക് മാറുമ്പോ. അല്ലെങ്കിൽ മൈഗ്രേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കില്ല. മൈഗ്രേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ സപ്പോർട്ട് എടുത്ത് മാറ്റും. ഇപ്പൊ ഈ ഒറ്റ പ്രശ്നം കൊണ്ട് മാത്രമാണ് ബാക്ക്വേർഡ് കമ്പാറ്റിബിലിറ്റി കൊടുക്കുന്നത്. വളരെ പോപ്പുലർ ആയിട്ടുള്ള ആപ്പുകൾക്കൊന്നും മൈഗ്രേറ്റ് ചെയ്യൽ പോസിബിൾ അല്ല. അതെ അതെ. കാരണം ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫേസ്ബുക്കിന്റെ പല കോഡ് ഇപ്പോഴും ജാവയിലാണ് റൺ ചെയ്യുന്നത്. ഞാൻ എന്തെങ്കിലും ഈ ബഗ് വരുന്ന സമയത്ത് കാണാം. ഞാൻ പണ്ട് കണ്ടു ജാവയിലെ കോഡ് കുറച്ച് മുമ്പ് എനിക്കൊരു ഇഷ്യൂ വന്നപ്പോഴേ. എനിക്കിപ്പോ അതിന്റെ ബുദ്ധിമുട്ടാവുന്നു. ഇവിടെ ഇപ്പോ ഒരു UI എന്തെങ്കിലും ചെയ്തു, UI കിറ്റ് ഉപയോഗിച്ചിട്ട്. പക്ഷെ അതിപ്പോ അതേ ടൈപ്പ് സ്ക്രീന് വേറെ ഫ്ലോയിൽ ഉണ്ടെങ്കിൽ എനിക്ക് അത് ഫുള്ള് കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് വീണ്ടും കൺസ്ട്രെയിന്റ് ഒക്കെ വെച്ച് കുറെ ബുദ്ധിമുട്ടാണ്. അതിന്റെ ഇടയിലെ കോഡ് ആണെങ്കിൽ ജസ്റ്റ് ആ കോഡ് ഞാൻ റീയൂസ് ചെയ്തിട്ട് പണി ചെയ്തായിരുന്നു. പക്ഷെ ഇവിടെ അങ്ങനെ ബുദ്ധിമുട്ടുണ്ട്. പെർമിഷൻ കിട്ടുകയാണെങ്കിൽ എന്താ വെച്ചാൽ ബ്രോ സമയത്തിനനുസരിച്ച് ഓരോ ഭാഗത്തുനിന്ന് മൈഗ്രേറ്റ് ചെയ്ത് തുടങ്ങിക്കോ കോഡ്. എന്താന്ന് വെച്ചാൽ കുറച്ച് ടൈം. ഇതിപ്പോ ഏകദേശം iOS-ന്റെ പ്രശ്നം അല്ലെങ്കിൽ സ്വിഫ്റ്റിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാക്സിമം ഒരു 3 or 4 ഇയർ കഴിയുമ്പോഴത്തേന് അവർ എൻറ്റയർലി ഡിപ്രിക്കേറ്റ് ചെയ്യും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് ഒബ്ജക്റ്റീവ്-C. ബനിയൊക്കെ പഠിപ്പിക്കുന്ന ടൈമിൽ ഒബ്ജക്റ്റീവ്-C ആയിരുന്നു ഏറ്റവും പോപ്പുലർ ഉണ്ടായിരുന്നത്. പെട്ടെന്ന് പിന്നെ UI കിറ്റ് വന്നതോടുകൂടി ഒബ്ജക്റ്റീവ്-C കണ്ട് എടുത്തു പോയ മാതിരിയായി. ഇപ്പൊ ഒബ്ജക്റ്റീവ്-C ഉണ്ടോ എനിക്കറിയില്ല കേട്ടോ, എൻ്റെ അറിവിലില്ല. സ്വിഫ്റ്റ് പിന്നെ UI കിറ്റ് ആണ് ഇപ്പോൾ മെയിൻ ആയിട്ടുള്ളത്. അതിങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് വരും. പക്ഷെ ആൻഡ്രോയിഡ് അങ്ങനെയല്ല. ആൻഡ്രോയിഡ് ബാക്ക്വേർഡ് കമ്പാറ്റിബിലിറ്റി ആക്കിയിട്ടാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. ഇപ്പോഴും ജാവ സപ്പോർട്ടഡാ ആൻഡ്രോയിഡിൽ. ആ ലെവലിൽ തന്നെയാണ് അവർ ഡിസൈൻ ചെയ്ത് പോകുന്നത്. പക്ഷെ കമ്പോസിൽ സപ്പോർട്ട് അല്ല കേട്ടോ. കമ്പോസ് എൻറ്റയർലി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇപ്പൊ ആൻഡ്രോയിഡിന്റെ ഒപ്പം ഒരു ചങ്ങായി ഉണ്ട്. അവനിപ്പോ ആൻഡ്രോയിഡ് ഡെവലപ്പർ ആണ്. അവനും അതേമാതിരി തന്നെ XML-ഉം ജാവ ഉപയോഗിച്ചിട്ടാണ് ചെയ്യല്. അഡാപ്റ്റർ ഒക്കെ എഴുതിയിട്ട് പഴയ ടെക്നോളജി ആയാലും ഉപയോഗിക്കുന്നത്. അപ്പൊ ഞങ്ങൾ ഇങ്ങനെ രണ്ടുപേരും വിചാരിക്കുന്നുണ്ടായിരുന്നു എന്താ ചെയ്യേണ്ടത്, ഇവിടെ ഓൺബോർഡ് ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂ ചെയ്യണോ ഇല്ലേന്ന്. കാരണം ടെക്നോളജിയും പഴയതാ, പിന്നെ ഡെപ്രിക്കേറ്റ് ആവാൻ ചാൻസും ഉണ്ട്. അത് വേറൊരു കേസ് ഉണ്ട്. നമുക്ക് പഴയ കോഡ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ കമ്പോസ് ഇന്റർഓപ്പറബിൾ ആണ്, അത് ചെയ്യാം. അതായത് സെയിം ആക്ടിവിറ്റി. പല ആൾക്കാർക്ക് ബോറടിക്കണ്ട കേട്ടോ. ഞങ്ങളിത് ടെക് ഡിസ്കഷൻ ആണ്. അപ്പോൾ പുതിയൊരു ഐഡിയ പറയണം, ഓരോരുത്തർക്ക് കേൾക്കാം. ഇതിപ്പോ ഞങ്ങളുടെ അഭിപ്രായങ്ങളാണ് പറഞ്ഞത്. ഇതിൽ ബാക്കിയുള്ള ആൾക്കാർ ഇതേപോലെ അവരുടെ അവസരം വരുമ്പോൾ അവർ പറയണം നിർബന്ധമായിട്ട്. ഇതിപ്പോ നിങ്ങളും കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്, ഞങ്ങളും കുറെ കാര്യങ്ങൾ പഠിക്കുന്നുണ്ട്. നമുക്ക് ആൻഡ്രോയിഡില് കോട്ട്ലിനിൽ എന്താ വെച്ചാൽ പഴയ XML-ഉം ജാവയും ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ 2 ആക്ടിവിറ്റി ഉണ്ട്. ആക്ടിവിറ്റി അറിയില്ലേ? 2 ആക്ടിവിറ്റി ഉണ്ട് എന്ന് വിചാരിക്കുക. ഇപ്പൊ ഒരു ഫസ്റ്റ് സ്ക്രീന് XML ചെയ്താണ്, അത് ലോഗിൻ ആക്ടിവിറ്റി. രണ്ടാമത്തെ സ്ക്രീനിലേക്ക് ഫസ്റ്റ് സ്ക്രീനിൽ ലോഗിൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പ്രൊഫൈലിലേക്ക് പോകണം. ഈ പ്രൊഫൈൽ സ്ക്രീൻ എന്ത് ചെയ്യാണ്, കമ്പോസ് ചെയ്താണ്. അത് സിംഗിൾ പാക്കേജിന്റെ ഉള്ളിൽ ഈ 2 ആക്ടിവിറ്റിയും എന്ത് ചെയ്യാം, ഡിഫറെന്റ് പാറ്റേണിൽ നമുക്ക് ചെയ്യാൻ പറ്റും. അതെന്ത് ചെയ്യുന്നുണ്ട്, ഇന്റർഓപ്പറബിൾ ആയിട്ട് കോട്ട്ലിൻ ഇപ്പൊ ഇനീഷ്യലി സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഫ്യൂച്ചറിൽ എടുത്ത് ഒഴിവാക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. അപ്പൊ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്ത് പുതിയ വരുന്ന വർക്കുകൾ കമ്പോസിലേക്കും
പഴയ വർക്കുകൾ XML അത് പാച്ച് വർക്ക് ആവും. അങ്ങനെ ചെയ്ത് അതൊരു സെഷൻ മൈഗ്രേറ്റ് വരുന്നത് നന്നായിരിക്കും എന്നാണ് എനിക്ക് എൻ്റെ പേഴ്സണൽ സജഷൻ. വെച്ചാല് നിങ്ങൾ ഇൻഡിവിജ്വലി ഹാൻഡിൽ ചെയ്യുന്ന പ്രൊജക്ടിന്റെ കാര്യമാണ് പറഞ്ഞത്. ബാക്കി പിന്നെ കോർപ്പറേറ്റ് അത് കമ്പനിന്റെ കാര്യങ്ങൾ അവർ തീരുമാനിക്കും. അതെ അതെ. ഓക്കെ ഓക്കെ, സർ, വേറെ എന്തെങ്കിലും ഇതിന്റെ പറ. വിഷയത്തിൽ നിങ്ങൾ ടീം ലീഡിനായിട്ട് സംസാരിക്കുക. കാരണം എന്താ വെച്ചാൽ മൈഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ വലിയൊരു പോയിന്റ് ആണ്. അത് കമ്പനീന്റെ റിസോഴ്സിനും കാര്യങ്ങൾക്കൊക്കെ അനുസരിച്ചിരിക്കും. കാരണം നമ്മൾ മൈഗ്രേഷൻ എന്നിട്ടുണ്ടെങ്കിൽ ഇതിൽ ഫീച്ചർ അപ്ഡേഷൻസും ബഗ് ഫിക്സിംഗ് ഒന്നും നടക്കില്ല. ബട്ട് നിങ്ങൾ മൈഗ്രേഷൻ പഠിക്കുകയാണെങ്കിൽ ഇൻഡസ്ട്രിയിൽ എല്ലാ കാലത്തും നിങ്ങൾക്ക് ഒരു വർത്ത് ഉണ്ടാവും. കാരണം പുതിയ വരുന്ന ഡെവലപ്പേഴ്സിന് മൈഗ്രേഷനെ കുറിച്ചൊന്നും അറിയില്ല. മൈഗ്രേഷൻ എന്ന് അറിയുന്നുണ്ടെങ്കിൽ പഴയ ടെക്നോളജി അറിയണം, പുതിയ ടെക്നോളജി അറിയണം. അങ്ങനെയുള്ളവർ വളരെ റയർ ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കമ്പനീന്റെ ചെലവിൽ തന്നെ നിങ്ങൾക്ക് മൈഗ്രേഷനെ സംബന്ധിച്ച് പഠിക്കാനൊക്കെ കൂടുതൽ അവസരങ്ങളും കാര്യങ്ങളും കിട്ടും. അപ്പോൾ ടീം ലീഡിനിട്ട് സംസാരിക്കുക. എന്തായാലും അവർക്ക് സിറ്റുവേഷൻ അറിയുന്നുണ്ടാവും. ബട്ട് ഈ പറഞ്ഞ മാതിരി എൻ്റെയർലി ഇങ്ങനെ ഡെയിലി അപ്ഡേഷൻസ് വരുന്ന ആപ്പ് ആവുമ്പോൾ അപ്ഡേഷൻസ് നിർത്താൻ കഴിയാത്തൊക്കെ അവസ്ഥ ആയിരിക്കും. പല കമ്പനിക്കും പല റീസൺസ് ഉണ്ടാവും. എല്ലാവരും അപ്ഗ്രേഡ് ചെയ്യാനും നോക്കുക. പക്ഷെ അപ്ഗ്രേഡ് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെതായിട്ട് റീസൺസ് ഉണ്ടാവും. അത് സംസാരിക്കുക. നിങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് മൈഗ്രേറ്റ് ചെയ്യുക. ബട്ട് മൈഗ്രേഷൻ സ്കില്ല് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാ കാലത്തും നിങ്ങൾക്ക് അത് വർത്തായിരിക്കും. അതെ പുതിയ ഇനിയിപ്പോ നാളെ സ്വിഫ്റ്റ് യുഐക്ക് പകരം പുതിയൊരു ടെക്നോളജി വന്നാൽ നിങ്ങൾക്ക് അതിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാനുള്ള ഒരു ഇന്റേണൽ കപ്പാസിറ്റി നിങ്ങൾ ബിൽഡ് ചെയ്തെടുത്തിട്ടുണ്ടാവും. ഇപ്പൊ പല ടെക്നോളജി ഉണ്ട്. റിയാക്ട് നാറ്റീവിന്റെ ആപ്സുകൾ മൈഗ്രേറ്റ് ചെയ്യാൻ ആളെ തപ്പി കിടക്കുകയാണ്. പിന്നെ അതുമാതിരി റൂബി ഓൺ റെയിൽസിലുള്ള വെബ് ആപ്സ് മൈഗ്രേറ്റ് ചെയ്യാൻ. മൈഗ്രേഷൻ എൻ്റയർലി എല്ലാ കാലത്തും ഉണ്ടാവും. പഴയ ടെക്നോളജിയും പുതിയ ടെക്നോളജിയും. കാരണം ഇവിടെ ടെക്നോളജി മാറുന്നതുകൊണ്ട് ബിസിനസ്സുകൾ നിന്ന് പോകുന്നില്ല. ബിസിനസ്സുകൾ കണ്ടിന്യൂസ് ആണ്. അപ്പോൾ വൺസ് ഒരു ആപ്പും ഒരു ബിസിനസ് ആയിക്കഴിഞ്ഞാൽ ആ ബിസിനസ് ടീമാണ്ട് ലോക്ക് ആവുകയാണ്. അവർക്ക് പിന്നെ ആപ്പ് ഇല്ലാതെ സർവൈവ് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവർക്ക് ആപ്പ് കൊണ്ട് പോയേ പറ്റുള്ളൂ. അപ്പോ മൈഗ്രേഷൻ സ്കില്ല് പഠിക്കുന്നത് എന്തായാലും വർത്താണ്. അപ്പൊ എന്തായാലും നിങ്ങൾ കമ്പനിയിൽ സംസാരിക്കുക. അപ്പോ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. മൈഗ്രേഷൻ പറയുമ്പോൾ നമ്മൾ എൻറ്റയർലി ആ കോഡ് സ്വിഫ്റ്റ് ആയാലും സ്ക്രാച്ച് തൊട്ട് ചെയ്യേണ്ടി വരുമോ, അല്ലെങ്കിൽ ഉള്ള കോഡിൽ തന്നെ എന്തെങ്കിലും ചെയ്യാൻ പറ്റും നമുക്ക്? രണ്ടും ഇന്നോപ്പറേറ്റീവ് ആയിട്ട് വർക്ക് ചെയ്യും. ബട്ട് ഈ പറഞ്ഞ മാതിരി ചില കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും, എൻ്റയർലി മാറ്റി എഴുതേണ്ടി വരും. അതായത് കൺസെപ്റ്റുകൾ മാറും. യു ഐ കിറ്റിൽ നിങ്ങൾ യൂസ് ചെയ്യുന്ന വ്യൂ മോഡൽ പ്രസന്റേഷൻ ആയിരിക്കൂല സ്വിഫ്റ്റിൽ ഉണ്ടായിരിക്കുക. ഈവൻ ചില യു ഐ ഇന്ററാക്ഷൻസ് അല്ലെങ്കിൽ യു എക്സ് ഇന്ററാക്ഷൻസ് നിങ്ങൾക്ക് റീപ്രൊഡ്യൂസ് ചെയ്യാനും കഴിയില്ല. അപ്പൊ അതിൻ്റെതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങൾ ഫാസ്റ്റ് ആക്കോ, കാരണം കുറെ ആൾക്കാർ വെയിറ്റിംഗിലുണ്ട്. നമുക്ക് പെട്ടെന്ന്. ഓക്കെ ശരി. ഓക്കെ എന്നാ, താങ്ക് യു. വേറെ എന്തെങ്കിലും ഉണ്ടോ ഡൗട്ട്? ഇല്ല അതന്നെ ഡൗട്ട് ആയിരുന്നു. ഓക്കെ എന്നാ, ധന്യവാദം. ഓക്കെ, നെക്സ്റ്റ് പറയൂ. ബനിന് കിട്ടിയ അവസരം കേട്ടോ, നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്തോടി. ആഷിക്ക്, ബനി, ഇതൊക്കെ എന്താ പറയാ, കുറച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയ ആൾക്കാരാ. ചോദിച്ചോളൂ, എന്തെങ്കിലും ഡൗട്ടുകളോ അല്ലെങ്കിൽ സജഷൻസോ അല്ലെങ്കിൽ പഠിച്ച കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ആരെങ്കിലും ഒന്ന്. ബനി ഇപ്പൊ എംബഡറിലല്ലേ വർക്ക് ചെയ്യണേ? ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എംബഡിലെ വർക്ക് ചെയ്യുന്നത്. പക്ഷെ എംബഡിൽ ഡയറക്റ്റ് വർക്കില്ല. എഴുതുന്നത് സി കോഡാണ്, പക്ഷെ സി എഴുതണ്ട. എനിക്ക് വള്ളിക്കെട്ട് പണികളായിരിക്കുമല്ലോ ഉണ്ടാവുക, നോർമൽ പണികൾ ഉണ്ടാവില്ല. ആക്ച്വലി എന്താ സംഭവിച്ചാല് ഈ സെൻസറിനുള്ള കോഡുകളാണ്. കാറിലെ മറ്റേ ഇന്റീരിയറിൽ വരുന്ന സെൻസേഴ്സ് ഉണ്ടല്ലോ, അപ്പൊ അതിലൊക്കെ എംബഡഡ് സി ആണ്. പക്ഷെ എന്താ പ്രശ്നം വെച്ചാല് ഈ എംബഡഡ് സി നമുക്ക് നമ്മളെ കമ്പ്യൂട്ടറിൽ കമ്പൈൽ ചെയ്യാൻ കഴിയില്ല. അതിന് ഈ എംബഡഡ് സി കമ്പൈലറും കാര്യങ്ങളൊക്കെ വേണം. നോർമൽ കമ്പൈലർ ഉപയോഗിക്കാൻ പറ്റൂല അല്ലേ? പിന്നെ നമ്മളെ മറ്റേ X86 ഒന്നും മാതിരി എമുലേറ്റ് ചെയ്യാൻ ഇതിനൊന്നും പറ്റൂല. അപ്പൊ അത് ടെസ്റ്റിംഗ് ഒക്കെ എങ്ങനെ? കാരണം അത് വൺ ടൈം റോം അല്ലേ, കാരണം വൺ ടൈം ഇനീഷ്യേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നോൺ MNC പ്രശ്നം. MNCയിൽ നമ്മള് എന്ത് എഴുതുന്നു എന്നുള്ളത് ഞമ്മക്കും ഐഡിയ ഉണ്ടാവില്ല. ഇത് എവിടേക്ക് പോകുന്നു, എവിടെ വർക്ക് ചെയ്യുന്നു, എന്ത് സംഭവിച്ചു, ഇതിനെ പറ്റുന്നു ഞമ്മക്ക് യാതൊരു ഐഡിയ ഉണ്ടാവില്ല. MNCയിൽ നമ്മൾ എഴുതുന്ന ഒരു പീസ് ഓഫ് കോഡ് ഉണ്ടാവുള്ളൂ.
ആ കോഡ് എന്തിനാന്ന് പോലും ഐഡിയ ഉണ്ടാവില്ല. ടാസ്ക് ഓ തരുന്നു, എഴുതി കൊടുക്കുന്നു, എവിടേക്ക് പോകുന്നു, എന്തായി റിസൾട്ട്, ഒന്നും യാതൊരു ഐഡിയ ഓ ഉണ്ടാവില്ല. അത് അവര് ഹെഡ് എല്ലാം കൂടി അവർക്ക് ഒരു പാത്ത് ഉണ്ടാവും. ആ പാത്ത് വെച്ചിട്ട് ഓരോരുത്തർക്ക് ഡിസ്ട്രിബ്യൂട്ട് അതങ്ങനെ ചെയ്ത് പോകുള്ളൂ, കൊടുക്കും. മാനേജ്മെന്റ് ലെവലിൽ അങ്ങനെ പോകുള്ളൂ. ഓ ഹോ 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 ടെസ്റ്റ്. അപ്പൊ അപ്പൊ നിങ്ങൾ അങ്ങനെ ടെസ്റ്റ് ചെയ്യല്ലേ ഈ ഇഷ്യൂസ് ഒക്കെ? കാരണം ടെസ്റ്റിങ്ങിന്റെ നമുക്ക് പരിപാടി ഞങ്ങൾക്കില്ല. ടെസ്റ്റിങ്ങിന് ഞങ്ങളിത് മറ്റേ ഇതിലേക്ക് ഹെക്സാഡെസിമൽക്ക് കൺവേർട്ട് ചെയ്ത് ബൈനറി ആക്കി ആണ്ട് വിട്ടുകൊടുക്കും. പിന്നെ അപ്പൊ ഓല് അപ്പൊ ടെസ്റ്റ് ചെയ്തിട്ട് ഞാനൊരു കാര്യം ചോദിക്കട്ടെ. അപ്പൊ നമ്മൾ സാധാരണ ആൻഡ്രോയിഡ് ഒക്കെ ടെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ ഒരു ടാസ്ക് ഉണ്ടെന്ന് വിചാരിക്കാം. നമുക്ക് ആൻഡ്രോയിഡ് ആണെങ്കിലും എന്ത് പണ്ടാറാണെങ്കിലും നമുക്ക് ടാസ്ക് ഉണ്ടെന്ന് വിചാരിക്കാം. ഈ ടാസ്ക് നമ്മൾ ചെയ്തത് പ്രോപ്പർ ഇൻപുട്ട് ആണോ എന്ന് എങ്ങനെ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. അതിന് ഞങ്ങൾക്ക് ടാസ്കുകൾ അങ്ങനെയല്ല തരിക. അതായത് ഇപ്പം ഞങ്ങൾക്ക് ഈ കാറിന്റെ ഇന്റീരിയറുമായി ബന്ധപ്പെട്ട ചിപ്സുകൾ കൺട്രോൾ ചെയ്യാനുള്ള പ്രോഗ്രാംസ് ചെയ്താണുള്ളത്. പക്ഷെ ഈ ഓഹോ ചിപ്സുകൾക്ക് എന്ത് ചെയ്യണം? കാറിന്റെ ഇന്റേണൽ സിസ്റ്റത്തിൽ നിന്നുള്ള കുറെ ഇൻപുട്ടുകൾ വേണം. ഇതിന് ഇവരെന്താ ചെയ്യുക വെച്ചാല്, അത് ഈ BMW, ജാഗോർ ഇവരൊക്കെയാണ് ഇന്റീരിയർ എഞ്ചിനും കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യുന്നത്. ഓഹോ അവര് നമുക്ക് അവരെ കോഡല്ല തരിക. അവര് നമുക്ക് ഒരു XML ഫയൽ രൂപത്തിലാണ് തരിക. അതിലുണ്ടാവല് ഫംഗ്ഷൻ നെയിം, അതിലേക്കുള്ള പാരാമീറ്റേഴ്സ്, റിട്ടേൺ, അല്ലാതെ എന്താ കോഡ് ഒന്നും ഉണ്ടാവില്ല. ഓ എന്നിട്ട് അവര് ഈ നമുക്ക് ലൈബ്രറി തരുന്ന പോലെ. ലൈബ്രറി ആണെങ്കിൽ നമുക്ക് ഇവിടെ എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. ഇത് ലൈബ്രറിയും തരില്ല. ജസ്റ്റ് ഇന്ന സാധനം ഇവിടെ ഉണ്ടാവും, ഇന്ന സാധനത്തിലേക്ക് വിളിക്കുമ്പോൾ ഇന്ന കാര്യങ്ങൾ പാസ് ചെയ്യണം, ഇന്ന സാധനത്തിന് ഇന്ന റിട്ടേൺ കിട്ടും. ഓ ഒരു ജസ്റ്റ് ഒരു പാത്ത് പാരാമീറ്റർ ഒരു പ്രോസസ്സിന്റെ ജസ്റ്റ് ഒരു. ഫംഗ്ഷൻ ഹെഡർ മാത്രം ഉണ്ടാവും. ഓ എന്നിട്ട് അവർ കമ്പൈൻ ചെയ്യുന്ന സമയത്ത് അവർക്ക് അവിടെ ആ ഒരു ഫോർമാറ്റിൽ അവർ വിളിക്കും, പ്രോബ്ലം സോൾവ് ചെയ്യും. നമ്മളവിടെ നിന്ന് കോഡ് എഴുതിയിട്ട് നമ്മൾ ബൈനറി ആക്കിയിട്ട് ആണ്ട് വിട്ടുകൊടുക്കുക. ഓ ക്ലിയർ ക്ലിയർ. അവിടുന്ന് ഇത് ഇങ്ങനെ ഒരു ആർക്കിടെക്ചർ ഉണ്ട് അല്ലേ? വിട്ടുകൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കോഡ് ഡയറക്റ്റ് വിട്ടുകൊടുക്കുന്നല്ല. കോഡ് എഴുതി അതിന്റെ ടെസ്റ്റിംഗ് പാസ്സായിട്ട് പിന്നെ ഒരു ലോ സെക്ഷനിലേക്ക് പോകും. ഈ കോഡിങ്ങിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ലൈബ്രറീസും കാര്യങ്ങളൊക്കെ, അതിന്റെ ലൈസൻസും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യും. നമ്മളിപ്പോ ഈ GPL ലൈസൻസ് ഉണ്ട്, ഓപ്പൺ സോഴ്സ് എന്ന് പറയുന്നത്. അതെ അതെ. ഇത് ആക്ച്വലി ഓപ്പൺ സോഴ്സ്. അപ്പൊ ഈ നമ്മളെ കോഡിൽ ഒരു ഓപ്പൺ സോഴ്സ് ലൈബ്രറി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ വേറൊരാൾ വന്നുകാണ്ട് അതിന്റെ സോഴ്സ് കോഡ് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് കൊടുക്കണം. അത് ബൈ ലോ അങ്ങനെയാണ്. ഓപ്പൺ സോഴ്സിന്റെ ലോ അങ്ങനെയാണ്. നിങ്ങളൊരു ഓപ്പൺ സോഴ്സ് ലൈബ്രറി യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യൂസ് ചെയ്തുണ്ടാക്കുന്ന എല്ലാ സാധനങ്ങളും ഓപ്പൺ സോഴ്സ് ആണ്. അപ്പോ അങ്ങനെയുള്ള ലീഗൽ കാര്യങ്ങളൊക്കെ ഈ ലീഗൽ ടീം ചെക്ക് ചെയ്ത് അവരിങ്ങോട്ട് റിട്ടേൺ വിടും, ഇന്ന സാധനം യൂസ് ചെയ്യാൻ. ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ആൻഡ്രോയിഡ്. അപ്പോ അതൊക്കെ കഴിഞ്ഞിട്ട് ആണ്ട് പോവുള്ളൂ. പിന്നെ അത് പോയി അവിടുന്ന് ടെസ്റ്റ് ചെയ്ത് പിന്നെ റിസൾട്ട് വരും. റിസൾട്ട് വരുമ്പോ ഇന്ന പ്രശ്നമുണ്ട്, അത് മാറ്റി കൊടുക്കും. അങ്ങനെ ഏകദേശം നമ്മളിപ്പോ എഴുതുന്ന ഒരു 4-5 കോഡും അവിടെ പാസ്സായി കിട്ടണമെങ്കിൽ ഏകദേശം 3-4 മാസം പിടിക്കും. 4-5 ലൈന് കോഡേ നമ്മൾ എഴുതിയിട്ടുണ്ടാവുള്ളൂ. ഈ ടെസ്റ്റിങ്ങും കാര്യങ്ങളും ഇതൊക്കെ കഴിഞ്ഞ് ലീഗൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വരുമ്പോൾ. അപ്പൊ അതൊക്കെയാണ് MNCയിലുള്ള അവസ്ഥകൾ. സംഭവം എത്രേ ഉള്ളൂ. സംഭവം ഇപ്പോ ഇവരാണ് ഇത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കുന്നതും ടെസ്റ്റ് ചെയ്ത് നോക്കുന്നതും കാര്യങ്ങളൊക്കെ. അതല്ലാതെ ഞമ്മക്ക് അവരെ കോഡിൽ എന്താന്ന് അറിയാനും ഇതിനുള്ള പെർമിഷനും കാര്യങ്ങളൊക്കെ ഇല്ല. അതേമാതിരി തന്നെ നമ്മളെ കോഡ് അങ്ങോട്ടും കൊടുക്കില്ല. നമ്മളെ കോഡിന് കംപ്ലീറ്റ്ലി ബൈനറി ആക്കി സെറ്റ് ചെയ്തിട്ടാണ് അങ്ങോട്ടും കൊടുക്കുക. നമ്മളെ കോഡിൽ എന്താന്ന് ഓൽക്കും അറിയാൻ പറ്റില്ല. ഓ അങ്ങനത്തെ ബൈനറി ഒരു ആയതുകൊണ്ട് നമുക്ക് സിസ്റ്റം. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റൂല. പിന്നെ ഇത് എംബഡഡ് സി ആണെങ്കിൽ എംബഡഡ് സിന്റെ ഫുൾ സെറ്റ് ഉണ്ടാവില്ല. എംബഡഡ് സി ഓരോ ചിപ്പിലും ഓരോ കമ്പൈലർ ഉണ്ട്, ഓരോ ചിപ്പിനും ഓരോ കമ്പൈലറാണ്. അതിലുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ഞങ്ങളൊക്കെ ഇപ്പൊ ചെയ്യുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾ C അല്ല എഴുതുന്നത്, പകരം ഞങ്ങള് ജാവയും പൈത്തണൊക്കെ ടൂൾസ് ചെയ്തു. എന്നിട്ട് ഈ ജാവയിലും പൈത്തണിലൊക്കെ കൊടുക്കുന്ന ടൂൾസിന് ഇൻപുട്ടിനനുസരിച്ച് C കോഡ് ജനറേറ്റ് ചെയ്യും. അതല്ലാതെ C എഴുതാൻ നിന്നിട്ടുണ്ടെങ്കിൽ തീരുമാനമാവില്ല. രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് നിങ്ങൾ സിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുത്തുകൊണ്ട് ഒരു ഈ ഇതാക്കൂലേ? നമ്മൾ ഉണ്ടാക്കുന്ന ജാവ പ്രോഗ്രാം അല്ലെങ്കിൽ പൈത്തൺ പ്രോഗ്രാം ഒക്കെ എന്ത് ചെയ്യും, ഈ C കോഡ് ജനറേറ്റ് ചെയ്തു നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ടിനനുസരിച്ച്. അതിനായിട്ട് നിങ്ങൾ സ്പെഷ്യൽ ലൈബ്രറി ജനറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്? അത് ഭയങ്കര ചൊറ. കാരണം നമുക്ക് ഈ ഒരു ജാവയും പൈത്തണും എഴുതണമെങ്കിൽ ഈ സിയിൽ എന്താ നടക്കുന്നത് അറിയാം. സിയും അറിയണം, ജാവയും അറിയണം, പൈത്തണും അറിയണം. ആ സിസ്റ്റമാണ്. ചില ഡിപ്പാർട്ട്മെന്റ് ജാവയാണ് യൂസ് ചെയ്യാം, അവിടെ ജാവ പ്രോഗ്രാമേഴ്സും കൂടുതൽ. ചില ഡിപ്പാർട്ട്മെന്റ് പൈത്തണ യൂസ് ചെയ്യാം, അവിടെ പൈത്തൺ ആയിരിക്കും. ഞാൻ പിന്നെ എല്ലാവരും ഉള്ളതുകൊണ്ട് അങ്ങോട്ടും കണ്ടൊക്കെ എടുത്ത് തട്ടും. ഇനിയിപ്പോ കുറെ ടീം റസ്റ്റിൽ എഴുതൽ തുടങ്ങിയിട്ടുണ്ട്. അതിനിപ്പോ അടുത്ത പരിപാടി അങ്ങോട്ട് വരും. എന്താ വെച്ചാല് കസ്റ്റമർക്ക് വേണ്ട ടൂളാണ്, നിങ്ങൾ ഏത് യൂസ് ചെയ്യുന്നുള്ള വിഷയമല്ല. അവർക്ക് എൻഡ് ഓഫ് ദ പ്രൊഡക്റ്റ് കിട്ടിയാൽ മതി.
അത് വർക്കിംഗ് ആയാൽ മതി. നമുക്ക് ഏതിൽ അതെ എഴുതാം, അത് വിഷയമുള്ള കാര്യമല്ല. അപ്പോൾ ഡിപ്പാർട്ട്മെന്റ് ചൂസ് ചെയ്യും ഏതാ കൂടുതൽ നോക്കിയാണ് നമ്മൾ ഇനി എല്ലാ പരിപാടിയിലും ജാവ യൂസ് ചെയ്യുന്നു, ഇനി എല്ലാ പരിപാടിയിലും പൈത്തൺ യൂസ് ചെയ്യാം. അങ്ങനെയൊക്കെ ഒരു സിസ്റ്റമാണ്. ഈ അപ്പോ സംഭവം ഇതിന്റെ ഉണ്ടല്ലോ ബനി, ഇതില് എത്ര, ഞാനൊരു ഹാൻഡ് റൈസ് ചെയ്യാൻ പറയാം, ഇതിൽ എത്ര പേർക്ക് ഈ ഒരു ഇൻഫർമേഷൻ പുതിയൊരു അറിവായിട്ട് തോന്നിയിട്ടുണ്ട്? ഒന്ന് ഹാൻഡ് റൈസ് ചെയ്യാവോ? ഏകദേശം 90% ആളുകൾക്കും ഇതെന്താണ്, പുതിയൊരു അറിവാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് ഈ കമ്മ്യൂണിറ്റിയുടെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തന്നെയാണ്. നമ്മൾ പുതിയ കാര്യങ്ങൾ പഠിച്ചു. എക്സാക്ട് ഒരു ഹെവി ആർക്കിടെക്ചറുള്ള കമ്മ്യൂണിറ്റി, ബോഷ് പോലത്തെ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾക്ക് തന്നെ അറിയാം ബോഷ് എന്താണെന്നുള്ള നമുക്ക് നേരിയ ധാരണ ഉള്ളൂ. ബനിക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും ഏതൊക്കെ നമ്മുടെ നാട്ടിലെ ഓൾമോസ്റ്റ് 80% ഓട്ടോമോട്ടീവ് സിസ്റ്റത്തിലും ബോഷിന്റെ കൈയില്ലാതെ പോയിട്ടില്ല, അല്ല ബനി? അത് ഞങ്ങൾ മറ്റേ മോണോപ്പിളിയാ, അല്ല സാർ, ഞങ്ങളാണ് ചിപ്പ് കൊടുക്കുക. അതെ, ചിപ്പിന്റെ കമ്പൈലർ ഞങ്ങളേക്ക് തന്നെ വാങ്ങണം. വേറൊരാളെ കമ്പൈലർ ഒതിമ വർക്ക് ചെയ്യില്ല. കാരണം ഈ വർക്ക് ചിപ്പ് മറ്റേ ക്ലോസ്ഡ് സോഴ്സ് ആണ്. ഈ ചിപ്പിന്റെ ഉള്ളിൽ അറിഞ്ഞാലല്ലേ വേറൊരാൾക്ക് കമ്പൈലർ ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ചിപ്പ് വാങ്ങണവനെ കമ്പൈലർ ഞങ്ങളെ തന്നെ വാങ്ങണം. ആ അവസ്ഥയാണ്. അതാണ് പിന്നെ പറഞ്ഞത്. ഒരു പുതിയൊരു ഇൻഫർമേഷൻ ആയിട്ട് പല ആൾക്കാർക്ക് തോന്നിയിട്ടുണ്ട്. സംഭവം രസമാണ്, ഒരുപാട് കാര്യങ്ങൾ പഠിക്കുക, ഒരുപാട് ഇന്നോവേഷൻസ് കൊണ്ടുവരാ, നമ്മൾ സെൽഫ് പക്ഷെ നിങ്ങൾക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഇല്ലേ കോർപ്പറേറ്റ് ആയതുകൊണ്ട്? സെൽഫ് കോൺട്രിബ്യൂഷൻസിന് ഭയങ്കര ലിമിറ്റേഷൻ. അവര് പറഞ്ഞതിനപ്പുറത്തേക്ക് ഒരു കാര്യം നമുക്ക് സജഷൻ കൂടി ചെയ്യാൻ പറ്റൂല അല്ലെ? സിസ്റ്റത്തിന്റെ കാര്യം തന്നെ, സിസ്റ്റം നമ്മൾ തുറന്നു കഴിഞ്ഞാല് അതിൽ ലോഗിൻ ചെയ്ത് VPN കണക്ട് ചെയ്യണം. VPN കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ നമ്മളെ ബോഷിന്റെ നെറ്റ്വർക്കിലൂടെ പോവാം. എക്സാമ്പിൾ ആയിട്ട് നമ്മൾ NPM ഇൻസ്റ്റാൾ ഒക്കെ അടിച്ചു കഴിഞ്ഞാൽ NPM റെപ്പോസിറ്ററി നല്ല ഡൗൺലോഡ് ആകുക. ബോഷിന്റെ ഒരു റെപ്പോസിറ്ററി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അതില് ലിമിറ്റഡ് ആയിട്ടുള്ള ബോഷ് ചെക്ക് ചെയ്ത് കൺഫേം ചെയ്തിട്ടുള്ള യൂസബിൾ ആയിട്ടുള്ള സെക്യൂരിറ്റി ഇഷ്യൂസ് ഒന്നും ഇല്ലാത്ത പാക്കേജ് മാത്രമേ ഉണ്ടാവുള്ളൂ. അത് വെച്ച് ചെയ്യണം. ഇനി നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനില്ലെങ്കിൽ നമ്മൾ അത് വെച്ചിട്ട് ഉള്ള ഡാറ്റ വെച്ചിട്ട് നമ്മൾ പുതിയത് ക്രിയേറ്റ് വെച്ച് നമ്മൾ ഫ്രം സ്ക്രാച്ച് എഴുതണം. ലൈബ്രറി യൂസ് ചെയ്യാൻ പറ്റില്ല. ഇത് പൈത്തണ് നോഡിനൊന്നും വിഷയമല്ല, കാരണം പൈത്തണിനോടൊക്കെ കുറെ ടീം യൂസ് ചെയ്യും. ജാവക്കൊന്നും വിഷയമല്ല. പക്ഷെ മറിച്ച് ഗ്രേഡിൽ അങ്ങനെ മൊബൈൽ ഡെവലപ്മെന്റ് കുറവാണ്. മൊബൈൽ അങ്ങനെ ആവശ്യമില്ല. ഗ്രേഡില് പിന്നെ അതുമാതിരി മാവനുണ്ട് ജാവ, ഡെസ്ക്ടോപ്പ് ജാവ കുറെ യൂസ് ചെയ്യുന്നത്. ആ ഗ്രേഡിൽ എന്താന്നുള്ള പല ആൾക്കാർക്കും അറിയില്ല. ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ കൊടുക്കോ? കാരണം ഫ്ലട്ടർ ഡെവലപ്പേഴ്സിന് എത്ര പേർക്ക് ഗ്രേഡിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അറിയാം? ആഷിഖിന് അറിയോ ഗ്രേഡിൽ എന്താണ്, മാവൻ എന്താ, ഗ്രേഡിൽ എന്താ? ആഷിഖ് ഫ്ലട്ടർ അല്ലേ? ഫ്ലട്ടർ ഇല്ല, ഫ്ലട്ടറിനൊന്നും റെപ്പോസിറ്ററി ഇതുവരെ സെറ്റ് ചെയ്തിട്ടില്ല. ഞാൻ റിക്വസ്റ്റ് ഒക്കെ കൊടുത്തിരുന്നു, എന്തായാലും അറിയില്ല. അല്ല, പല ആൾക്കാർക്ക് ഗ്രേഡിൽ എന്താണ്, മാവൻ റെപ്പോസിറ്ററി എന്താണ്, അതുപോലെ തന്നെ KTS എന്താണെന്നൊന്നും ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയില്ല. അപ്പൊ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ കൊടുക്കുന്നത് എന്താണ് സാധനം എന്നുള്ളത്. എന്തായാലും ബാക്കിയുള്ളവർ സംസാരിക്കട്ടെ, മറ്റേ ഞാൻ മാത്രമായിട്ട് പോകും. എന്തായാലും നമുക്കത് ടെക്നിക്കൽ ഡിസ്കഷൻസ് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് വെക്കാം. അതെ ആയിക്കോട്ടെ. അതിനെ കുറിച്ച് നിങ്ങൾ പറയും, കാരണം അതുകൊണ്ടാണ് ഞാൻ സജസ്റ്റ് ചെയ്തേ ഇങ്ങനെ. കൂടുതലായിട്ട് പറയാനില്ലെങ്കിലേ ഇപ്പൊ നിങ്ങൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. അതൊക്കെ ആ ഒരു ലെവലിലേക്ക് നമ്മൾ പോകുമ്പോഴേ അറിയുള്ളൂ. അതെ, എംബഡഡ് എന്ന് പറഞ്ഞാൽ ഞാനും കുറച്ച് നമ്മളെ ഭാഗത്ത് പറഞ്ഞാൽ ERP സിസ്റ്റംസിൽ നമ്മൾ പ്രിന്ററുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, പിന്നെ പ്രിന്ററിന്റെ API ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും, അങ്ങനത്തെ പിന്നെ ഡിവൈസുകളായിട്ടുള്ള കമ്മ്യൂണിക്കേഷനും മാത്രമേ നമ്മൾ എഴുതിയിട്ടുള്ളൂ. ഈ ഡിവൈസിന്റെ ഇന്നർ ആയിട്ടുള്ള ഫംഗ്ഷൻ ആ API ചെയ്ത് നിങ്ങളാണല്ലോ. അതിന്റെ ഇന്റേണൽ ഡ്രൈവർ ആയിട്ടുള്ള കണക്ഷന്. അപ്പൊ അത് കേട്ടപ്പോ ഇൻട്രസ്റ്റിംഗ് ആയി തോന്നി. ഇന്റേണൽ ഡ്രൈവർ കണക്ഷൻസ് കംപ്ലീറ്റ് വരുന്നത് ലിനക്സുകാർക്ക് കംപ്ലീറ്റ് അറിയാം. ലിനക്സ് കേണൽ ഡെവലപ്പേഴ്സ് എന്ന് പറയും, ലിനക്സ് OS ഡെവലപ്പ് ചെയ്യുന്ന പറയും. ലിനക്സ് ഡെവലപ്മെന്റിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ നമ്മളെ കമ്മ്യൂണിറ്റിയില്? ആരെങ്കിലും ഉണ്ടോ ലിനക്സ് ഡെവലപ്പേഴ്സ് OS വർക്ക് ചെയ്യുന്ന? അത് നല്ലൊരു അപ്രോച്ച് ആട്ടോ. ഞാനൊരു പ്ലാൻ നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കൊരു ഐഡിയ തോന്നിയേ. നമുക്ക് ലിനക്സിന്റെ ഓപ്പൺ സോഴ്സിന്റെ OS കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു ടീം ആരൊക്കെ ഉണ്ടെങ്കിൽ അവരുടെ അണ്ടറിൽ നമുക്കൊരു ടീം ഉണ്ടാക്കിയാലോ? സിമ്പിൾ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യും. ഉബുണ്ടുവിന്റെ ഇൻസ്റ്റാളർ ഇപ്പൊ കംപ്ലീറ്റ്ലി ഫ്ലട്ടറിലാണ് ഡെവലപ്പ് ചെയ്തത്. ഉബുണ്ടുവിന്റെ ഇൻസ്റ്റാളർ അടിപൊളി.
നമുക്ക് അവര് എന്താ വെച്ചാല് ഒരു ഇതിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോ എന്ന് നമുക്ക് തപ്പി പാർട്ടിലൊക്കെ നോക്കിയിട്ട്. നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാം. അതെ ലിനക്സിനാണെങ്കിൽ ഇഷ്ടം പോലെ യുഐസ് ഉണ്ട്. മറ്റേ അതെ ഗ്നോം ഫ്ലട്ടർ ആണെങ്കിൽ നമുക്ക് സിമ്പിൾ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാലോ. ഉബുണ്ടുവിന്റെ നോക്കിയാൽ മതി. ഉബുണ്ടുവിന്റെ ഇൻസ്റ്റാളർ അവർ കംപ്ലീറ്റ്ലി ഫ്ലട്ടറിലേക്ക് മാറ്റിയിരിക്കും. പിന്നെ ഒന്ന് ട്രൈ കേണൽ ചെയ്ത് നോക്കണം. പാർട്ടിലേക്ക് വരുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ. അല്ല സി എനിക്ക് ലാംഗ്വേജ് ആണ് മെയിൻ കേണൽ ആയിട്ട്. ലെവലിൽ ഒന്ന് ഇറങ്ങണമെന്നുണ്ട്, ഒന്ന് ഇറങ്ങി പഠിക്കണം കേണൽ എന്നുണ്ട്, നോക്കണം. ലെവലിലേക്ക് വരുമ്പോൾ മെയിൻ ആയിട്ട് ഹാർഡ്വെയറുമായിട്ട് കമ്മ്യൂണിക്കേഷനിൽ വരുന്നത് സി ലാംഗ്വേജ് ആണ്. അപ്പോ അതിലെങ്ങനെ ഉണ്ടാവുക വെച്ചാല് സീല് നമുക്ക് അസംബ്ലി ലാംഗ്വേജ് യൂസ് ചെയ്യാം. അപ്പോ ബൈ രജിസ്റ്റർ കമ്മ്യൂണിക്കേഷൻ ഒക്കെ വേണ്ടി വരും. ഈ ചിപ്പിലൊക്കെ ഈ മനസ്സിലായി. രജിസ്റ്റേഴ്സിലാണ് ഡാറ്റ സ്റ്റോർ ചെയ്യുക. നമ്മൾ പണ്ട് പോളി പഠിച്ചിരുന്ന സാധനം. പിന്നെ സിക്ക് തന്നെ പല സ്റ്റാൻഡേർഡ് ഉണ്ട്. ANSI, ISOC എന്നൊക്കെ പറഞ്ഞുണ്ട്. അപ്പൊ അതിനനുസരിച്ച് അതിൽ വരുന്ന ലൈബ്രറീസും കാര്യങ്ങളൊക്കെ ഡിഫറെന്റ് വരും. അപ്പൊ അതൊക്കെ ഹാൻഡിൽ ചെയ്യണം. അങ്ങനെയുള്ള കേണൽ ലെവലിലുള്ള കുറെ ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബട്ട് നിങ്ങൾ ഓപ്പൺ സോഴ്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുമ്പോൾ ഏറ്റവും നല്ലത് ലിനക്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതാണ്. ലിനക്സ് ഉബുണ്ടുവിലൊക്കെയാണ് മെയിൻ ആയിട്ട് ഏറ്റവും കൂടുതൽ കോൺട്രിബ്യൂഷൻസ് നടക്കുന്നത്. UI പാർട്ടിൽ കേട്ടോ. കേണൽ ലെവലിൽ അങ്ങനെ ആരും കോൺട്രിബ്യൂട്ട് ചെയ്യില്ല. പിന്നെ ഇപ്പോ കേണലിന്റെ കുറെ ഭാഗങ്ങൾ റെസ്റ്റിലേക്ക് മാറ്റി എഴുതുന്നുണ്ട്. അതിപ്പോ ലിനക്സ് കമ്മ്യൂണിറ്റിയിൽ ഭയങ്കര അടിയാണ്. പല ടീമും പറഞ്ഞത് എന്താ വെച്ചാൽ റെസ്റ്റിലേക്ക് മാറ്റിയതാണ്. കാരണം എന്താ വെച്ചാൽ റെസ്റ്റിന് ഏകദേശം CPPന്റെ ഒരു പെർഫോമൻസ് കിട്ടുന്നുണ്ടെന്നാണ് പറഞ്ഞത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. ബട്ട് CPPയിലുള്ള കുറെ പ്രശ്നങ്ങൾ, സെഗ്മെന്റേഷൻ ഫാൾട്ട്, പണ്ട് ജാവക്കാർ പറയായിരുന്നു നൾ പോയിന്റ് റെസ്ട്രിക്ഷൻ. കോട്ട്ലിനേര് വന്നപ്പോൾ ജാവക്കാരെ മെയിൻ ആയിട്ട് അതിനെ കളിയാക്കി, നിങ്ങൾക്ക് നൾ പോയിന്റർ ഉണ്ടോന്ന് വെച്ചാൽ. അതുമാതിരി ഇപ്പോ പല ആൾക്കാർക്ക് അറിയില്ല നൽ പോയിന്റർ എന്താന്ന്, പല ആൾക്കാർക്ക് അറിയില്ല. എന്തുകൊണ്ടാണ് റീസൺ എന്നൊന്ന് പറഞ്ഞു കൊടുക്കുക. ഈവൻ ഫ്ലട്ടറിലും ഫസ്റ്റ് ഉണ്ടായിരുന്നില്ല, ഫ്ലട്ടറിൽ പിന്നെ വന്നത് ഏകദേശം സേഫ് കോൾ ഓപ്പറേറ്റേഴ്സ് വന്ന് പിന്നെ. അപ്പൊ ഇപ്പൊ റെസ്റ്റഡ് CPPക്കാരോട് ചോദിക്കുന്നതാണ്, നിങ്ങൾക്ക് സെഗ്മെന്റേഷൻ ഫാൾട്ടാണ്, എന്നിട്ട് ലിനക്സിന്റെ കംപ്ലീറ്റ് CPP കോഡുകൾ റെസ്റ്റിലേക്ക് മാറ്റിയതെന്ന് പറഞ്ഞാണ്ട് ഭയങ്കര അടി നടക്കുകയാണ്. അപ്പൊ ആ പാർട്ടുകളൊക്കെ അവിടെ ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ടെക്നോളജി ന്യൂസും കാര്യങ്ങളും നോക്കിയാൽ അറിയാം. അപ്പോ റെസ്റ്റ് ഇപ്പൊ പുതിയ ലാംഗ്വേജ് ആയിട്ട് സിസ്റ്റം പ്രോഗ്രാമിൽ നല്ല വരുന്നുണ്ട്. ഏകദേശം CPPന്റെ പെർഫോമൻസ് കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞു. പക്ഷെ നമുക്ക് മോഡേൺ ആയിട്ടുള്ള എല്ലാ പ്രോഗ്രാമിംഗ് ടെക്നിക്കുകളും ഉണ്ട് എന്നാണ് പറഞ്ഞത്. ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ല. പിന്നെ നിങ്ങള് ഫങ്ഷണൽ പ്രോഗ്രാമിംഗ് സപ്പോർട്ട് ആയിരിക്കും. ഫങ്ഷൻ പ്രോഗ്രാമിംഗ്, റിയാക്റ്റീവ് പ്രോഗ്രാമിംഗ് എല്ലാ ടൈപ്പും ഉണ്ട് എന്ന് പറഞ്ഞു റെസ്റ്റിൽ. പിന്നെ റെസ്റ്റിൽ ഒരു സംഖ്യ ലൈബ്രറീസ് ഉണ്ട്, അതാണ് മെയിൻ പോയിന്റ്. പൈത്തന്റെ പിപ്പ്, നോഡിന്റെ NPM എന്നൊക്കെ പറഞ്ഞ മാതിരി റെസ്റ്റിന്റെ ക്രാഫ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട്, അല്ലെങ്കിൽ ഫ്ലട്ടറിന്റെ പബ് എന്ന് പറഞ്ഞ മാതിരി ക്രാഫ്റ്റ് എന്ന് പറഞ്ഞ ഒരു സൈറ്റിനുണ്ട്. NPM JS ഒക്കെ മാതിരി സംഖ്യ ലൈബ്രറി. പുതിയൊരു ഇൻഫർമേഷൻ ആട്ടോ, അങ്ങനത്തെ ഒരു സംഭവം. ലൈബ്രറിന്റെ ഡീറ്റെയിൽ എല്ലാ ലാംഗ്വേജിനും ഇപ്പൊ അങ്ങനെ ഇതുണ്ട്. സിക്കും CPPക്കും കുറെ ഒക്കെ ഉണ്ട്. പക്ഷെ CPPന്റെ മെയിൻ പ്രശ്നം തന്നെ ലിനക്സിലുള്ള സാധനം വിൻഡോസിൽ വർക്ക് ചെയ്യില്ല, വിൻഡോസിലുള്ള മാക്കിൽ വർക്ക് ചെയ്യില്ല എന്നുള്ള പ്രശ്നമാണ്. അത് ഇപ്പോൾ ആ ഒരു കാര്യത്തില് കോട്ട്ലിൻ ഇപ്പോഴും ബാക്കിലാട്ടോ. കമ്പോസ് വന്നിട്ടും ആ ഒരു സിസ്റ്റം കമ്പോസിന് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല. ലൈബ്രറിന്റെ ഒരൊറ്റ പ്ലാറ്റ്ഫോം. കോട്ട്ലിൻ മെച്ചൂർ ആയി വന്നപ്പോ ഫ്ലട്ടർ കയറി, പുതിയ ഫ്ലട്ടറിന് പബ് എന്ന് പറഞ്ഞ പോലെ ലൈബ്രറിയുടെ ഒരു മാനേജ്മെന്റ് മൊത്തത്തിലൊരു ലിസ്റ്റിംഗ് ഉണ്ട്. പക്ഷെ കോട്ട്ലിന് കറന്റ് ജെറ്റ് പാക്ക് കമ്പോസ് ശരിക്കും ഫ്ലട്ടറിനെ ഓവർകം ചെയ്യുന്ന അവസ്ഥയിലാണ് ഇപ്പോ. കാരണം KMM വന്നു. KMM അടിപൊളി പെർഫോമൻസ്, ഫ്ലട്ടറിനെക്കാളും ബെറ്റർ പെർഫോമൻസ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് കോട്ട്ലിനെ പറ്റി ആരെങ്കിലും മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതായത് ആൻഡ്രോയിഡ് ഡെവലപ്മെന്റിലേക്ക് കോട്ട്ലിൻ വരുന്നതിന് മുമ്പ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ല, ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. ഈ ജാവ JVM വർക്ക് ചെയ്യുന്ന വേറെ ലാംഗ്വേജുകളെ പറ്റി നിങ്ങൾക്ക് അറിയാം? വേറെ ആരെങ്കിലും കമ്മ്യൂണിറ്റിയിൽ കുറെ ആളുകളുണ്ടല്ലോ, ആരെങ്കിലും വർക്ക് ചെയ്തിട്ടുണ്ടോ? JVM ജാവ വിർച്വൽ മെഷീനിൽ നമുക്ക് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുന്ന അതർ ലാംഗ്വേജസ് കോട്ട്ലിനും ജാവയും അല്ലാതെ വേറെ ഏതെങ്കിലും കേട്ടിട്ടുണ്ടോ? ഇല്ല. ആക്ച്വലി JVM കുറെ ലാംഗ്വേജ് വർക്ക് ചെയ്യും. കോട്ട്ലിനും സ്കെയില കംപ്ലീറ്റ്ലി കോട്ട്ലിനുമായിട്ട് ഒരു ലാംഗ്വേജ് കംപ്ലീറ്റ്ലി JVM വർക്ക് ചെയ്യും. പിന്നെ JRuby, ജെയ്ത്ത് എന്ന് പറഞ്ഞുകൊണ്ടുള്ള 2 ഇംപ്ലിമെന്റേഷൻ ഉണ്ടായിരുന്നു. റൂബിയും പൈത്തണും JVM വർക്ക് ചെയ്യും. JRubyയും ജെയ്ത്തനൊക്കെ പിന്നെ നിർത്തിവെച്ച്. പിന്നെ സ്കെയിലപ്പോൾ റണ്ണിങ് ആണ്, കോട്ട്ലിൻ റണ്ണിങ് ആണ്. അതുമാതിരി ഒരുപാട് ലാംഗ്വേജ് ഉണ്ട് JVM റണ്ണിങ്. എനിക്ക് പലപ്പോഴും ഡൗട്ട് ഉണ്ട്, ഈ സ്കെയിലിൽ വർക്ക് ചെയ്തതല്ലേ?
സ്കെയിലയിൽ കുറഞ്ഞ രൂപത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അല്ല ഭയങ്കര എനിക്കത് ഞാൻ വർക്ക് ചെയ്തതിന്റെ ഡൗട്ട് അല്ല, ടെക് ഡൗട്ട് അല്ല, ഒരു കോമൺ ഡൗട്ടാണ്. നമ്മളിപ്പോ കോട്ട്ലിന് ആൻഡ്രോയിഡ് നമ്മൾ സ്പെഷ്യലൈസ് ചെയ്തിട്ടാണ് കോട്ട്ലിന് മെയിൻ ഇപ്പൊ മുന്നോട്ട് പോണത്, അല്ലെങ്കിൽ ബാക്ക് എൻഡ് കാറ്റർ അറിയാലോ. അപ്പോ ഇതുപോലെ ഈ സ്കെയില, റൂബി, ഇതൊക്കെ എന്താണ് എക്സാക്ട്ലി അവർ ഫോക്കസ് ചെയ്ത സംഭവങ്ങൾ? ഏത് ഏരിയയിലാണ് അവർ മെയിൻ ഫോക്കസ് ചെയ്തിട്ടുള്ളത്? സ്കെയില മെയിൻ ആയിട്ട് ഉപയോഗിക്കുന്നത് പ്ലേ ഫ്രെയിം വർക്ക് എന്നുള്ള ഒരു ഗെയിമിംഗ് ഫ്രെയിം വർക്ക് ഉണ്ട്. അതിലാണ് സ്കെയില മെയിൻ ആയിട്ട് യൂസ് ചെയ്യുന്നത്. അത് ഗെയിമിംഗ് ഫ്രെയിം വർക്കാണ്. സ്കെയില ലാംഗ്വേജ് കുറച്ചും കൂടി സിമ്പിൾ ആണ്. പക്ഷെ സ്കെയിലിന്റെ മെയിൻ പ്രശ്നം എന്താ വെച്ചാല് ബാക്ക്വേർഡ് കമ്പാറ്റബിലിറ്റി തീരെ കിട്ടൂല, വെർഷൻ ലോക്ക് ആവും. അതായത് 3.17 ഉള്ള സാധനം 3.8 വർക്ക് ചെയ്യില്ല. 3.17 തന്നെ മൊത്തത്തിൽ ആപ്പ് ഇപ്പൊ ഒരു പിന്നെ ഒരു 100 മൊഡ്യൂൾ ഉണ്ടെങ്കിൽ മൊത്തം മൊഡ്യൂൾ മൈഗ്രേറ്റ് ചെയ്യണം. മൈഗ്രേറ്റ് ചെയ്യാൻ പറ്റൂല. മൈഗ്രേറ്റ് ചെയ്യണമെങ്കിൽ ഇത് ഫസ്റ്റ് ഒന്ന് സ്ക്രാച്ച് എഴുതേണ്ട അത്രയും ചേഞ്ചസ് വരും. ആ ഒരു വെർഷൻ തന്നെ കണ്ടിന്യൂ ചെയ്യണം. അത് വള്ളിക്കെട്ടല്ലേ, അപ്പത്തിന് ആൾക്കാർ എടുത്ത് ഒഴിവാക്കൂല. അതാണ് കൂടുതൽ വർക്ക് ചെയ്യാത്തത്. ആ ഒരു പ്ലേ ഫ്രെയിം വർക്കിൽ മാത്രമായിട്ട് ഈ സ്കെയിൽ ഒതുങ്ങുന്നത്, സ്കെയില വേറൊരു ഭാഗത്തേക്കും വരാത്തത്. അത് അതിനായിട്ട് ഉണ്ടാക്കിയ ലാംഗ്വേജ് ആണ്, അപ്പോൾ ആളുകൾക്ക് വേറെ ആവശ്യമില്ല. റൂബി ആക്ച്വലി ഇതായിരുന്നു മറ്റേ നമ്മളെ പൈത്തണൊക്കെ മാതിരി ഒരു സിസ്റ്റം ലാംഗ്വേജ്, സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ആയിട്ട് വന്നായിരുന്നു. പക്ഷെ റൂബിയിൽ ഒരു വെബ് ഫ്രെയിം വർക്ക് ഉണ്ടാക്കി, റൂബി ഓൺ റെയിൽസ്. അതിന്റെ ശേഷം പിന്നെ ഇന്നിപ്പോ മറ്റേ ഇതൊക്കെ പോണ മാതിരി, നോഡില് നെസ്റ്റ് ജെഎസ് പോണ മാതിരി, അല്ലെങ്കിൽ പൈത്തണിൽ ജാങ്ക പോണ മാതിരി റൂബി ഓൺ റെയിൽസ് അമ്പനൊരു ഫ്രെയിം വർക്ക് ആയി, PHP ഒക്കെ മുമ്പ്. അത് ബാക്ക് എൻഡ് ഡെവലപ്മെന്റിന് ഉപയോഗിക്കുന്നത്. ബാക്ക് എൻഡ് റൂബി അങ്ങനെ പ്രശസ്തമായി. ഓഹോ, ഇപ്പൊ എനിക്ക് നല്ലൊരു ഇൻഫർമേഷൻ കിട്ടി. രണ്ട് കാര്യം, റൂബിയില് ആ റൂബി ഓൺ റെയിൽസ് അല്ലാതെ വേറെ ഒന്നും ഉണ്ടായിട്ടില്ല. നേരെ കുറച്ച് പൈത്തണ് എല്ലാ മേഖലയിലേക്കും കടന്നു. ഇനിയിപ്പോ റെസ്റ്റ്, ഗോലാങ് ഇതൊക്കെ ഇനി എക്സ്പ്ലോറേഷൻ വരാതിരിക്കാം. ചിലപ്പം ഈ ഇതൊക്കെ റൂബിയൊക്കെ പോയ മാതിരി, അല്ലെങ്കിൽ CP ഒക്കെ പോയ മാതിരി ഒരു സിസ്റ്റം ലാംഗ്വേജ് ആയിട്ടാണ്ട് പോകും, അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് ലാംഗ്വേജ് ആയിട്ട് ഒക്കെ പോകും. ഗോലാങ്ങും റെസ്റ്റ് ഒക്കെ ചിലപ്പം പൈത്തണൊക്കെ കയറിയ മാതിരി കയറി കൊത്തും. എന്താണെന്നൊന്നും പറയാൻ കഴിയില്ല. പക്ഷെ എല്ലാ ലാംഗ്വേജിനും അത് ഇന്റൻഷൻ ചെയ്യുന്ന ഒരു ഫീൽഡ് ഉണ്ട്. അത് എവിടെ യൂസ് ചെയ്യണം, എന്തിനു വേണ്ടി കണ്ടുപിടിച്ചെന്നുള്ള ആ ഒരു ഇതിൽ ഇപ്പോഴും അത് യൂസ് ചെയ്യുന്നുണ്ടോ. ഇവൻ നമ്മളെ പേൾ ലാംഗ്വേജ് ഒക്കെ ഉണ്ട്. പേൾ ലാംഗ്വേജ് ഒക്കെ ഇപ്പൊ ഏകദേശം പുതിയ വെർഷനൊക്കെ ഇറങ്ങി, ഓല് പേരൊക്കെ മാറ്റി തോന്നുന്നു, എന്താ റോക്കും എന്താക്കിയാണ്. പക്ഷെ അതൊക്കെ അതിൻ്റെതായിട്ടുള്ള ഫീൽഡുകൾ ഇപ്പോഴും യൂസ് ചെയ്യുന്നുണ്ട്. ഈവൻ ഫോർട്രാന്, കോബോള് അതൊക്കെ ഇപ്പോഴും അതിൻ്റെതായിട്ടുള്ള ഫിനാൻഷ്യൽ സെക്ടറിലൊക്കെ യൂസ് ചെയ്യുന്നുണ്ട്. ആ ഒരു സെക്ടറിൽ വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ അതിനെ പറ്റി അറിയുണ്ടാവുള്ളൂ, അത്രേ ഉള്ളൂ. അതല്ലാതെ പൈത്തണ് അല്ലെങ്കിൽ ജാവൊക്കെ മാതിരി ഒരു കോമൺ ലാംഗ്വേജ് ആയി മാറുന്നില്ല എന്നുള്ളൂ. ആ ഒരു സെക്ടറിൽ അങ്ങനെ ഒതുങ്ങി വെക്കും. അതുകൊണ്ടാണ് നമ്മൾ അറിയാത്തത്. നമ്മൾ ആ സെക്ടറിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ അറിയും, അത്രേ ഉള്ളൂ. കോട്ട്ലിൻ ശരിക്ക് ഇവര് മറ്റേ ജെറ്റ് ബ്രെയിൻസ് ടീം ഉണ്ടാക്കിയാണ്. ജെറ്റ് ബ്രെയിൻസ് ടീം എന്തിനാ ഉണ്ടാക്കിയ വെച്ചാല് ജെറ്റ് ബ്രെയിൻസിന്റെ IDEs യൂസ് ചെയ്തിട്ടുണ്ടോ? ആൻഡ്രോയിഡ് സ്റ്റുഡിയോ, ഇന്റലിജ, പൈച്ചാം, അവരുടേതായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ. അത് ജെറ്റ് ബ്രെയിൻസിന്റെ മെയിൻ ഐഡിയ ആണ് ഇന്റലിജ. അതിന്റെ പല വേരിയൻസ് ഉണ്ട്. വെബ് സ്റ്റോം, PHP സ്റ്റോം, റൂബി മൈന്, ആപ്പ് കോഡ്, ഏകദേശം എല്ലാ ലാംഗ്വേജിലും അവർക്ക് ഗോലാൻഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗോല വരെ ഇതുണ്ടാക്കിയ IDE ഉണ്ടാക്കിയ. അപ്പൊ ഈ IDEന്റെ ഡെവലപ്മെന്റ് അത് കംപ്ലീറ്റ് ജാവയിലാണ്. അതിന്റെ ഒരു ജെറ്റ് ബ്രെയിൻസിന്റെ ഒരു JVM ഉണ്ട് ഈ IDE റൺ ചെയ്യുന്നത്. ആൻഡ്രോയിഡ് സ്റ്റുഡിയോന്റെ ഉള്ളിലൊക്കെ ഉണ്ടാവും JBR എന്ന് പറഞ്ഞുണ്ട്, ജെറ്റ് ബ്രെയിൻസ് റൺ ടൈം എന്ന് പറഞ്ഞുണ്ട്. അപ്പൊ അതിനും വേണ്ടിയിട്ടാണ് അവർ കോട്ട്ലിൻ ഉണ്ടാക്കിയത്. ആക്ച്വലി ജാവക്ക് പകരമായിട്ടല്ല, ജാവന്റെ ടോപ്പിൽ വർക്ക് ചെയ്യുന്ന ഇതിപ്പോ നമ്മളെ പണി എളുപ്പമാക്കാൻ വേണ്ടിട്ട്, പണി എളുപ്പമാക്കണം. നമ്മളിപ്പോ HTML ടാഗ് ചെയ്തതിന് പകരം നമ്മൾ CSS ചെയ്തൂലെ, അതേ ഒരു സിസ്റ്റത്തിൽ ഉണ്ടാക്കി. പിന്നെ ജാവക്കാർ മൊത്തം കോട്ട്ലിനിലേക്കാണ്ട് മാറി. അപ്പൊ കോട്ട്ലിൻ വർക്കായി. പിന്നെ ആൻഡ്രോയിഡ് മെയിൻ ഡെവലപ്മെന്റ് ആയിട്ട് കോട്ട്ലിൻ തെരഞ്ഞെടുത്തു. ആക്ച്വലി ആൻഡ്രോയിഡ് ഒക്കെ കോട്ട്ലിൻ ചൂസ് ചെയ്യുന്നതിന്റെ വർഷങ്ങൾക്ക് മുമ്പ് കോട്ട്ലിൻ അവിടെ ഉണ്ട്, ആരും അറിയില്ല എന്നുള്ളൂ. ആൻഡ്രോയിഡ് എടുത്തതിന് ശേഷം പ്രശസ്തമായി എന്നുള്ളൂ. അവര് കോട്ട്ലിൻ വന്നിക്കണെന്ന് എനിക്കറിയാം. പക്ഷെ കോട്ട്ലിൻ എന്തിനാണ് കൊണ്ടുവന്നത് ഇനീഷ്യലി എന്താണ് ഇന്റലിജക്കാർ കൂടെ കൊണ്ടുവന്നാണ്. അവരെ IDEs ഡെവലപ്പ് ചെയ്യാനും വേണ്ടിട്ട്, IDEs പെട്ടെന്ന് ഡെവലപ്പ് ചെയ്യാനും വേണ്ടിട്ട്. ഇപ്പൊ നിങ്ങൾ ഏകദേശം ഒരു ഇപ്പത്തെ ഇന്റലിജ IDയും ഒരു 6 കൊല്ലം മുമ്പത്തെ ഇന്റലിജ ID എടുത്തു നോക്കിയാൽ മതി. ഒരുപാട് വ്യത്യാസമുണ്ട്. ജാവയും ജെറ്റ് പാക്ക് കമ്പോസിൽ ഉണ്ടാക്കിയ ജാവയും തമ്മിലുള്ള ഡിഫറൻസ് കാണാം.
പിന്നെ കോട്ട്ലിൻ കുറെ കാലം ഇവര് ലോക്ക് ചെയ്ത് വെച്ചു. അതായത് ജെറ്റ് ബ്രെയിൻസ് ഒരു ഇന്റേണൽ ലാംഗ്വേജ് ആയിട്ട് അവർ ലോക്ക് ചെയ്ത് വെച്ചു. സംഭവം ഓപ്പൺ സോഴ്സ് ആണെങ്കിലും വേറെ ഒരു ടീമിനും കൊടുക്കാതെ അവരെ ടീംസ് മാത്രം വർക്ക് ചെയ്യുന്ന രൂപത്തിലാക്കി. പിന്നെ ഇപ്പൊ ആൻഡ്രോയിഡിലേക്ക് വന്നതിന് ശേഷമാണ് കോട്ടിലിൽ അതും ഈ ആൻഡ്രോയിഡ് മൊബൈൽ ഡെവലപ്മെന്റിൽ നടക്കുന്നുള്ളൂ. കോട്ടിലിൽ വെബ് ഫ്രെയിം വർക്കുകൾ ഉണ്ട്, ഡെസ്ക്ടോപ്പ് ഫ്രെയിം വർക്കുകൾ ഉണ്ട്, അതിലൊന്നും ഡെവലപ്മെന്റ് നടന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ് പിന്നെ ഈ എന്താ ഇത് ഫ്ലട്ടർ വന്നപ്പോൾ കോട്ടിലും പിന്നോട്ട് പോയത്. പക്ഷെ ഇന്നിപ്പോ ഇന്റലിജക്കാരൊന്നും അതിനൊരു ഇത്, അല്ലെങ്കിൽ ജെറ്റ് ബ്രെയിൻസുകാരൊന്നും അതിനൊരു ഇനീഷ്യേറ്റീവ് എടുക്കുന്നില്ല. അതങ്ങനെ അതെ മതി അതെ. എന്നുള്ള ആയിരിക്കും. പിന്നെ ഇപ്പോ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളിട്ടത്. വെറും ഞങ്ങൾ റേഡിയോ കമ്മ്യൂണിക്കേഷൻ പോലെ ആക്കല്ലേ. ബാക്കിയുള്ളവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളി. ബനീനെ കിട്ടിയ അവസരമാണ്. ആഷിക, എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? ഫ്ലട്ടറിൽ മൊബൈൽ ഡെവലപ്പർ ആണ്, മൊബൈൽ ഡീപ്പ് ലെവൽ വർക്ക് ചെയ്ത ആളെ ബനി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോ. എംബഡഡ് റിലേറ്റ് ചെയ്ത് പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട്. അത് എനിക്ക് ഇങ്ങനെ പഠിച്ചോ കൊള്ളാന്ന്. ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിലേ. ആഷിക്ക് നേരത്തെ ചോദിച്ചൊരു സംഭവം പറഞ്ഞുതരാം. അതായത് നമ്മള് ഈ സോഫ്റ്റ്വെയർ യൂസ് ചെയ്യുമ്പോൾ സോഫ്റ്റ്വെയറിൽ ലൈബ്രറീസ് യൂസ് ചെയ്യാലോ. അപ്പൊ പണ്ടൊക്കെ പണ്ട് ജാവ എഴുതിയവർക്ക് കൊണ്ടുപോയി അറിയുണ്ടാവും, ജാർ ഫയൽ കൊണ്ടുപോയിടലാണ്. പിന്നെ സിസ്റ്റം മാറി, സെൻട്രലൈസ്ഡ് റെപ്പോസിറ്ററീസ് വന്നു. NPM ആണെങ്കിൽ നമ്മൾ package.json എഴുതും, ഫ്ലട്ടർ ആണെങ്കിൽ പബ്സ്പെക് YAML എഴുതും. അപ്പോൾ ഇതിൽ നമ്മൾ സ്പെസിഫൈ ചെയ്തിട്ടുള്ള ഈ ലൈബ്രറീസും കാര്യങ്ങളൊക്കെ ഓട്ടോമാറ്റിക് ആയിട്ട് ഡൗൺലോഡ് ചെയ്ത് നമ്മളെ സോഴ്സ് കോഡിനോട് അറ്റാച്ച് ചെയ്യുന്ന പരിപാടി ഉണ്ട്. ഇത് ചെയ്യുന്ന അറ്റാച്ച് ചെയ്ത് ഇത് ലിങ്ക് ചെയ്ത് ബിൽഡ് ചെയ്തെടുക്കുക. ലിങ്ക് ചെയ്യുന്ന പരിപാടിയൊക്കെ CPP-ന്റെ പരിപാടിയായിരുന്നു. ഇപ്പൊ ലിങ്കിങ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഡയറക്റ്റ് ആയിട്ട് ഗോലൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് EXE ഫയൽ കിട്ടും. നമുക്ക് ഏത് പ്ലാറ്റ്ഫോമാണോ അതിൽ ഡയറക്റ്റ് റൺ ചെയ്യാൻ പറ്റുന്ന EXE ഫയൽ കിട്ടും. പണ്ട് ജാവയിലൊക്കെ പഠിച്ചവർക്ക് ഓർമ്മ ഉണ്ടാവും, ക്ലാസ് ഫയൽ ആക്കണം, എന്നിട്ട് ജാവ ഡോട്ട് വെച്ച് റൺ ചെയ്യണം. ഇപ്പൊ ആ സിസ്റ്റം ഒക്കെ പോയി. അങ്ങനെ ഇതിനും വേണ്ടിയിട്ടുള്ള ടൂൾസ് ആണ് ബിൽഡ് ടൂൾസ്. അപ്പൊ ബിൽഡ് ടൂൾസ് സാധാരണ ജാവയ്ക്ക് വരുന്ന ബിൽഡ് ടൂൾസ് ഒന്ന് മാവനാണ്. മാവന്റെ ഒരു റെപ്പോസിറ്ററി ഉണ്ട്, അതിൽ നിന്നാണ് ഫെച്ച് ചെയ്യുക. പിന്നെ മോഡേൺ ആയിട്ട് വന്നതാണ്, മാവൻ കഴിഞ്ഞിട്ട് വന്നതാണ് ഗ്രേഡിൽ. ഗ്രേഡിൽ എന്താ വെച്ചാൽ പോപ്പുലർ ആകാൻ കാരണം സാധാരണ ഇങ്ങനത്തെ ടൂൾസ് വരുമ്പോൾ അവർക്ക് സ്വന്തമായിട്ട് റെപ്പോസിറ്ററി ആവും. ഗ്രേഡിൽ പോപ്പുലർ ആകാൻ കാരണം ഗ്രേഡിൽ മാവൻ റെപ്പോസിറ്ററി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും, ഗ്രേഡിന്റെ റെപ്പോസിറ്ററി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ജസ്റ്റ് NPM-ഉം ഇയാളും വർക്ക് ചെയ്യണ മാതിരി രണ്ടുപേർക്കും അങ്ങോട്ടും കൊണ്ടും ഷെയർ ചെയ്ത് വർക്ക് ചെയ്യുന്ന രൂപത്തിൽ. ഇപ്പൊ ഫ്ലട്ടറിന്റെ കേസ് ആണെങ്കിൽ ഫ്ലട്ടർ ആക്ച്വലി ഒരു റാപ്പറാണ്. അപ്പൊ നിങ്ങൾ പബിന്റെ ലൈബ്രറീസ് എടുക്കാൻ നിങ്ങൾ പബ് യൂസ് ചെയ്യും. പിന്നെ അതുമാതിരി ജാവന്റെ ലൈബ്രറീസ് യൂസ് ചെയ്യണമെങ്കിൽ ഗ്രേഡിൽ യൂസ് ചെയ്യും. ഇപ്പുറത്തെ സൈഡിൽ iOS-ന്റെ ലൈബ്രറീസും ആണെങ്കിൽ കൊക്കോബോർഡ്സ് യൂസ് ചെയ്യും. കൊക്കോബോർഡ്സ് ഇനി മാറും, ഈ ഒരു അടുത്ത കാലത്ത് തന്നെ മാറിയിട്ട് സ്വിഫ്റ്റ് പാക്കേജ് മാനേജറിലേക്ക് ആവും മിക്കവാറും. അപ്പോൾ iOS-ന്റെ സൈഡിൽ ആ ഒരു പാക്കേജ് മാനേജർ ഉണ്ടാവും. അങ്ങനെ എല്ലാ സൈഡിലും ഇപ്പോൾ ഒരു പാക്കേജ് മാനേജർ ഉണ്ട്. കാരണം അതല്ലാതെ പണ്ടത്തെ മാതിരി ആളുകൾക്ക് ലൈബ്രറി ഡൗൺലോഡ് ചെയ്ത് ഇതിന്റെ കൂടെ അറ്റാച്ച് ചെയ്യലൊന്നും ഇപ്പോൾ പോസിബിൾ അല്ല. പിന്നെ അതിന്റെ ആവശ്യമില്ല, അത്രത്തോളം സിസ്റ്റംസ് ഓട്ടോമേറ്റഡ് ആയി, എല്ലാവർക്കും നെറ്റ് അവൈലബിലിറ്റി ആയി. അപ്പൊ അങ്ങനെയുള്ള ടൂൾസിനെയാണ് നമ്മൾ ബിൽഡ് ടൂൾസ് വിളിക്കുന്നത്. പൈത്തണിൽ അതുമാതിരി പിപ്പ് ഉണ്ട്, എല്ലാ ലാംഗ്വേജിലും അതിൻ്റെതായിട്ടുള്ളുണ്ട്. റസ്റ്റിൽ എന്തോ കാർഗോ എന്നാണ് പേര്. എല്ലായിടത്തും ഓരോ സാധനം ഉണ്ടാവും. പണ്ടത്തെ മാതിരി ലൈബ്രറീസ് ഡൗൺലോഡ് ചെയ്യുക കാര്യങ്ങളൊന്നും വേണ്ട, ജസ്റ്റ് ലൈബ്രറിന്റെ നെയിം എഴുതി കൊടുത്താൽ പ്രോഗ്രാം കമ്പൈൽ ചെയ്യുന്ന ടൈമിൽ ലൈബ്രറി ഡൗൺലോഡ് ചെയ്ത് അറ്റാച്ച് ചെയ്ത് ബിൽഡ് ചെയ്ത്, അങ്ങനെയുള്ള ടൂൾസുകളാണ് ബിൽഡ് ടൂൾസ്. ബിൽഡ് ടൂൾസുകൾ നിങ്ങൾ പഠിക്കണം. കാരണം ബിൽഡ് ടൂൾസുകളൊക്കെ പഠിച്ചു കഴിഞ്ഞാലേ ഓരോ പ്രോഗ്രാമുകൾ റൺ ചെയ്യുമ്പോഴും ബിൽഡ് ചെയ്യുമ്പോഴൊക്കെ ആക്ച്വലി ഇന്റേണലി എന്താ സംഭവിക്കണം എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോഴേ ഡീബങ്കിങ്ങിന്റെ കേസിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഫ്ലട്ടറിലേക്കൊക്കെ മെയിനായിട്ട് വരുന്നതാണ് ഗ്രേഡിൽ ഇഷ്യൂസ്. APK ബിൽഡ് ചെയ്യാൻ പറ്റില്ല, പിന്നെ APK ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, iOS ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. ചില കേസിൽ iOS ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവും, APK ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അതൊക്കെ ഇങ്ങനത്തെ ഈ ഒരു കേസ് കഴിഞ്ഞ ദിവസം എനിക്ക് ഒരാൾ മെസ്സേജ് അയച്ചിരുന്നു കേട്ടോ ബനിയെ. സ്ഥിരം വരുന്നതാണ്. ഈ ഒരു കേസുകൾ നിങ്ങൾ ശ്രദ്ധിച്ച് അതിനനുസരിച്ച് സോർട്ട് ഔട്ട് ചെയ്തെടുത്താൽ പെട്ടെന്ന് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത്രയാണ് പറയുന്നത്. പിന്നെ കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുന്നതിനനുസരിച്ച് പറഞ്ഞുതരാം, അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ പറഞ്ഞുതരാം.
പിന്നെ ഇതിലുള്ളവരോട് ഞാന് പറഞ്ഞ ഒരു അശ്വ ഒരു മിനിറ്റ്, അശ്വ ഒരു മിനിറ്റ്. ഇതിലുള്ള ഓക്കെ എല്ലാവരോടും പറയാണ് ബനി ഒരു മുങ്ങില് മുങ്ങിയിട്ട് 6 മാസത്തിന് മേലായിട്ടോ ഞങ്ങൾ തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. ബനിനെ ഇങ്ങനെ കിട്ടുള്ളൂ, അവനെ കുറ്റമായിട്ടൊരു കാര്യമില്ല. അവന്റെ അവസ്ഥ നിങ്ങൾ കേട്ടതല്ലേ. ഒരു പോക്ക് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാൻ ചിലപ്പോൾ ഒരു മാസമൊക്കെ പിടിക്കും. അങ്ങനത്തെ ഒരു ഇതാണ്. അപ്പൊ ബനിനെ കിട്ടിയ സമയമാണ് ഉപയോഗിച്ചോളൂ, മാക്സിമം ഡൗട്ടുകൾ ചോദിച്ചോളൂ. ബന്നി എന്തായാലും നമ്മള് ഒരു വലിയ അസറ്റാണ്. ഡോക്ടറെ ചോദിക്കാന്നുണ്ടെങ്കിൽ പിന്നെ ഒന്നും പിന്നെ തീരുന്നുണ്ടാവില്ല. അതല്ല, ഞാൻ സീരിയസ് ആയിട്ടൊരു കാര്യം എന്താ വെച്ചാല്, പിന്നെ നമ്മളിപ്പോ റിലീസ് നമുക്ക് എടുക്കാൻ പറ്റും. അതേപോലെ പിന്നെ ABB എടുക്കണ നേരത്തെ എറർ അടിക്കും, ഗ്രാഡിന്റെ ഇഷ്യൂ. ഉം. അതുകൊണ്ടാണ് റിലീസ് നമുക്ക് എടുക്കാനും പറ്റുന്നുണ്ട്. അത് ഇത് ഫ്ലട്ടറിൽ ലേബർ എടുക്കുമ്പോൾ ശ്രദ്ധിക്കുക. ഈ ലേബർ ഫ്ലട്ടറിൽ 3 ഐറ്റം വരുന്നുണ്ട്. ഒന്ന് ഡാർട്ട് ഓക്കെ ഓൺലി ലൈബ്രറീസ്. ഡാർട്ട് ഓൺലി ലൈബ്രറീസ് പറഞ്ഞാൽ അതിൽ നാറ്റീവ് ലൈബ്രറീസ് ഒന്നും ഉണ്ടാവില്ല, ഫുൾ ഡാർട്ടിലായിരിക്കും അതിന്റെ കോഡ്. അങ്ങനത്തെ കേസിൽ എന്താ വെച്ചാൽ അത് എൻ്റയർലി നമുക്ക് മറ്റേ ആൻഡ്രോയിഡിലേക്കോ അല്ലെങ്കിൽ iOS-ലേക്കോ വെബിലേക്കോ എവിടെ വേണമെങ്കിലും ഫ്ലട്ടർ ഡാർട്ട് റൺ ചെയ്യുന്ന എവിടെ അത് റൺ ചെയ്യും. അപ്പോൾ എല്ലാ പ്ലാറ്റ്ഫോമിലും കിട്ടും. ആൻഡ്രോയിഡ്, iOS, വെബ്, ഡെസ്ക്ടോപ്പിലാണെങ്കിൽ ലിനക്സ്, മാക്ക്, വിൻഡോസ്. പിന്നെ അതല്ലാതെ ഫ്ലട്ടറിന്റെ ഡോക്യുമെന്റ് ചെയ്യാത്ത പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഫീച്ചേഴ്സ്, OS. പിന്നെ അതുമാതിരി എംബഡഡിന് ഉണ്ടായിരുന്നു, എംബഡഡ് പിന്നെ ഒരു ഡെപ്രിക്കേറ്റ് ചെയ്ത് തോന്നുന്നു, അറിയില്ല. അപ്പോൾ അതാണ് ഫസ്റ്റ് കേസ്. അപ്പൊ ലൈബ്രറി എടുക്കുമ്പോൾ ഫസ്റ്റ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഡാർട്ട് ഓൺലി ലൈബ്രറീസ് എടുക്കാൻ നോക്കുക. അപ്പൊ പിന്നെ നിങ്ങൾക്ക് ഈ കമ്പൈലേഷന്റെ ഒരു ഇഷ്യൂ വരില്ല. രണ്ടാമത്തെ കേസ്, നമുക്ക് ഡാർട്ട് ഓൺലി ലൈബ്രറീസ് കിട്ടൂല, ഇതുമാതിരിയുള്ള വ്രാപ്പേഴ്സ് കിട്ടുക. അപ്പൊ ഈ വ്രാപ്പേഴ്സ് എങ്ങനെ വർക്ക് ചെയ്യുന്ന വെച്ചാൽ പ്ലാറ്റ്ഫോം ചാനൽ വെച്ചിട്ട് വർക്ക് ചെയ്യാം. ആൻഡ്രോയിഡിൽ കറസ്പോണ്ടിങ് ഒരു ലൈബ്രറി ഉണ്ടാവും, iOS-ൽ കറസ്പോണ്ടിങ് ഒരു ലൈബ്രറി ഉണ്ടാവും. നമ്മളൊരു ഫംഗ്ഷനെ വിളിക്കുമ്പോൾ ആൻഡ്രോയിഡ് ആണോ iOS ആണോ എന്ന് പ്ലാറ്റ്ഫോം ചെക്ക് ചെയ്ത് കണ്ട് കറസ്പോണ്ടിങ് പ്ലാറ്റ്ഫോം ചാനൽ വെച്ചുകൊണ്ട് iOS-ന്റെ നാറ്റീവ് കോഡ് അവിടെ വർക്ക് ചെയ്യും, ജാവയിലാണെങ്കിൽ ജാവന്റെ നാറ്റീവ് കോഡ് വർക്ക് ചെയ്യും. അങ്ങനെ ഈ ലൈബ്രറീസ് ഒരു 10-15 ഗ്രേഡ് ലൈബ്രറീസ് കൊണ്ട് വരുമ്പോൾ ഈ ഗ്രേഡ് ലൈബ്രറീസ് തമ്മിൽ ഇൻകമ്പാറ്റബിലിറ്റി വരും. ഗ്രേഡ് ലൈബ്രറീസ് അധികം ഇപ്പോൾ വരുന്നത് കോട്ടിലാണ്. കോട്ടിലിനപ്പോൾ 1.89, പിന്നെ അത് കഴിഞ്ഞ് 2.0 ഉണ്ട്. അപ്പോൾ ഈ കോട്ടിൽ 1.8ഉം 2.0ഉം കൂടി കമ്പാറ്റബിലിറ്റിയിൽ ഭയങ്കര ഇഷ്യൂ ഉണ്ട്. ഒന്നാമത് സോഫ്റ്റ്വെയർ നമ്മൾ വെർഷൻ ചെയ്യലേ അങ്ങനെയാണ്. 1-ന്ന് 2 എന്ന് പറഞ്ഞാൽ മേജർ ചേഞ്ചസ് ആയിരിക്കും. 1.9-ന്ന് 1.10ലേക്ക് പോകുമ്പോൾ സ്മോളർ ചേഞ്ച് ഉണ്ടാവുള്ളൂ, അത് കമ്പൈലേഷനിൽ ഇഷ്യൂ ഉണ്ടാവില്ല. നേരെ മറിച്ച് 1-ന്ന് 2ലേക്ക് ചാടുമ്പോൾ കമ്പൈലേഷൻ ഇഷ്യൂ. അതുകൊണ്ടാണ് അങ്ങനെ നമ്മൾ ഈ സോഫ്റ്റ്വെയറിന് വെർഷൻ കൊടുക്കുന്നത്, സം വെർഷൻ എന്ന് പറയും. നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് ഈ വെർഷനിങ് വരുന്നത്. അപ്പോൾ ആ ഒരു കേസ് മെയിൻ പ്രശ്നമാണ്. പിന്നെ ചില ജാവ ലൈബ്രറീസിന് JDK 11 വേണ്ടി വരും, ചിലതിന് JDK 17 വേണ്ടി വരും. അതൊക്കെയാണ് ജാവന്റെ LTS വെർഷൻ. ചിലത് ഇപ്പൊ 21-ൽ എത്തിയിട്ടുണ്ട്. പ്രശ്നം എന്താ വെച്ചാൽ ഏതെങ്കിലും ഒരു JDK നമുക്ക് കമ്പൈലേഷന് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. 3 JDK വെച്ചുകൊണ്ട് ഒരേ സമയം കമ്പൈൽ ചെയ്യാൻ പറ്റില്ല, ഏതെങ്കിലും ഒന്നേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന്റെ JDK റിക്വയർമെന്റ് ഇല്ലെങ്കിൽ അത് കമ്പൈൽ ആവില്ല. അതേ പ്രശ്നം ഇപ്പുറത്ത് iOS-നും വരും. കൊക്കോ ബോർഡ്സിന് കമ്പൈൽ ചെയ്യാൻ പറ്റില്ല. പിന്നെ കോഡ് കറക്റ്റ് വെർഷൻ വേണ്ടി വരും. അങ്ങനെയൊക്കെയുള്ള കേസുകൾ വരുന്നതുകൊണ്ടാണ് നിങ്ങളെ ഫിൽട്ടർ ബിൽഡ് പലപ്പോഴും ഗ്രേഡ് എറർ വെച്ച് അടിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ വിൻഡോസിൽ വർക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഗ്രേഡ് എറർ നിങ്ങൾക്ക് കിട്ടുന്നത്. മാക്കിൽ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ iOS-ന്റെ എറർ അവിടെ വേറെ കിട്ടും, കോഡിന്റെ എറർ വേറെ കിട്ടും. അപ്പോൾ അതിലൊക്കെ ഏറ്റവും ബെസ്റ്റ് ഫ്ലട്ടർ മറ്റേ ഡാർട്ട് ഓൺലി ലൈബ്രറീസ് എടുക്കാൻ നോക്കുക. ഇനി നിങ്ങൾ ആൻഡ്രോയിഡ് iOS ലൈബ്രറീസ് വെച്ചിട്ടുള്ള സാധനം എടുക്കുന്നുണ്ടെങ്കിൽ അത് വെൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ആൻഡ്രോയിഡ് iOS ലൈബ്രറീസ്, അതായത് നിങ്ങളെ ഫ്ലട്ടർ ലൈബ്രറി മെയിൻറ്റെയിൻ ചെയ്തിട്ട് കാര്യമില്ല. ആ ഒരു സാധനം എപ്പോഴും കമ്പാറ്റബിൾ ആയിട്ട് പോകണമെങ്കിൽ അതിന്റെ ഡിപ്പെൻഡൻസി ആയിട്ട് വരുന്ന ആൻഡ്രോയിഡ് ലൈബ്രറി iOS ലൈബ്രറി എപ്പോഴും ഇത് പോകണം. 2 ദിവസം മുമ്പായിട്ട് എനിക്കൊരു പണി കിട്ടി. ഒരു FFmpeg കിറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ലൈബ്രറി ഉണ്ട്. അത് എൻ്റയർലി ആ ടീം ഇത് ചെയ്ത് ഡിസ്കണ്ടിന്യൂ ചെയ്ത് അവരവരെ മറ്റേ മാവൻ സെൻട്രൽ നോക്കിൽ നിന്നൊക്കെ ലൈബ്രറീസും കാര്യങ്ങളൊക്കെ വലിച്ചു. അപ്പോ ആൻഡ്രോയിഡിന്റെ ടീം എന്ത് ചെയ്താട്ടി ജാർ ഫയലും കാര്യങ്ങളൊക്കെ വേറെ തേർഡ് പാർട്ടി മാവൻ റെപ്പോസിറ്ററീസ് നമ്മൾ മാവനൊക്കെ ഓപ്പൺ സോഴ്സാ, നമുക്ക് വേണമെങ്കിൽ നമുക്ക് ഒരു മാവൻ റെപ്പോസിറ്ററി തുടങ്ങാം. അങ്ങനെ തുടങ്ങിയാണ്ട് ആൻഡ്രോയിഡ് ടീമേര് അത് ഇതാക്കി. പക്ഷെ iOS-നൊന്നും നടക്കൂല. iOS കൊക്കോ ബോർഡ്സിന്റെ ഒഫീഷ്യൽ വരണം, iOS ബിൽഡ് ഫെയിൽ ആവും. അപ്പൊ ആ ലൈബ്രറി മാറ്റേണ്ടി വരും, വേറെ നിവർത്തിയില്ല.
ആ ലൈബ്രറി മാറ്റുമ്പോൾ നിങ്ങളെ ഫ്ലട്ടർ ലൈബ്രറി അപ്ഡേറ്റഡ് ആയിരിക്കും. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. അപ്പുറത്ത് അതിന്റെ താഴെ വരുന്ന ഗ്രേഡ് ലൈബ്രറി, iOS ലൈബ്രറി ഡിസ്കണ്ടിന്യൂ ആയിട്ടുണ്ടാവും. പുതിയ പ്ലാറ്റ്ഫോമിലേക്ക് വന്നിട്ടുണ്ടാവില്ല, പുതിയ SDK വന്നിട്ടുണ്ടാവില്ല. SDK 35 വരാത്തതിന്റെ ഇഷ്യൂസ് വേറെ ഉണ്ടാവും. പിന്നെ ഈ OSകൾ തമ്മിൽ അപ്ഗ്രേഡേഷനിൽ പല ഇഷ്യൂസ് വരും. അതായത് 13 സാധനം അതുമാതിരി 14 വർക്ക് ചെയ്യില്ല, 14 15 വർക്ക് ചെയ്യില്ല. അപ്പൊ അതിനനുസരിച്ച് നമ്മളെ ഈ ആൻഡ്രോയിഡ് ലൈബ്രറിയിൽ അതിന്റെ ചേഞ്ചസ് വരണം. ആൻഡ്രോയിഡ് ലൈബ്രറിയിൽ വരുന്ന ചേഞ്ചസ് ഫ്ലട്ടർ ലൈബ്രറിയിൽ വരണം. ഇതൊക്കെ കമ്പാറ്റബിൾ ആയിട്ട് പോയാൽ മാത്രമേ നിങ്ങൾക്ക് ബിൽഡ് കിട്ടുള്ളൂ. അപ്പൊ അതൊക്കെയാണ് അതിന്റെ പ്രശ്നങ്ങൾ. അത് ഇരുന്ന് നോക്കി സോർട്ട് ഔട്ട് ചെയ്യുന്ന വേണം. അപ്പോ ഫസ്റ്റ് ഒരു ഡീബഗിങ് ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുക, ഫ്ലട്ടർ ബിൽഡ് APK അടിക്കുന്നതിന് പകരം ആൻഡ്രോയിഡ് ഫോൾഡ് പോയിട്ട് ഗ്രേഡ് LWO ബിൽഡ് അടിച്ചാണ്ട് നാറ്റീവിനോടെ ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കും. എന്നിട്ട് നാറ്റീവിൽ റെഡി ആക്കിയതിനു ശേഷം ഫ്ലട്ടർ ബിൽഡ് എടുക്കുക. എസ്കോഡിൽ അതേമാതിരി, എസ്കോഡിൽ നിന്ന് തന്നെയാണ് എല്ലാവരും ബിൽഡ് എടുക്കൽ തോന്നുന്നത്, ഫ്ലട്ടർ ഡയറക്റ്റ് എടുക്കുന്നതിന് പകരം. അപ്പൊ അതൊക്കെയാണ് അതിന്റെ മെയിൻ ആയിട്ടുള്ള കാര്യങ്ങൾ. ആ കാര്യങ്ങൾ വെച്ച് നിങ്ങൾ ഇങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് പോയാൽ ഒരു എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് സോർട്ട് ഔട്ട് ചെയ്യാൻ പറ്റും. ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക, കാര്യങ്ങൾ മനസ്സിലാക്കുക, അത്രേ അതിൽ നിവർത്തിയുള്ളൂ. പിന്നെ ഒരുപാട് സംശയങ്ങളുണ്ട്. ഇപ്പൊ ചോദിച്ചു കഴിഞ്ഞാലേ ഇതിൽ ചിലപ്പോ ബോറടിക്കും. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. പിന്നെ റിയാസേ, നമുക്ക് ഒരു ദിവസം കൂടെ കിട്ടുമോ? നിങ്ങളെങ്ങനെ ശനി പിന്നെ വീക്കെൻഡ് ബനിയുടെ അവസ്ഥ പിന്നെ ഒരീശ കൂടി കിട്ടാന്ന് പറഞ്ഞപ്പോ സുരാജിന്റെ ഡയലോഗ് ഉണ്ടല്ലോ, തമ്പുരാൻ അറിയാമെന്നുള്ള, അതേ പറയാൻ പറ്റുള്ളൂ. കിട്ടിയാ കിട്ടി, പോയാ പോയി. ലോക്ക ബനി ഒന്ന് അവൈലബിൾ ആവണമെങ്കിൽ നെക്സ്റ്റ് മീറ്റപ്പിലും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാൻ പറ്റുമോ നോക്കേ? ഞാൻ നോക്കട്ടെ. ഒന്ന് ഷെയർ ചെയ്യാമോ? കേട്ടില്ല. നിങ്ങളുടെ ലിങ്ക്ഡിൻ IDs നമ്മുടെ പോലെ ഒന്നും മെയിൻറ്റെയിൻ ചെയ്യുന്ന ആളല്ല ലിങ്ക്ഡിൻ. അവർക്ക് അതിന് പോലും ടൈം കിട്ടലില്ല. ലിങ്ക്ഡിനിൽ എപ്പോഴും ഞാൻ പോളി പഠിക്കുന്നത് സ്റ്റുഡന്റാ. എന്നുണ്ടാക്കി അപ്ഡേറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല, അതാണ് സത്യം പറഞ്ഞാല്. ജസ്റ്റ് ഇങ്ങനെ കോണ്ടാക്ട് ഉണ്ടായിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. കോണ്ടാക്ട് വാട്സപ്പ് നമ്പറിൽ ഉണ്ടാവും, വാട്സപ്പിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. എനിക്കത് പേഴ്സണലി അയക്കണേ, ഞാൻ എല്ലാ ഗ്രൂപ്പിലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളെ ലിങ്ക്ഡിന്. ലിങ്ക്ഡിനിൽ കമ്മ്യൂണിക്കേഷൻ നോക്കലില്ല. പിന്നെ വാട്സപ്പിന് മെയിൻ ആയിട്ട് ഇപ്പൊ കമ്മ്യൂണിക്കേഷൻ നോക്കലുള്ളൂ. FB ടെലിഗ്രാം ഇപ്പൊ നോക്കലില്ല. വാട്സപ്പ് എന്താ വെച്ചാ മറ്റേ കോഴിക്കോടത്തെ ഡെവലപ്മെന്റ് ടീം വാട്സപ്പിലാണ്. അപ്പൊ അത് കംപ്ലീറ്റ് ആയിട്ട് അങ്ങനെ വാട്സപ്പ് നോക്കുന്നു. ഒരു പരിപാടി, നിങ്ങളുടെ പിന്നെ ബുദ്ധിമുട്ടല്ലാത്തൊരു വാട്സപ്പ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് അങ്ങനെ സമയത്തിനനുസരിച്ച് നോക്കാൻ, ഒരു ഒഴിവുള്ള സമയത്ത് നോക്കാൻ പറ്റിയ ഒരു വാട്സപ്പ് നമ്പർ, ആ നമ്പർ ഏതാന്നുള്ളത് എന്നോട് പറയും. ഗ്രൂപ്പിൽ എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാവുമല്ലോ. ആ നമ്പർ തന്നെയാണ്. ആ നമ്പർ തന്നെയാണ് വാട്സപ്പ്. ഓക്കെ, അത് എന്നാല് എനിക്കത് പേഴ്സണലി വന്നാൽ ഞാൻ കാരണം ഒരു കാര്യം പ്രത്യേകം സജസ്റ്റ് ചെയ്യാണ്, ബനി എപ്പോഴും അവൈലബിൾ ആയിരിക്കൂല. നിങ്ങളൊന്ന് ടെക്സ്റ്റ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാല് അവന് എപ്പോഴാണോ അവൈലബിൾ ആവണേ ആ സമയത്ത് നിങ്ങൾക്ക് അതിന്റെ ഒരു സൊല്യൂഷൻ പറഞ്ഞു തരും. ഓക്കെ, ഞാൻ എന്റെ സംശയങ്ങള് ഞാൻ മെസ്സേജ് ഇടുന്നുണ്ട്. അപ്പൊ സമയം ഉണ്ടാകുമ്പോ നോക്കണം കേട്ടോ, കാരണം അത് സമയമില്ലാത്ത ആളുകളാകുമ്പോ വോയിസിൽ പരമാവധി ടെക്സ്റ്റ് ഇടാൻ നോക്കുക. ടെക്സ്റ്റ് ഇട്ടിട്ട് ഡൗട്ടുകൾ ചോദിക്കാൻ നോക്കുക. അപ്പൊ പെട്ടെന്ന് വായിച്ച് അതിന് സൊല്യൂഷൻ ഉണ്ടെങ്കിൽ ഒന്ന് സജസ്റ്റ് ചെയ്ത് തരും. വാട്സ്ആപ്പ് നമ്പർ ഏതാ ഗ്രൂപ്പിലുണ്ടോ? ഞാൻ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി, ഞാൻ വിട്ടുതരാം. ഓക്കെ. ഗ്രൂപ്പിലുണ്ടാവും, എല്ലാ ഗ്രൂപ്പിലും ഉണ്ടാവും, ആദ്യം മുതലേ ഉള്ള. അത് പണ്ടത്തെ ജാംബവാന്റെ കാലത്തുള്ള മൊബൈൽ നമ്പറാണ്. എന്റെ മെയിൻ നമ്പറത്തെ വാട്സപ്പ് ബാൻ കഴിക്കണം, ഇതുവരെ റെഡിയാക്കി തന്നിട്ടില്ല. അടിപൊളി. നമുക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടാവും മുമ്പത്തെ നമ്പർ. എന്റെ ഒക്കെ ഉണ്ട്, നിന്റെ നമ്പർ എന്റെ ഒക്കെ ഉണ്ടല്ലോ. ഞാൻ ഇവന്മാർക്ക് പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് പേഴ്സണൽ മെസ്സേജ് അയച്ചാൽ എന്റെ നമ്പർ ഷെയർ ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, വേറെ ഒന്നുമില്ല. പിന്നെ ബനി, നമ്മള് അറിഞ്ഞോന്നറിയില്ല, നമ്മള് 2.5 വർഷം മുമ്പ് നമ്മളൊരു പ്ലാൻ ചെയ്തിരുന്നല്ലോ,
ഒരു ഓഫ്ലൈൻ കമ്മ്യൂണിറ്റിന്റെ ഒക്കെ ഒരു പ്ലാൻ ഉണ്ടായിരുന്നു. അതൊക്കെ നമ്മള് ഞാൻ റെഡിയാക്കി. ഓഫ്ലൈൻ കമ്മ്യൂണിറ്റി രണ്ടിലും ഞാൻ ഇവിടെ ഉണ്ടായിട്ടില്ല. ഞാനത് പങ്കെടുക്കായിരുന്നു. ഞാൻ പിന്നെ ഓഹോ. വെറുതെ ഗ്രൂപ്പിൽ കയറി ഇരുന്നിട്ട് കാര്യമില്ല. കാരണം ആ ടൈമിൽ അതെ ഞാൻ ഷെഡ്യൂൾഡാണ്. അപ്പൊ പിന്നെ ഞാൻ ഗ്രൂപ്പിൽ കയറിയിട്ടില്ല. ഞാന് അതെ കമ്മ്യൂണിറ്റിന്റെ കഴിഞ്ഞ മീറ്റപ്പിൽ ഞാൻ പങ്കെടുത്തിരുന്നു. അതെ അതെ കമ്മിറ്റി മീറ്റപ്പ് എന്തോന്ന് അറിയില്ല. ആഷിക്ക് പിന്നൊരു അവന്റെ പേര് ഞാൻ മറന്നു. മുഹമ്മദ് എന്നാ കണ്ടിരുന്നത്. അജ്മല എന്തായിരുന്നു അവന്റെ പേര്? അജ്മൽ അജ്മൽ. അവൻ സംസാരിച്ചത്. പിന്നെ നമ്മളെ ഗേൾസ് ഒക്കെ സംസാരിച്ചത് ആ മീറ്റപ്പിൽ ഞാൻ ഉണ്ടായിരുന്നു. ഓഹോ. അത് സംഭവം എന്ന് വെച്ചാൽ നമ്മള് ഓഫ്ലൈൻ പ്ലാൻ ചെയ്ത് ഓഫ്ലൈൻ്റെ പാറ്റേണിൽ തന്നെ പോവാട്ടാ. ഇത് നമ്മളെ സാധാരണ നോർമൽ നമ്മൾ ഓൺലൈൻ ആയിട്ടുള്ള അങ്ങനെ പോകും. ഓഫ്ലൈന് പിന്നെ ഓഫ്ലൈൻ്റെതായിട്ടുള്ള സിസ്റ്റം ഉണ്ട്. അവർക്ക് അവരുടേതായിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ഇവിടെ അജ്മല് ലൈനിലില്ല പോയ ആള്. ആള് പോയി. അത് ആ. നമുക്ക് ഒഫീഷ്യലി നമ്മൾ അനൗൺസ്മെന്റും കാര്യങ്ങളും എല്ലാവരും വിളിച്ചിട്ടുള്ള ഒരു വലിയൊരു പ്രോഗ്രാം ഒക്കെ നമുക്ക് നോക്കണം. അപ്പൊ നമുക്കത് വിട്. നമുക്കത് പേഴ്സണലി കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഇതിന്റെയൊക്കെ ബാക്ക് ബോൺ ആയിട്ട് നിങ്ങളൊക്കെ ഉണ്ടായിരുന്നതല്ലേ കുറെ കാലം സപ്പോർട്ട് ചെയ്ത്. നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് വേറെ എന്തെങ്കിലും ഡൗട്ട് ഉള്ളവരൊക്കെ ചോദിച്ചോളൂ കേട്ടോ. എന്തെങ്കിലും സംശയം കാര്യങ്ങളോ അഭിപ്രായങ്ങളൊക്കെ. നിഹാല്, അഞ്ജലി, സോലി, മുഹമ്മദ്, കുറെ ആൾക്കാരുണ്ട് ഇതില്. ഹലോ. പറഞ്ഞോളൂ. പിന്നെ ഫ്ലട്ടർ വല്ല വർക്ക് ഫ്രം ഹോം അത് വരികയാണെങ്കിൽ ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യണേ. അത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾ ഫ്ലട്ടർ ഡെവലപ്പർ ആണോ? അതെ ഫ്ലട്ടർ ഡെവലപ്പറാണ്. ഓഹോ. ഞാൻ ഇപ്പൊ നോട്ടീസ് പീരീഡിലാണ്. അപ്പൊ ഇനി എവിടെയാണ് വർക്ക് ചെയ്യുന്നത് കറന്റ്ലി മലപ്പുറം സ്പൈൻ കോഡ്സിലാണ്. ഓ, മലപ്പുറത്താണോ? ആ, മലപ്പുറത്താണ്. നാടോ? നാട് മഞ്ചേരി തന്നെയാണ്. മഞ്ചേരി. മഞ്ചേരി എവിടെ? മഞ്ചേരി ഞാൻ അവിടെ ഉണ്ടായിരുന്നു കേട്ടോ. അവിടെ ടൈലർ പെട്രോളിയം എന്ന് പറഞ്ഞൊരു കമ്പനി ഉണ്ടല്ലോ. ഉണ്ട്. അവിടുത്തെ അതിന് ഇന്റർവ്യൂ നേരെ ഓപ്പോസിറ്റ്. ഞാൻ ടൈലർ പെട്രോളിയത്തിൽ ആദ്യം ഉണ്ടായിരുന്നു കുറെ മുമ്പ്. 2016 പോളി കഴിഞ്ഞോട്ടെ. 2017-18 ആവും അവിടെ സ്റ്റാർട്ടിങ്ങിന്റെ ടൈമില്. അവിടെ ഇന്റർവ്യൂ ഒരു പ്രാവശ്യം അറ്റൻഡ് ചെയ്തിരുന്നു. പക്ഷെ അന്ന് അതെ എക്സ്പീരിയൻസ് ഇല്ലാത്തോണ്ട്. അതെ. ഞാൻ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ബെസ്റ്റ് വാക്സിൻസ് എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഇപ്പൊ ഉണ്ടോ? ബെസ്റ്റ് വാക്സിൻസ് അത് ഇപ്പൊ കാണലില്ല. ഞാൻ ടൈലർ പെട്രോളിയത്തിന്റെ അത് ഇപ്പൊ കുറച്ച് ഇതാക്കിയിട്ടുണ്ടല്ലോ. അതെ അറിയാം. ആ, അവര് ഫിൻടെക് അല്ലേ? അതെ. അപ്പൊ ഞാൻ ടൈലർ പെട്രോളിയത്തിൽ ഉണ്ടായിരുന്നു. അവിടെ ഞാൻ ഫ്ലട്ടർ ഡെവലപ്പർ ആയിട്ട് കുറച്ചു കാലം വർക്ക് ചെയ്തിട്ടുണ്ട്. സിൽമണിയാണോ റിയാസ് പറഞ്ഞത്? അതെ. അവര് സിൽമണി എന്നല്ലായിരിക്കും പേര്. അവര് ടൈലർ പെട്രോളിയം എന്ന് പറഞ്ഞ കമ്പനി ആണ് ഒരു പാരന്റ് കമ്പനി. ഇപ്പോഴാണ് സിൽമണി എന്ന് പറഞ്ഞുകൊണ്ട് അവർ പോപ്പുലർ ആയത്. അവര് മറ്റേ ചെക്ക് പ്രിന്റിംഗ് അല്ലേ? അത് ചെക്ക് റൈറ്റർ. അവർക്ക് ഒരുപാട് പ്രൊഡക്ട്സ് ഉണ്ട്. ചെക്ക് റൈറ്റർ ഉണ്ട്, സിൽമണി ഉണ്ട്. അവിടെ വർക്ക് ചെയ്തതിന്റെ ഒരു പയ്യനുണ്ട് ഇപ്പൊ നമ്മളെ ഓഫീസില്. അടിപൊളി. സപ്പോർട്ടിലുണ്ടായിരുന്ന. പറയും അവിടുത്തെ ഒരു മെയിൻ പരിപാടി ഇതാണ്, ചെക്ക് പ്രിന്റിങ്ങിന്റെ അതാണ് അവര് US ബേസ്ഡ് ആണ്. ലാറാവെല്ലാണ്. വേറെ വലിയൊരു വിഷയം ഉണ്ടായില്ല. അത് നമുക്ക് ഫ്യൂച്ചറിൽ ഡിസ്കസ് ചെയ്യാം. അത് പബ്ലിക് ബ്രദേഴ്സിന്റെ ബിസിനസ് അല്ലേ? ബ്രദേഴ്സിന്റെ ബിസിനസ്. ഒരു ഡോക്ടറും. പക്ഷെ കമ്പനി അത്യാവശ്യം എക്സ്പോഷർ ഉള്ള കമ്പനി കേട്ടോ. ഞാൻ അവിടെ ഇവിടെ കുറെ സ്റ്റാർട്ടപ്പിനെ ഇൻക്യുബേറ്റ് ചെയ്യാനൊക്കെ നോക്കിയിരുന്നു. അതെ. ഭയങ്കര എക്സ്പോഷർ ആട്ടോ. അവര് ഭയങ്കര സപ്പോർട്ടുള്ള ടീമാണ്. ഇപ്പൊ കുറച്ച് എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ട് തോന്നുന്നുണ്ട്. അത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഡാസ് ബിസിനസ്, എല്ലാ ബിസിനസ്സിലും ഉണ്ടാവണം. നമുക്കത് പിന്നെ ഡിസ്കസ് ചെയ്യാം. പിന്നെ നമ്മള് നെഗറ്റീവ് ഡിസ്കഷൻ ഇവിടുന്ന് ഒഴിവാക്കുക. അതാ നല്ലത്. ബന്നിനെ കൊണ്ട് വേറെ എന്തൊക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ? ബന്നിനെ കൊണ്ട് യൂസ്ഫുൾ ആയിട്ട് നമുക്ക് എന്താ വെച്ചാല് ഇടയ്ക്ക് പോകുമ്പോ അവനെ ഒന്ന് പോയിട്ട് കാണാൻ വാങ്ങിക്കൊടുക്കാം. അത് നന്നാവും. മോശോണ്ട് പോവാ നമുക്ക്. മോശോണ്ട് പോവാ. ബനി കേൾക്കണില്ല ഇതൊക്കെ? ഞാൻ കേൾക്കണ്ട്. ഓക്കെ, വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ഓരോരുത്തരായിട്ട് മിണ്ടാതിരിക്കൊന്നും വേണ്ട. ബനി ഇപ്പൊ മൊബൈൽ ഡെവലപ്പർ മാത്രമൊന്നുമല്ല കേട്ടോ.
ആള് ടു സെഡ് ടെക്നോളജിയിൽ അവൻ കൈ വെക്കാത്ത ടെക്നോളജീസ് ഉണ്ടാവില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഡൗട്ടുകൾ ബനി മാത്രമല്ല, ഇവിടെ ആശിക്കാണെങ്കിലും ബാക്കിയുള്ള ആളുകളാണെങ്കിലും ഓരോരുത്തർക്ക് അവരുടേതായിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ അത് ചോദിക്കാനുള്ള ചോദിച്ചോളൂ. ബനി, എനിക്കൊരു കാര്യം ചെയ്യണമെന്നുണ്ട്. എനിക്ക് കേണൽ ലെവലിൽ ഒന്ന് കുറച്ച് കാര്യങ്ങൾ ചെയ്താലോ? അപ്പോൾ നമ്മൾ ബനി പറഞ്ഞല്ലോ, ബനി ഇതിനു മുമ്പ് പിന്നെ ഇതിൽ വർക്ക് ചെയ്തിട്ടോ? അത് നമ്മുടെ മാക്ബുക്ക് മറ്റേതുണ്ടല്ല, ഓപ്പൺ സോഴ്സ് OS ലിനക്സ്. ഈ ലിനക്സിൽ ലിനക്സിന്റെ ഓപ്പൺ സോഴ്സിൽ ബനി കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും കാലത്ത്? ലിനക്സിന്റെ ഓപ്പൺ സോഴ്സ് കൊണ്ട് ഞാൻ ഒരു പപ്പി ലിനക്സ് പറഞ്ഞ ഒരു ലിനക്സ് ഉണ്ട്. ഓഹോ. ഏകദേശം അതിന്റെ വോയിസിന്റെ സൈസ് 45 MB ആണ്. ഓഹോ. വെറും 45 MB ഫുൾ OS കിട്ടും. ഫുൾ OS പറഞ്ഞാല് അതില് ബ്രൗസർ ഉണ്ടാവും, എല്ലാം ഉണ്ടാവും. ടെക്സ്റ്റ് എഡിറ്റർ ഉണ്ടാവും. ഇത് വേർഡ് ഇതൊന്നും ഉണ്ടാവില്ല. ടെക്സ്റ്റ് എഡിറ്റർ, ബ്രൗസർ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അങ്ങനെ പപ്പി ലിനക്സ് ഞാൻ വൺസ് ഇതേമാതിരി ഡൗൺലോഡ് ചെയ്തു. സോഴ്സ് കോഡ് ഡൗൺലോഡ് ചെയ്തു. സോഴ്സ് കോഡ് മറ്റേ .tar.xz അങ്ങനെ എന്തോ അതെ അതെ, അങ്ങനെ തന്നെയാണ്, അങ്ങനെ തന്നെ വരല്. അങ്ങനെ ഈ സാധനം എക്സ്ട്രാക്ട് ചെയ്തപ്പോ എത്ര 40 MB ഈ ഫയല് 450 MB ആയി. അത്രക്ക് കംപ്രസ് ചെയ്തിട്ടോ? അമ്മാതിരി കംപ്രസ്. ഈ 450 MB ടെക്സ്റ്റ് ഫയൽ ആയിരുന്നു, C ഫയൽസ്. അടിപൊളി. ഇപ്പോ വോയിസുകൾ എങ്ങനെ വരികയെന്ന് വെച്ച് കഴിഞ്ഞാല്, അതായത് ഈ വോയിസിന്റെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് അതിന് വേറെ കമ്പൈലർ ഒന്നും ഇല്ലല്ലോ, അതന്നെയാണല്ലോ കമ്പൈലർ. അതെ അതെ. അതിൽ ആദ്യം ഉണ്ടാവുക കുറച്ച് ബൂട്ട് ലോഡർ റൺ ചെയ്യാനുള്ള അസംബ്ലി ലാംഗ്വേജ് ഉണ്ടാവും. ഈ അസംബ്ലി ലാംഗ്വേജ് വെച്ചിട്ടാണ് ബൂട്ട് ലോഡർ റൺ ചെയ്യുന്നത്. എന്നിട്ട് ബൂട്ട് ലോഡർ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഏറ്റവും മിനിമം ഉള്ള ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം റൺ ചെയ്യും. നമ്മള് ഡോക്കറിൽ പണ്ട് യൂസ് ചെയ്തിരുന്നല്ലോ, ഡോക്കറിന്റെ ഏറ്റവും ചെറിയൊരു മെഷീൻ ഉണ്ടാവും. എന്നിട്ട് നെക്സ്റ്റ് വരുന്നത് ഈ അതിന്റെ കമ്പൈലർ ബിൽഡ് ചെയ്യാം. അതായത് OS ബൂട്ട് ലോഡ് ചെയ്ത് എടുത്തതിന് ശേഷം ഒരു മിനിമൽ OSന്റെ, അതായത് ടെക്സ്റ്റ് മാത്രമുള്ള ഒരു ഇത് എടുത്തതിന് ശേഷം കമ്പൈലർ, അതായത് കമ്പൈലറിന്റെ സോഴ്സ് കോഡ് അടക്കം ഈ OSലുണ്ടാവുക. എന്നിട്ട് കമ്പൈലർ ബിൽഡ് ചെയ്യുക. എന്നിട്ട് കമ്പൈലർ ബിൽഡ് ചെയ്തിട്ട് പിന്നെ ഈ കമ്പൈലർ വെച്ചിട്ട് ഓരോ പ്രോഗ്രാം ബിൽഡ് ചെയ്യാം. അങ്ങനെയാണ് OSന്റെ ഒരു പ്രോഗ്രാമിംഗ് വർക്ക് ഫ്ലോ വരിക. അപ്പൊ ഇത് നമ്മൾ പഠിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമല്ല അവിടെ നടക്കണത്. പണി പറഞ്ഞപ്പോഴാണ് ഞാൻ OS എന്ന് പറഞ്ഞാല് വെറും ചിപ്പിലേക്ക് സാധനം കൊടുക്കല്ല, അവിടെ വേറെ ഒന്നും ഇല്ലല്ലോ. അപ്പൊ ആദ്യം ഇത് ഈ അസംബ്ലി ലാംഗ്വേജ് വെച്ചിട്ട് ചിപ്പ് ബൂട്ട് ലോഡർ ചെയ്തിട്ട് ഈ മിനിമൽ OSന്റേത്, ഈ മിനിമൽ OS കംപ്ലീറ്റ്ലി അസംബ്ലിയിലായിരിക്കും, മെഷീൻ ലാംഗ്വേജിലാവും. എന്നിട്ട് ആ മിനിമൽ OS വെച്ച് കമ്പൈലർ ഉണ്ടാക്കിയിട്ട് ഈ കമ്പൈലർ വെച്ചിട്ടാണ് ബാക്കി പ്രോഗ്രാംസ് റൺ ചെയ്യുക. ഇത് കംപ്ലീറ്റ് ഞാൻ കണ്ടിട്ടുള്ള OSകളൊക്കെ CPP ആണ്. പിന്നെ സൊളാരിസ് എന്ന് പറഞ്ഞ ഒരു OS ഉണ്ട്, അത് ജാവയിലാണ്. സൊളാരിസ് പ്രൊഡക്ഷനിലുള്ളത് ഒക്കെ അങ്ങനെയുള്ള OS ഉള്ളു. പിന്നെ അതല്ലാതെ നിങ്ങൾക്ക് വോയിസ് ഡെവലപ്മെന്റ് പഠിക്കുകയാണെങ്കിൽ ഇത് ബൈ സ്റ്റഡിങ്ങിനുള്ള OSകൾ കുറെ ഉണ്ട്. റെസ്റ്റിലും ഇതിലൊക്കെ പല ലാംഗ്വേജിലും OSകളുണ്ട്. അപ്പോ മെയിൻ ആണ് ഇതാണ് എങ്ങനെയാണ് ഇത് ഹാർഡ്വെയറിന്റെ കമ്മ്യൂണിക്കേഷൻ, അസംബ്ലി കുറച്ച് കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ മെയിൻ പ്രശ്നം തന്നെയാണ് CPP കമ്പൈലർ സെറ്റ് ചെയ്യല്. CPP കമ്പൈലറുകൾ സെറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ CPP ടൂൾസുകൾ ഭയങ്കര ഉള്ള ടൂൾസുകളാണ്, CMake. പിന്നെ നമ്മളെ പ്ലാറ്റ്ഫോമിനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ലൈബ്രറീസും കാര്യങ്ങളും അതാക്കുക. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ നമ്മളിപ്പോ നോഡൊക്കെ യൂസ് ചെയ്യുന്നവർക്ക് അറിയാം, അവിടെ നോഡ് മൊഡ്യൂൾസ് എന്നുള്ള ഒരു ഇതില് സാധനം സെപ്പറേറ്റ് ആയിട്ട് കിടക്കും. പൈത്തൺ ആണെങ്കിൽ ഇപ്പോൾ പണ്ടത്തെ ആയില്ല, ഇപ്പോൾ വിർച്വൽ എൻവയോൺമെന്റിൽ കിടക്കും. അങ്ങനെയുള്ള പരിപാടിയില്ല. CPPന്റെ എന്താ വെച്ചാല് നമ്മളെ OS എന്നാണ് അത് ലൈബ്രറീസും കാര്യങ്ങളും സെറ്റ് ചെയ്യാം. അപ്പൊ ചിലപ്പോൾ നമ്മള് OSനുള്ള ഡെവലപ്മെന്റ് എൻവയോൺമെന്റ് സെറ്റ് ആക്കുമ്പോൾ ചിലപ്പോൾ നമ്മളെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ക്രാഷ് ആവും. കാരണം ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിൽ ലൈബ്രറീസ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചേഞ്ച് ആവും. അങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ട്. അപ്പൊ OS ഡെവലപ്മെന്റ് പഠിക്കണമെങ്കിൽ ഏറ്റവും നല്ലത് മറ്റേ ഇത് ആർച്ച് ലിനക്സ്. ആർച്ച് ലിനക്സിലെ സിസ്റ്റമാണ്, ഒന്നും ബൈനറി വരില്ല, ഫ്രം സോഴ്സ് ഫയലിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്യുന്ന സിസ്റ്റം. അടിപൊളി. ആർച്ച് ലിനക്സിന്റെ വേരിയന്റ് എടുത്തിട്ട് കാര്യമില്ല, വേറെ മഞ്ചാരോ ലിനക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ എന്താ വെച്ചാൽ ആർച്ച് ലിനക്സ് തന്നെയാണ്
പക്ഷെ അവര് ബൈനറി ആയിട്ട് ബിൽഡ് ചെയ്തിട്ട് പിന്നെ ബൈനറി വെച്ചിട്ടാ. പ്യുവർ ആർച്ച് ലിനക്സ് എടുത്തു കഴിഞ്ഞാൽ OSന്റെ കുറെ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. അപ്പോ ആദ്യം ഒരു ജനറൽ വർക്ക് ഫ്ലോ ഉണ്ടാക്കുക, എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത്, എന്തൊക്കെയാണ് കമ്പൈലർ കാര്യങ്ങൾ. പിന്നെ അതിന്റെ ശേഷം വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പുതിയ കാര്യങ്ങൾ എഴുതാം. പുതിയ കാര്യങ്ങൾ ജസ്റ്റ് സിമ്പിൾ ആയിട്ട് OSൽ പുതിയ ബട്ടൺസ് കൊണ്ടുവരിക, മെനുവിൽ പുതിയ ഐറ്റംസ് കൊണ്ടുവരിക, അതൊക്കെ UI പാർട്ട്. പിന്നെ അതല്ലാതെ മറ്റേ ഇതുണ്ടല്ലോ, പിന്നെ അത് കഴിഞ്ഞ് ഒരു UI പാർട്ടാണ് ഏറ്റവും ബിഗിനർ ലെവല്. ഒരു മിഡിൽ ലെവലിൽ വരുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒരു സർട്ടൺ ലെവൽ ഓഫ് മെമ്മറി എത്തിക്കഴിഞ്ഞാൽ പഴയ പ്രോഗ്രാംസ് മറ്റേ ഫിഫോ ലിഫോ ഒക്കെ ഉണ്ടല്ലോ, അതുമാതിരി പഴയ പ്രോഗ്രാംസ് തട്ടാനുള്ള അൽഗോരിതംസ് എഴുതുക, സ്റ്റാക്കും ക്യൂവും സ്റ്റാക്കും ഒക്കെ വെച്ചിട്ട്. പിന്നെ വലിയ ലാർജ് മെമ്മറി ഉപയോഗിക്കുന്ന പ്രോഗ്രാംസ് ഇത് ചെയ്യാനുള്ള വോയിസ് ക്രിയേറ്റ് ചെയ്യാനുള്ളത് എഴുതുക. അതൊക്കെ ഒരു മീഡിയം ലെവല്. ആ ഒരു ലെവലെത്തുമ്പോഴത്തിന് ഏകദേശം ആ ഒരു ലെവലൊക്കെ ഞാൻ ചെയ്തിട്ടുള്ളൂ. ആ ഒരു ലെവലെത്തുമ്പോഴത്തിന് മടുക്കും നമ്മ സംഭവം എല്ലാം ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുണ്ട്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇത് കംപ്ലീറ്റ് നമ്മളെ സിസ്റ്റത്തിൽ വേറെ ഒന്നും ചെയ്യാണ്ടാവില്ല. കാരണം അത്രത്തോളം റെഫറൻസും കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാണ്ടാവും. പിന്നെ ഈ പക്ഷെ നമ്മുടെ സ്കില്ല് ഹൈ ലെവലിലായിട്ടുണ്ടാവൂലേ? സ്കില്ല് ഫ്രം സ്ക്രാച്ച് നിന്ന് കോലാവും. മറ്റത് ആ ഒരു പരിപാടി ഇപ്പൊ നമുക്ക് ഇഷ്ടമല്ലല്ലോ. നമ്മളിപ്പോ ലൈബ്രറി തപ്പാൽ ലൈബ്രറിത്തെ ഫംഗ്ഷനെ വിളിക്കല്ലേ, ആ പരിപാടി ഇന്റഗ്രേറ്റ് ചെയ്യുക. ഇതങ്ങനെയല്ല, ഇത് സ്വന്തമായിട്ട് ഫ്രം സ്ക്രാച്ചിന്ന് കോഡ് എഴുതി വരണം. അത് CPP-ലൊക്കെ ആണെങ്കിൽ മറ്റേ CPP-ല് സ്ട്രിങ് ഉണ്ട്, പക്ഷെ പല പാർട്ടും C ആണ്. സിയിലെ സ്ട്രിങ് എന്നുള്ള സാധനം തന്നെ ഇല്ല. ഒരു സ്ട്രിങ് ആണെങ്കിൽ 1 by 1 ആയിട്ട് സിയില് നമ്മൾ ക്യാരക്ടർ അറയല്ല ഉപയോഗിക്കുന്നത്. പിന്നെ മറ്റേ പോയിന്റർ വെച്ചുകൊണ്ട് കുറെ പരിപാടി, മറ്റേ മെമ്മറി ഡയറക്റ്റ് വാല്യൂ എടുക്കുന്നത്. പോയിന്റർ ഇതേമാതിരി മറ്റേ പോയിന്റർ എടുത്തിട്ട് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ക്ലോസ് ചെയ്യണം. അത് മറന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രശ്നം. ഗാർബേജ് കളക്ഷനും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. അത് C എഴുതുന്നവർക്ക് അറിയാം. ട്രൈ ചെയ്ത് നോക്കാം. പിന്നെ അതുമാതിരി മറ്റേ ഹൈ ലെവലുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതായത് മറ്റേ ലിനക്സിന്റെ ഡെസ്ക്ടോപ്പ് എൻവിറോൺമെന്റ് ആണ് മെയിൻ ആയിട്ട് അതിൽ ചെയ്യുന്നത്. നോർമലി നമുക്ക് പ്രോഗ്രാം ചെയ്യാം. ഉബുണ്ടുവിന്റെ മറന്നു എന്തായിരുന്നു, ഉബുണ്ടുവിന്റെ ഡെസ്ക്ടോപ്പ് പ്ലാറ്റ്ഫോം ഉണ്ട്. പിന്നെ പ്ലാസ്മ ഡെസ്ക്ടോപ്പ് ഉണ്ട്, KD ഉണ്ട്. അതൊക്കെ പിന്നെ സാധാ നമ്മളെ നോർമൽ മറ്റേ ഡെസ്ക്ടോപ്പ് പ്രോഗ്രാംസ് എഴുതുന്ന രൂപത്തിൽ തന്നെ എഴുതാം. അതിൽ കോൺട്രിബ്യൂഷൻ കുറച്ചും കൂടി സിമ്പിളാണ്. കേണൽ ലെവലിലാവുമ്പോൾ ഈ ലെവലിൽ കുറച്ച് പണിയാണ്. പക്ഷെ ട്രൈ ഔട്ട് ചെയ്ത് നോക്കാം, ഒരു എക്സ്പീരിയൻസ് ആണ്. ഒറ്റ പ്രശ്നമുള്ളൂ, മറ്റേ വിൻഡോസ് വെച്ചിട്ട് ആ ഭാഗത്തേക്ക് പോകരുത്. അറ്റ്ലീസ്റ്റ് ലിനക്സ്, മാക് ആണെങ്കിലും വലിയ ബുദ്ധിമുട്ട് വരില്ല, പക്ഷെ വിൻഡോസ് ആയിട്ട് ആ ഭാഗത്തേക്ക് പോകരുത്. അതിനിടയ്ക്ക് എന്റെ നെറ്റ്വർക്ക് ഒന്ന് പോയപ്പോഴേ ഞാൻ മറ്റേ നിന്ന് ലെഫ്റ്റ് ആയി. ഓക്കെ, വേറെ എന്തെങ്കിലും ഉണ്ടോ? നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സമയം ഒരുപാട് അയക്കണം. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. ബനിനെപ്പോ കിട്ടുള്ളൂ, തോന്നുമ്പോ കിട്ടൂല കേട്ടോ. എനിക്കൊരു ചെറിയ ഡൗട്ട് ഉണ്ടായിരുന്നു. TCS-ൽ ഇപ്പൊ ഞാൻ ഇന്റർവ്യൂ കൊടുത്തിരുന്നു. അപ്പോ ജോയിൻ ചെയ്യുന്ന മെച്ചുണ്ടോ, അല്ലെങ്കിൽ എന്താ ചെയ്യണ്ടേ? അത് ഡിപ്പെൻസ് ഓൺ. TCS നല്ല കമ്പനിയല്ലേ, കോർപ്പറേറ്റ് കമ്പനിയല്ലേ. പക്ഷെ ഞാൻ ഇപ്പൊ അത് കേട്ടാണ് അവരുടെ ഇപ്പോ എന്താ ബെഞ്ച് പോളിസിന്റെ എന്തോ റൂൾസ് ഇറക്കിയാണ്. പിന്നെ ഫ്രഷർക്ക് അത്ര ലേണിംഗ് എക്സ്പീരിയൻസ് ഉണ്ടാവില്ല, അങ്ങനെ ബെഞ്ചിലേക്ക് ഇരുത്തലുണ്ട് കുറെ കൊല്ലം അങ്ങനെയൊക്കെ. അപ്പൊ ഒരു ഡൗട്ട്, നിങ്ങളുടെ അഭിപ്രായം ഒന്ന് അറിയണമായിരുന്നു, പോണോ വേണ്ടേന്ന്. അങ്ങനെ അത് ഇൻഡിവിജ്വലി ഏറ്റവും നല്ലത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ജോബ് സെക്യൂരിറ്റി എന്ന് പറഞ്ഞ സംഭവം ഉണ്ട്. നല്ല കമ്പനി ആകുമ്പോൾ ജോബ് സെക്യൂരിറ്റി കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പിന്നെ നമ്മൾ അവിടെ എത്തിച്ചെന്നാല് നമുക്ക് പഠിക്കാൻ, നമ്മൾ എവിടെ ചെന്നാലും വർക്ക് ചെയ്യണമല്ലോ. ഈ കോർപ്പറേറ്റ് ഇപ്പൊ MNC പോലത്തെ കോർപ്പറേറ്റ്, ഇപ്പൊ ബനി വർക്ക് ചെയ്യണതാണ് ബോഷ് പോലത്തെ കമ്പനിയാണ്. അതിൽ ഒരു ഏരിയയിൽ മാത്രമേ വർക്ക് ഉണ്ടാവുള്ളൂ. ബനിക്ക് തന്നെ അറിയില്ല എന്താണ് അവിടെ നടക്കണമെന്നുള്ളത്. അതായത് ആ ഏരിയത്തെ വർക്ക് മാത്രമേ അവനക്ക് ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ആയിരിക്കും TCS പോലത്തെ $multi-billion ബിസിനസ് ചെയ്യുന്ന കമ്പനിയിൽ. അപ്പൊ അവിടെ പക്ഷെ എന്താന്ന് വെച്ചാൽ നമുക്ക് അവിടെ ടൈം കിട്ടും പഠിക്കാൻ, കുറെ റിസർച്ച് ചെയ്യാനുള്ള ടൈം കിട്ടും. കാരണം നമ്മളിപ്പോ അങ്ങനത്തെ പ്രോബ്ലംസ് ആയിരിക്കും നമുക്ക് തരണുണ്ടാവുക, പെട്ടെന്ന് സിംപ്ലിഫൈഡ് പ്രോബ്ലംസ് ആയിരിക്കില്ല. ഇനി ഒരു സ്റ്റാർട്ടപ്പ് മോശമാണെന്നല്ല പറഞ്ഞത് കേട്ടോ. അതാണ് അർത്ഥം. നമുക്ക് രണ്ട് എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഒരു പഴയ സർവീസ് ബേസ്ഡ് കമ്പനിയിലും
ഞാൻ പ്രൊഡക്റ്റ് വൈസ് കമ്പനിയിൽ വർക്ക് ചെയ്തപ്പോൾ ഒരു ഡിഫറൻസ് ആണ് ഞാൻ ഇവിടെ പറഞ്ഞു തരുന്നത്. നമ്മൾ സർവീസ് ബേസ്ഡോ അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പിലൊക്കെ ആണെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ എങ്ങനെയെങ്കിലും കോഡ് എഴുതി പ്രൊഡക്ഷനിൽ കൊടുക്കുക, ഇഷ്യൂസ് ഇല്ലാതെ നമ്മൾ എന്ത് ചെയ്യും, ഡെലിവറി ചെയ്യുകയാണ് ചെയ്യണത്. അങ്ങനെയാണല്ലോ സാധാരണ നടക്കണേ. ബ്രോ സർവീസിലല്ല അങ്ങനെ തന്നെയല്ല. അതിൽ വലിയ കോഡ് ക്വാളിറ്റി ഒന്നും നോക്കണില്ലല്ലോ. ഓക്കെ ആണോ, ഒരു ബേസിക് ആർക്കിടെക്ചർ ഉണ്ടോ, MVC ആർക്കിടെക്ചറോ MVVM ആർക്കിടെക്ചറോ കീപ്പ് ചെയ്യുന്നുണ്ടോ, നേരെ സെറ്റായിട്ട് കൊടുക്കും. അവിടെ എന്ത് നോക്കണില്ല, ആപ്പിന്റെ മെമ്മറി യൂട്ടിലൈസേഷൻ, അതുപോലെ തന്നെ പെർഫോമൻസ് ഞാൻ മേഡ് ലെവൽ ഇഷ്യൂസ് ഒന്നും വരാത്ത രീതിയിൽ റൺ ചെയ്യിപ്പിക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നെറ്റ്വർക്ക് ഹാൻഡ്ലിങ്, മിനിമൽ നെറ്റ്വർക്ക് യൂസ് ചെയ്യണം ഒരു റിക്വസ്റ്റിന് റെസ്പോൺസ് എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ കുറച്ച് ഡീപ്പ് ലെവലിൽ ക്രാഷ്, സെക്യൂരിറ്റി, പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നോക്കാണ്ട്. അതൊന്ന് നമ്മൾ ഒരു പ്രൊഡക്റ്റ് സർവീസ് ബേസ് നമ്മൾ പ്രൊഡക്റ്റ് ബേസ് കമ്പനി ചെന്നിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ എങ്ങനെങ്കിലും ഒരു പ്രൊഡക്റ്റ് പെട്ടെന്ന് ഡെലിവറി ചെയ്യലല്ല അവിടെ ഇമ്പോർട്ടൻറ്റ്. അവിടെ ഈ ആപ്പിന്റെ എൻറ്റയർലി ആർക്കിടെക്ചർ, പെർഫോമൻസ്, സെക്യൂരിറ്റി അടക്കം A to Z ആ ആപ്പിനെ എങ്ങനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നുള്ള മേഖലയിൽ കൂടി നമ്മൾ കടന്നു പോകേണ്ടി വരും. അതാണ് ഡിഫറൻസ്. അത് ഒരു MNC കോർപ്പറേറ്റിൽ നമ്മൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ, അവിടെ സർവീസ് ആണെങ്കിലും ഇതേ സ്റ്റേജ് തന്നെ ആയിരിക്കും. സർവീസ് ബേസ്ഡ് MNC ആണെങ്കിൽ പോലും ഏകദേശം ഇതേ ലെവലിലായിരിക്കും. കാരണം അവർക്ക് ഉള്ള അഗ്രിമെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ BMW മൊത്തം ERP സിസ്റ്റം അങ്ങനെ ഏതെങ്കിലും ലൈഫ് ടൈം ഉള്ള പ്രൊജക്റ്റ് ആയിരിക്കും അവർക്ക് അഗ്രിമെന്റ് ഉണ്ടാവുക. മറ്റേത് അങ്ങനെയല്ലല്ലോ, ചെറിയ പ്രോജക്റ്റ് ആയിരിക്കും അഗ്രിമെന്റ് ഉണ്ടാവുക. ആ ഒരു ഡിഫറൻസ് കൊണ്ടാണ് പറഞ്ഞത് MNCയിൽ കോർപ്പറേറ്റ് കമ്പനിയിൽ കിട്ടുകയാണെങ്കിൽ ഒരിക്കലും റിജക്ട് ചെയ്യരുത്. പക്ഷെ ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്, എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ്, നമ്മളൊരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുന്നതാണ് നല്ലത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പക്ഷെ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആകുമ്പോൾ അത് നെഗ്ലക്ട് ചെയ്തിട്ട് എന്ത് ചെയ്ത് സ്റ്റാർട്ടപ്പിലോ, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് മോശമാണെന്നല്ല, എല്ലാ സ്റ്റാർട്ടപ്പുകളും തുടങ്ങി വെച്ചിട്ടാണ്, സ്റ്റാർട്ടപ്പുകളാണ് കോർപ്പറേറ്റ് ആയിട്ടുള്ളൂ MNCകളായിട്ടുള്ളത് മൊത്തം ഏകദേശം 80% അങ്ങനെ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ഗുണങ്ങളുണ്ട്, അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ് ഉണ്ട്. ഇപ്പോൾ കോർപ്പറേറ്റ് MNCയിൽ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എല്ലാ മേഖലയിലും വർക്ക് ചെയ്യാൻ പറ്റിക്കൊള്ളണമെന്നില്ല. കാരണം സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളൊരു MNC കയറി കഴിഞ്ഞാൽ, നമ്മൾ സ്റ്റാർട്ടപ്പ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഫ്രം സ്ക്രാച്ച് A to Z നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെ ഒരു സോഫ്റ്റ്വെയർ ബിൽഡ് ചെയ്തെടുത്തിട്ട് എങ്ങനെ ഡിപ്ലോയ് ചെയ്യണം എന്നുള്ള എക്സാക്ട് A to Z ഫ്ലോ നമ്മൾ പഠിക്കും. കാരണം നമ്മളാണ് മൊത്തം ചെയ്യണത്. മറിച്ച് ഒരു MNC ചെന്ന് കഴിഞ്ഞാൽ നമുക്കൊരു ഏരിയ മാത്രം വർക്ക് ആയതുകൊണ്ട് ആ ഏരിയൻ്റെ അപ്പുറത്തേക്ക് എന്ത് കാര്യമാണെന്നുള്ള നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല, എങ്ങനെ ചെയ്യണം, എന്ത് ചെയ്യണം എന്നുള്ളത്. ആ രണ്ട് ഡ്രോബാക്ക് മനസ്സിലായോ? പക്ഷെ ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്ത, അല്ലെങ്കിൽ ഫ്രം സ്ക്രാച്ച് A to Z ചെയ്ത ഒരാള് ഒരു MNC പോകുമ്പോൾ ഹീസ് എ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസ് ആയിരിക്കും. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹത്തിന് ഫ്രം സ്ക്രാച്ച് ബിൽഡ് ചെയ്യാനും പറ്റി. പിന്നെ ആ കോഡിംഗ് സ്റ്റാൻഡേർഡ്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ, പെർഫോമൻസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ അയാൾ അവിടുന്ന് ലേൺ ചെയ്ത് ഇയാൾക്ക് ഫ്രം സ്ക്രാച്ച് ബിൽഡ് ചെയ്യാൻ വരിക. കപ്പാസിറ്റിന്റെ ഡിഫറൻസ് അങ്ങനെയാണ് വരിക. ഞാൻ പറഞ്ഞ കറക്റ്റ് അല്ലേ പനി? അതെ, കറക്റ്റാണ്. ഇപ്പൊ രണ്ടിനും അതിൻ്റെതായിട്ടുള്ള നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ സ്ഥിരം ഡിബേറ്റ് നടക്കുന്ന ടോപ്പിക്കുകളാണിത്. MNC ആണോ, സ്റ്റാർട്ടപ്പ് ആണോ, ഫ്രീലാൻസ് ആണോ, സ്റ്റാഫ് ആണോ? അപ്പോ അതിന്റെ സമ്മറി ഇത്രേ ഉള്ളൂ. ഓരോന്നിനും അതിൻ്റെതായ ഗുണങ്ങളും ഉണ്ട്, ദോഷങ്ങളും ഉണ്ട്. രണ്ടും മനസ്സിലാക്കുക. രണ്ടിലും എക്സ്പീരിയൻസ് എടുക്കാൻ പറ്റുന്നെങ്കിൽ രണ്ടിലും എടുക്കുക. എന്നാ പിന്നെ നിങ്ങൾക്ക് എല്ലാ കാലത്തും മാർക്കറ്റിൽ വാല്യൂ ഉണ്ടാവും. ഇനി ഒന്നിലാണെങ്കിലും അതിന്റെ ഫുൾ പൊട്ടൻഷ്യൽ എടുക്കുക. എവിടെ പോയി കഴിഞ്ഞാലും നമ്മൾ പുതിയ കാര്യങ്ങൾ ലേൺ ചെയ്യുക, നിലവിലുള്ള ഇതിൽ മാക്സിമം കോൺട്രിബ്യൂട്ട് ചെയ്യുക. പലരും MNCയിൽ എത്തിക്കഴിഞ്ഞാൽ ആ ഒരു പാർട്ടിൽ പിന്നോട്ട് പോകും. കാരണം MNCനെ സംബന്ധിച്ച് നിങ്ങൾ പണിയെടുത്തിട്ടില്ലെങ്കിലും കമ്പനിക്ക് അവിടെ ബിസിനസ് നടക്കും. കമ്പനിക്ക് ബിസിനസ് നടന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാലറി വരും. പലരും MNCയിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ സേഫായി എന്നുള്ളതാണ്. അതിപ്പോ ഏകദേശം ഒരു 2 വർഷമായിട്ട് കാണുന്നുണ്ട്. പക്ഷെ അവിടെ ഒരു ഏറ്റവും കൂടുതൽ പിരിച്ചുവിടല് വന്നിട്ട് കുറച്ച് മുമ്പ് ഒരു TCSലായിട്ട് എന്തെങ്കിലും എന്തോ ഇഷ്യൂ ഉണ്ടായിട്ട്, TCS മാത്രല്ല എല്ലാ കമ്പനിയിലും പിരിച്ചുവിടലുകൾ നടക്കുന്നുണ്ട്. അതെ. കാരണം എന്ന് വെച്ചാൽ അത്ര മാൻ പവർ ആവശ്യമില്ല ഇപ്പോ. കാരണം ഒരുപാട് സിസ്റ്റംസ് ഓട്ടോമേറ്റഡ് ആയി. ബെസ്റ്റ് എക്സാമ്പിൾ ആണ്
പിന്നെ കുറെ മാൻ പവർ ഉള്ളവർ ഈ പണിയെടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ അവര് പ്രത്യേകിച്ച് വർക്കുകളും കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. അവര് മാസം കഴിഞ്ഞാൽ സാലറി വാങ്ങും. കമ്പനിക്ക് അവർക്ക് സാലറി കൊടുക്കുന്നതുകൊണ്ട് നഷ്ടമില്ല. കാരണം കമ്പനിക്ക് അത്രയും ബിസിനസ് ഉണ്ട്. അപ്പോ അത് സ്പോട്ട് ഔട്ട് ചെയ്തുകൊണ്ട് അതിന് MNC-ലൊക്കെ അതിൻ്റെതായിട്ടുള്ള സിസ്റ്റംസ് ഉണ്ട്. പെർഫോമൻസ് മോണിറ്റർ ചെയ്യാനും കാര്യങ്ങളൊക്കെ ചെയ്യാനും അതിനനുസരിച്ച് റിപ്പോർട്ട്സുകൾ കൊടുക്കാനും അലർട്ട് ചെയ്യാനൊക്കെ സിസ്റ്റംസ് ഉണ്ട്. അപ്പൊ ഒന്നും നമുക്ക് ബീറ്റ് ചെയ്യാനൊന്നും പറ്റൂല. പണിയെടുത്തിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും പണി ഉണ്ടാവും. കോൺട്രിബ്യൂഷൻസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എല്ലായിടത്തും വാല്യൂ ഉണ്ടാവും. അത്രേ ഉള്ളൂ. ഞാനൊരു ബനിനോട് ഒരു സജഷൻ പറയട്ടെ. ഈ ബനി മുമ്പ് ലിനക്സില് കോൺട്രിബ്യൂട്ട് ചെയ്തെന്ന് പറഞ്ഞല്ലോ. നമുക്ക് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ ഞാന് കമ്പൈലേഷൻ ചെയ്തിട്ടുള്ളൂ. അത് മതി. പക്ഷെ ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാൽ ആ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, എന്താണ് ചെയ്തതെന്നുള്ള റൂട്ട് ഉണ്ടല്ലോ. എനിക്കൊരു ടീമിനെ ബിൽഡ് ചെയ്താലോ എന്നുണ്ട്. ഇങ്ങനെ ലിനക്സിന്റെ ഓപ്പൺ സോഴ്സിലൊന്ന് കോൺട്രിബ്യൂട്ട് ചെയ്യാന്. ഇപ്പൊ ടീമിനെ ബിൽഡ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 5-6 അംഗ ടീം നമുക്ക് ആഴ്ചയിൽ ഏതെങ്കിലും ലിനക്സിന്റെ ഒരു ഏരിയ എടുത്തിട്ട് ഈ 5-6 ആൾക്കാർ എന്ത് ചെയ്യുക, അവരുടേതായിട്ടുള്ള കോൺട്രിബ്യൂഷൻ നടത്തി ആ ഇഷ്യൂ സോൾവ് ചെയ്ത് അതെന്തായാലും നമുക്ക് ചർച്ച ചെയ്യാം. പക്ഷെ അത് ലിനക്സിലേക്ക് പോണതിന്റെ മുമ്പ് അവർക്ക് ബേസിക് ആയിട്ട് സി എൻവയോൺമെന്റ് എങ്ങനെ സെറ്റപ്പ് ചെയ്യും, CPP എൻവയോൺമെന്റ് എങ്ങനെ സെറ്റപ്പ് ചെയ്യും, അതെ നോക്കണം. അതാ പറഞ്ഞ അതിൽ അത്രക്ക് ഡെഡിക്കേറ്റ് ആയിട്ട് താല്പര്യമുള്ള ഇപ്പോഴത്തെ ആൾക്കാർ പിള്ളേർക്ക് ആരുമില്ല. CPP-യിൽ വർക്ക് ചെയ്യുന്നവർ ആരുമില്ല. അപ്പൊ അവർക്ക് എൻവയോൺമെന്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ ഇവൻ ഞങ്ങളെ കമ്പനിയിലാണെങ്കിൽ പോലും ഞങ്ങൾ പോയി സെറ്റ് ചെയ്ത് കൊടുക്കുക. കാരണം അവർക്ക് ഫുൾ ഡോക്യുമെന്റേഷൻ പോലും കൊടുത്താൽ പോലും എൻവയോൺമെന്റ് സെറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. പല ലെവലിലുള്ള സിസ്റ്റം ലെവൽ നോളജ് പിള്ളേർക്ക് കിട്ടുന്നില്ല. അപ്പോ അതൊക്കെ സെറ്റ് ആക്കിയതിന്റെ ശൈലിക്ക് കിടക്കാൻ പറ്റുള്ളൂ. ടീം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അവരെ ട്രെയിൻ ചെയ്ത് ബിൽഡ് ചെയ്യിക്കാം, നോ പ്രോബ്ലം. പിന്നെ ആഷിക്ക് ഇവർക്കൊക്കെ എന്താ ചെയ്യാ, UI പാർട്ടില് നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഉള്ളവർക്ക് UI പാർട്ടിൽ സിമ്പിൾ ആയിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ. അല്ല, എനിക്കതല്ല താല്പര്യം. UI പാർട്ട് ഇപ്പൊ എല്ലാവർക്കും കുറച്ചൊക്കെ ലേൺ ചെയ്താൽ പിന്നെ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും. എനിക്കതല്ല ആവശ്യം. എനിക്ക് കേണലിൽ കയറിയിട്ട് കളിക്കണം എന്നുണ്ട്. എങ്ങനെ താല്പര്യം എനിക്കുണ്ട് അങ്ങനെ. കാരണം നമ്മള് മറ്റേ ഡിസൈനിങ് പാർട്ടിലേ നമുക്കിപ്പോ ഒരു ഡിസൈൻ കിട്ടിയാൽ എന്തും ചെയ്യാൻ പറ്റുന്ന രീതിക്ക് നമ്മള് ഓക്കെയാണ്. പക്ഷെ അതുകൊണ്ട് കാര്യമില്ല. നമുക്ക് ഇന്നറായിട്ട് എന്തൊക്കെ സംഭവിക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങൾ അറിയാനുള്ള ക്യൂരിയസ് ഉണ്ടാവുമല്ലോ. എനിക്ക് എന്താ പറയാ, നമ്മളിപ്പോ ഡോക്ടർമാരെ പണിയുണ്ടല്ലോ, ഓപ്പറേഷൻ ചെയ്യുന്ന പരിപാടി കേണലിനൊന്ന് ഓപ്പറേഷൻ ചെയ്ത് നോക്കണം എന്നുണ്ട്. അതിന്റെ ഉള്ളിൽ എന്തൊക്കെ പണികൾ നടത്താൻ പറ്റുന്നുള്ളേ. അതുകൊണ്ട് ഞാൻ കുറെ കാലത്ത് ആഗ്രഹം, ഏകദേശം 10 വർഷത്തിന് മേലെ ഇത് ആഗ്രഹിച്ചിട്ട്. എന്തായാലും നമുക്ക് അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. ടീമും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ ചെയ്തൊക്കെ. ഇപ്പൊ എന്റെ അവൈലബിലിറ്റി നമുക്ക് അറിയണതാണ്. അപ്പൊ ആ ഒരു സിറ്റുവേഷൻ നമ്മൾ കൺസിഡർ ചെയ്ത ഒരു ഗ്രൂപ്പ് ടീമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നീ അവൈലബിൾ ആവുന്ന സമയത്ത് നിനക്ക് എന്തായാലും റിപ്പോർട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്താൽ മതി, ലീഡ് എന്നുള്ള ലെവലിൽ. എന്നാലേ അല്ല, ഞാൻ പ്രതീക്ഷിക്കുന്നത് എന്താ വെച്ചാല് നമ്മളൊരു വർക്ക് ചെയ്യുമ്പോ ലിനക്സ് ഓപ്പൺ സോഴ്സ് ആണ്. ഇപ്പോ ടെലിഗ്രാം ഒക്കെ ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ് ഇറക്കി. ടെലിഗ്രാമിന്റെ പേരോ ലോഗോ വെച്ചിട്ട് നിങ്ങൾ ദയവേത് ആപ്പ് ഉണ്ടാക്കിയത് ഞങ്ങൾ ക്ലോസ് ഔട്ട് ഫയൽ ചെയ്യുന്നില്ല. കാരണം ഇതിങ്ങനെ ഓപ്പൺ സോഴ്സ് ആന്ന് പറഞ്ഞുകൊണ്ട് മറ്റേ സോഴ്സ് കോഡ് എടുക്കുക, കമ്പൈൽ ചെയ്യുക, പേര് മാറ്റുക, അടുത്ത ലിനക്സ്. ഇതിങ്ങനെ അടിച്ചു കൂട്ടുകയാണ്. യൂസേഴ്സിന് തിരിച്ചറിയാൻ പറ്റണില്ല ഏതാണ് ഇതിൽ നല്ലത്, എന്തൊക്കെയാണ് എന്നുള്ളത്. അപ്പൊ ആ പരിപാടിക്ക് ഒന്നെങ്കിൽ പിന്നെ നമ്മൾ അതിന് നിന്നിട്ട് കാര്യമില്ല. അതല്ലാതെ ഞങ്ങൾക്ക് അങ്ങനല്ല. നമുക്ക് എന്താ വെച്ചാല് ആ ലിനക്സിന്റെ കേണലിലേക്ക് കയറിയിട്ട് എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ചെയ്യാം. എന്തെങ്കിലും സ്പെഷ്യാലിറ്റി ചെയ്യണമെന്നില്ല. നിലവിലുള്ള എത്രയോ പ്രോബ്ലംസ് അവിടെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അതിന് നമുക്ക് ചൂസ് ചെയ്യാം, ഫിക്സ് ചെയ്ത് കൊടുക്കാം. ഇനീഷ്യലി നമുക്ക് അതിൽ ഫോക്കസ് ചെയ്യാം. അവിടെ റിവ്യൂ ഇടാം, നെക്സ്റ്റ് റിലീസിൽ അത് വരും. നമ്മളെ കോൺട്രിബ്യൂട്ട്സിൽ നമ്മൾ ഒരു സിംഗിൾ ലൈനാണ് കോഡ് എഴുതിക്കണമെങ്കിൽ പോലും കോൺട്രിബ്യൂട്ടർ ലിസ്റ്റിൽ നമ്മളെ പേരുണ്ടാവും. കാരണം ലിനക്സ് കമ്മ്യൂണിറ്റിക്ക് അത്രയും കോൺട്രിബ്യൂട്ടേഴ്സിന് അത്രയും എൻഡ്യൂർ ചെയ്യുന്ന ടീംസ് ആണ്, അത്രയും സപ്പോർട്ട് ചെയ്യുന്ന ടീംസ് ആണ്. ഇത് ഞാൻ പറയാൻ കാരണം ഈ ലിനക്സിന്റെ കേണൽ തന്നെയാണ് എന്തിലും ഉപയോഗിച്ചിട്ടുള്ളത്, ആൻഡ്രോയിഡിൽ ഉപയോഗിച്ചിട്ടുള്ളത്. അറിയാലോ, അത് കേണലില് പല മാറ്റങ്ങൾ വരുത്തും. അതായത് ഇപ്പോ ഈ ആൽപൈൻ ലിനക്സ് ഒക്കെ ഉണ്ട്. ആൽപൈൻ ലിനക്സില് മറ്റേ കേണലിലുള്ളത്തെ പല മൊഡ്യൂൾസ് ഒഴിവാക്കിയിട്ട് ചെറുതാക്കിയിട്ടാണ് ആൽപൈൻ ഒക്കെ ഉണ്ടാക്കുന്നത്.
അതെ അതെ അപ്പൊ അതെ 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 അതന്നെ ഞാൻ എക്സ്പെക്ട് ചെയ്യണത്. അങ്ങനെ തന്നെയല്ല മൊബൈലിൽ പറ്റുള്ളൂ. അതിനനുസരിച്ച് എന്ത് ചെയ്യും, അതില് സോഫ്റ്റ്വെയർസും കാര്യങ്ങളും അതിന്റെ ഡിപ്പെൻഡൻസി വരുമ്പോൾ പ്രോബ്ലംസ് വരും. പിന്നെ പല ലിനക്സിലും പല വോയിസിലും പല, അതായത് നമ്മളെ ചോയ്സാണ് ലിനക്സിന്റെ കേസിൽ വരുമ്പോൾ. ഉദാഹരണമായിട്ട് ഇപ്പൊ നിങ്ങൾക്ക് വിൻഡോസ് മാനേജ്മെന്റ്, അതായത് നമ്മളെ ഡെസ്ക്ടോപ്പ് വിൻഡോകളെ മാനേജ്മെന്റിന് 10ഉം 12ഉം സോഫ്റ്റ്വെയർസ് ഉണ്ടാവും. നിങ്ങൾക്ക് ഇന്നതാണ് നല്ലത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിൽ യൂസ് ചെയ്യാം. പിന്നെ അതിന്റെ കൂടെ തന്നെ ഒരു കാര്യം കൂടി പറയും, ഇത് മാത്രമേ യൂസ് ചെയ്യാൻ പറ്റൂ എന്ന് നമ്മൾ വാശി പിടിക്കരുത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ, നമ്മളൊരു ലിനക്സ് ഉണ്ടാക്കി, ലിനക്സിൽ ഇതിൽ ഗ്രോം മാത്രമേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ ഡെസ്ക്ടോപ്പ് ആയിട്ട്, അതും പറ്റൂല. അതും ഓപ്പൺ സോഴ്സിനെതിരാണ്. യൂസേഴ്സിന്റെ ഫ്രീഡം, യൂസേഴ്സിന് വേറൊന്നും ഇൻസ്റ്റാൾ ചെയ്യാനാണ് താല്പര്യമെങ്കിൽ ഓൺക്ക് ഇൻസ്റ്റാൾ ചെയ്ത് യൂസ് ചെയ്യാം. അങ്ങനെയുള്ള കുറെ ഫിലോസഫിയും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതിനെ കുറിച്ചൊക്കെ നമുക്ക് ധാരണ വേണം. പിന്നെ ലൈസൻസുകൾ, സോഴ്സ് കോഡ് കംപ്ലീറ്റ്ലി ഓപ്പൺ ആക്കണം. എന്തായാലും അത് നമുക്ക് അതിൻ്റെതായിട്ടുള്ള ഒരു ടീമും കാര്യങ്ങളും വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യാം, അതായിരിക്കും ബെറ്റർ. അതെ, ഒരാള് ഡൗട്ട് ഹാൻഡ് റൈസ് ചെയ്തിട്ടുണ്ട്, അതും കൂടി ഒന്ന് ക്ലിയർ ആക്കാൻ പറ. പറഞ്ഞോ വിഷ്ണു പോയോ? അതിന്റെ ഇപ്പൊ ചെയ്യണം കേട്ടോ. ഏകദേശം ഒരു 10 മിനിറ്റും കൂടി, 10 മിനിറ്റ് വേണ്ട, കാരണം ഒരുപാട് ടൈമായി. ബനിനെ അത്രക്ക് നമ്മളൊന്ന് അലക്കിക്കണ്, പാവണ് ചോറും കൂടി വെച്ചിട്ടുണ്ടാവില്ല. ഞാൻ ഇതിന്റെ ഇടയിൽ ചോറ് വെച്ചു. വിഷ്ണു പറയടാ. വിഷ്ണു പോയി. വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. നമുക്ക് അല്ലെങ്കിൽ വൈൻഡപ്പ് ചെയ്യാം. വൈൻഡപ്പ് ചെയ്താലോ? ഇനി ഒന്നുമില്ലല്ലോ. ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ പിന്നെ കേട്ടോ. ഒരു ഒറ്റ കാര്യം കൂടെ, ഇപ്പൊ ഓക്കെ, നമ്മള് ഈ കേണൽ ലെവലിക്ക് പോവാണെങ്കിൽ ഒരു ജസ്റ്റ് നമുക്കൊരു റെഫറലിന് വേണ്ടിട്ട് പിന്നെ അതിന്റെ റോഡ് മാപ്പ് പറഞ്ഞാലേ നമുക്ക് ജസ്റ്റ് ഒന്ന് തുടങ്ങി വെക്കാനൊക്കെ എന്തൊക്കെയാണ് ആദ്യം എന്തൊക്കെയാണ് നോക്കേണ്ടത്, അങ്ങനത്തെ കാര്യങ്ങള്. അത് kernel.org എന്നുള്ള സൈറ്റിൽ കയറിയാൽ മതി. അതിൽ കംപ്ലീറ്റ് കേണലിന്റെ സോഴ്സ് കോഡ് ഡൗൺലോഡ് ചെയ്യാനും എന്തൊക്കെ ടൂൾസ് വേണം ബിൽഡ് ചെയ്യാനും ബിൽഡ് സ്റ്റെപ്പും കാര്യങ്ങളും എല്ലാം ലിനക്സിനെ സംബന്ധിച്ച് എല്ലാം ഡോക്യുമെന്റഡാ. ഓക്കെ. അതിൽ തന്നെ സപ്പോർട്ടിങ് ഗ്രൂപ്പുകളും കാര്യങ്ങളും ഉണ്ടാവും. അതിൽ തന്നെ കുറെ റിവ്യൂസും കാര്യങ്ങളും ഉണ്ടാവും. സപ്പോർട്ട് ചെയ്യുമ്പോൾ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്ത എല്ലാ പ്രോബ്ലംസും, കാരണം ലിനക്സ് കമ്മ്യൂണിറ്റി എന്ന് പറഞ്ഞാൽ വേൾഡ് വൈഡ് ഉള്ളതാണ്. എന്തായാലും നമുക്ക് ഉണ്ടായ ഒരു പ്രോബ്ലം ഒരു 10 ആൾക്ക് വേറെ ഉണ്ടായിട്ടുണ്ടാവും. പിന്നെ ഇപ്പൊ ഇത് ശ്രദ്ധിക്കാനുള്ളൂ, വിൻഡോസിലും മാക്കിലൊന്നും ആരും ലിനക്സ് കമ്പൈൽ ചെയ്യില്ല, അത്ര കാര്യം ശ്രദ്ധിക്കാനുള്ളൂ. പിന്നെ അതുമാതിരി മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് ഡിബിയന് അങ്ങനത്തെ ഓയസുകളാണ്. അതായത് ഏറ്റവും പഴക്കം ചെന്ന നല്ല പാക്കേജുകളും കാര്യങ്ങളൊക്കെ ഉള്ള. അതേമാതിരി പുതിയ ലിനക്സുകളിലൊന്നും ആരും നോക്കൂല. ഉബുണ്ടുവില് പോലും കേണലൊന്നും അങ്ങനെ ഡെവലപ്മെന്റ് നടത്തലില്ല. ഇതിനൊക്കെ ആഷിഖിന്റെ സൈഡിൽ നിന്ന് റിലേറ്റീവ് നോയ്സ് ഉണ്ട് കേട്ടോ. ഞാൻ എന്തായാലും അതിൽ ഡീപ്പായിട്ട് അങ്ങനെ നോക്കിയിട്ടില്ല. നമുക്ക് ഒരു ഇൻട്രസ്റ്റഡ് ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് എവിടൊക്കെയാണ് റിസർച്ചും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എന്റെ അറിവ് വെച്ച് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഞാനത് ഒന്ന് ഡിസ്കസ് ചെയ്ത് നമുക്കൊരു നല്ലൊരു ടീം ഉണ്ടാക്കിയെടുക്കാം. പിന്നെ നിന്റെ അവൈലബിലിറ്റി എനിക്ക് മനസ്സിലാവും, അത് ഞാൻ ആ ടീമിനോട് പ്രത്യേകം പറയും. ഈ റൂട്ട് മാപ്പ് ഇട്ടുതരിക, എന്നിട്ട് പിന്നെ നിനക്ക് എല്ലാ റിപ്പോർട്ടും നിന്നെ ഞാൻ എന്താ ചെയ്യാ ടീമിന് നമുക്ക് ജസ്റ്റ് ഒരു ഓൺലൈൻ ഗ്രൂപ്പ് ആയിട്ട് വാട്സപ്പിൽ തന്നെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അതന്നെ, അങ്ങനെ തന്നെ ഒരു ഓൺലൈൻ ഗ്രൂപ്പ് ആക്കിയിട്ട് താല്പര്യമുള്ള ഒരു അധികം ആള് വേണ്ട, ഒരു 5 or 6 ആള് മതിയാവും. എന്നിട്ട് നമുക്ക് ഏതെങ്കിലും ഒരു ഭാഗം എടുത്തുകൊണ്ട് ഡിസ്കസ് ചെയ്യാം. എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഡിസ്കസ് ചെയ്യാം. ഇത്ര ടൈം വെക്കുക, കഴിഞ്ഞുള്ള പ്രോബ്ലം സോൾവ് ചെയ്യണം എന്നുള്ള ലെവലിൽ നമുക്കൊരു ഓപ്പൺ കോൺട്രിബ്യൂഷൻ പ്ലാൻ ചെയ്യാം, വർക്ക് ചെയ്യാം. നിഹാൽ എന്തോ പറഞ്ഞല്ലോ? അല്ല, എനിക്കും ഇൻട്രസ്റ്റ് ഉണ്ട്. ഞാൻ റിയാസ് ബ്രോക്ക് മെസ്സേജ് അയക്കാം. താല്പര്യമുള്ളവർ എനിക്കൊന്ന് പേഴ്സണലി മെസ്സേജ് അയക്കണ്, നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. നമുക്ക് എന്താ വെച്ചാൽ ചെറിയൊരു ടീം സെറ്റ് ആക്കിയിട്ട് ബനി ലീഡായിട്ട് നിൽക്കട്ടെ. ബനിന്റെ ഒരു എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ നമുക്കൊന്നും അങ്ങനെ എക്സ്ട്രാ ടൈം കിട്ടുന്നില്ല. പിന്നെ അത് ആ വിഷയം ഇതാക്കണ്ട. അതായത് ഇൻഡിവിജ്വൽ ലീഡിങ് എങ്ങനെയാണ് കമ്മ്യൂണിറ്റിനോട് പറയാനുള്ളത് എന്താ വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഒരുപാട് ടൈം ഉണ്ടാവും. പിന്നെ രണ്ടാമത് നിങ്ങളൊക്കെ സംബന്ധിച്ച് ബിഗിനർ മൈൻഡാ. നമ്മള് ഒരു പുതിയ കാര്യം ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ആലോചിച്ചു, എന്തിനാ ഇപ്പൊ പുതിയ ലാംഗ്വേജ് പഠിക്കുന്നത്, പൈത്തണിൽ എഴുതിയാ പോരെ, ജാവയിൽ എഴുതിയാ പോരെ, എന്തിന് റസ്റ്റ്. നിങ്ങൾക്കൊന്നും ആ പ്രശ്നം ഉണ്ടാവില്ല. നിങ്ങളെ സംബന്ധിച്ച് പൈത്തണും അറിയില്ല, റെസ്റ്റും അറിയില്ല. ശരി, നമുക്ക് റെസ്റ്റ് അടിക്കാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് റെസ്റ്റ് അടിക്കാം. ഇന്നൊക്കെ സംബന്ധിച്ച് ഇങ്ങനെ ബാക്കൊക്കെ നിൽക്കും.
കാരണം ആ സാധനം നമുക്ക് ഇവിടെ ഇതിൽ ചെയ്താ. അപ്പൊ ബിഗിനർ മൈൻഡ് ഒക്കെ കോൺട്രിബ്യൂഷൻസ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നിങ്ങൾക്കുള്ള ഫ്രീ ടൈമും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അതിൽ ചെയ്യാം. അത് ലിനക്സിൽ തന്നെ ആവണമെന്നില്ല. നമ്മളെ ഗൂഗിൾ സമ്മർ ഓഫ് കോഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ട്. അതിൽ ഇതേമാതിരി എന്ത് ചെയ്യും, ഓരോ കമ്പനിയും അവരെ ഡെവലപ്പേഴ്സിനെ കൊണ്ട് ഫിക്സ് ചെയ്യാത്ത ബാക്ക്ലോഗിലേക്ക് തട്ടിയിട്ടുള്ള സാധനങ്ങൾ ലിസ്റ്റ് ചെയ്യും. നമുക്ക് അതിൽ നിന്ന് സാധനങ്ങൾ എടുത്ത് ചെയ്യാം. അതിന് നമുക്ക് ഡൊണേഷൻസും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്രീസിയേഷനും കാര്യങ്ങളൊക്കെ കിട്ടും ചെയ്യും. അങ്ങനെയൊക്കെയുള്ള ഫ്രീ ആയിട്ട് ഇരിക്കണവർക്ക് ചെയ്യാൻ ഒരുപാട് അവസരങ്ങളുണ്ട്. നമുക്കൊന്നും അതിമക്ക് ഇറങ്ങാൻ പറ്റുന്നില്ല. അതുകൊണ്ട് പിന്നെ ആ ഭാഗത്തേക്ക് ഈ പോകാത്ത. സംഭവം ബനി പറഞ്ഞപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഗൂഗിളിൽ ഇങ്ങനെ ഇഷ്യൂസ് ഉള്ളത് പറഞ്ഞപ്പോഴേ ഇത് എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ. ഗൂഗിൾ സമ്മർ ഓഫ് കോഡ് അടിച്ചാൽ മതി. എല്ലാ ഇയറിലും അവര് അപ്ലിക്കേഷൻസ് എടുക്കും. അവിടെ ലിസ്റ്റ് ചെയ്യുന്ന പ്രോബ്ലംസിന് നമുക്ക് നമ്മളെ പ്രൊപ്പോസൽസ് ഇത് കൊടുക്കുക. എന്നിട്ട് അവർ അപ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടീമിന്റെ ഭാഗമായിട്ട് അവർ കൂട്ടും. അതായത് അവരെ ഒറിജിനൽ ടീമിൽ, ഒറിജിനൽ പ്രൊഡക്റ്റ് ടീമിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാം. റിമോട്ട് ആയിരിക്കും. കാരണം ഒരുവിധം ടീമൊക്കെ US എന്തൊക്കെ ബേസ് ആയതുകൊണ്ട്. ഓഹോ, അങ്ങനെയൊക്കെയുള്ള അടിപൊളി. ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഫ്രീ ആയിട്ട് അതെനിക്കറിയില്ല കേട്ടോ. ഇരിക്കുന്നവർക്ക്. ഇതൊരു സംഭവം നമുക്കിത് പുതിയ ഇതിന്റെ പിന്നാലെ ഓടണോണ്ട് അതിമ നിൽക്കാൻ പറ്റായിട്ടാണ്. അടിപൊളി സംഭവം സെറ്റ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ചെയ്യണ്ടേ. എന്തും ഇങ്ങനെ ഒരേ പാറ്റേണിൽ പോയാൽ പരിചയമില്ല, ശരിയാവില്ലല്ലോ. ഓക്കെ, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? വേറെ ഒന്നും ഇല്ലല്ലോ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ചോദിച്ചൊന്ന് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യാം. ഇന്നത്തെ മീറ്റ് മുതലായിട്ടോ, അടിപൊളിയായിരുന്നു. വേറെ എന്തെങ്കിലും ഉണ്ടോ? ആർക്കും ഒന്നും ഇല്ലാന്ന് വിചാരിക്കാം. നമ്മൾ മീറ്റ് വൈൻഡ് ചെയ്താലോ? ആരൊക്കെ ഹാൻഡ് റൈസ് ചെയ്യോ വൈൻഡ് ചെയ്യാന്? ഓക്കെ, പ്രത്യേകം ബനീനോട് എവിടെ റിയാസ് പോയോ? റിയാസിന് മറ്റേ നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ട് തോന്നുന്നു. ബനിന്റെ വീട് ഇവിടെ തിരൂരോ? ഞാൻ പുത്തൻതരും തിരൂർ താന്നൂർ. താന്നാളൂര്. കേൾക്കാവോ? താനാലൂര്. എന്ത് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. നമുക്ക് ഇത്ര നേരം ബനി പറഞ്ഞെന്ന് കുറച്ച് കാര്യങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. ഇപ്പോ നമ്മുടെ ആൻഡ്രോയിഡിന്റെ കാര്യം പറഞ്ഞു, ഫ്ലട്ടറിന്റെ കാര്യം പറഞ്ഞു, അതുപോലെ തന്നെ ഗ്രൈഡല്, അതുപോലെ നമ്മള് സംസാരിച്ചു വന്നപ്പോ എംബഡഡ് പ്രോഗ്രാമിങ്, പിന്നെ കോർപ്പറേറ്റിൽ വരുന്ന കാര്യങ്ങള്, കോർപ്പറേറ്റ് കമ്പനി എങ്ങനെയാണ്, അതിന് കുറച്ച് കോൺസെപ്റ്റുകള്, പിന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഇതൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ ഒരു ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ അണ്ടറിലാണ് ഇതൊക്കെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഉള്ളിൽ നടക്കുന്ന പ്രോസസ്സ്, പ്രത്യേകിച്ച് ഈ കേണല്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ എക്സാക്ട് വർക്കിംഗ് നമ്മൾ തിയററ്റിക്കലി പഠിച്ചിട്ടുണ്ട് എന്തൊക്കെയാണ് വർക്കിംഗ് എന്നുള്ളത്. പക്ഷെ അതിനപ്പുറം പ്രാക്ടിക്കലി ഇന്ന സംഭവമാണ്. ഇപ്പൊ ഞാനൊക്കെ വിചാരിച്ച് കമ്പൈലറൊക്കെ ഇൻബിൽട്ട് ആയിരിക്കും എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല. കമ്പ്യൂട്ടറിൽ അവിടെ ജനറേറ്റ് ചെയ്ത് ഈ കമ്പൈലറിന്റെ പുറത്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള ആ ഒരു പുതിയ ഇൻഫർമേഷൻ അടക്കം കുറെ ഡീറ്റെയിൽ ആയിട്ട് ഇന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇന്നത്തെ ഇതിന്റെ സമ്മറൈസേഷനാ. അതിന് ബനിക്കൊരു ക്ലാപ്പ് കൊടുക്കണം കേട്ടോ. നമ്മുടെ ടീമിന്റെ വക എല്ലാവരും ഒന്ന് ക്ലാപ്പ് അടിക്കണേ. ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. ആഷിക പിഷ്കൊന്നും വേണ്ട, ഇടയ്ക്കൊന്ന് ക്ലാപ്പ് അടിക്കും. കുറെ കാര്യം ചോദിച്ചറിഞ്ഞില്ലേ? ആഷിക കേൾക്കണില്ലേ? ആഷിക നെറ്റ്വർക്കിലില്ല. ഓക്കെ, നമുക്കിന്നാ വൈൻഡപ്പ് ചെയ്താലേ ബനി. താങ്ക് യു സോ മച്ച്.
ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ വാട്സപ്പിൽ ഒന്ന് കണക്ട് ചെയ്താൽ മതി. പിന്നെ ഓക്കെ. ആർക്കെങ്കിലും ബനീന്റെ നമ്പർ വേണമെന്നുണ്ടെങ്കിൽ എനിക്കൊരു പേഴ്സണലി വാട്സപ്പ് മെസ്സേജ് അയക്കാം. പിന്നെ അർജന്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഡയറക്റ്റ് കോൾ ചെയ്യണ്ടേ. കാരണം ഞാൻ വാട്സപ്പ് ബാക്ക്ഗ്രൗണ്ട് ഓഫ് ആക്കി വെക്കില്ല. റിയാസിന്റെ ഗ്രൂപ്പുകൾ തന്നെ 10-15 ഉണ്ട്. ഒരു സംഖ്യ ഗ്രൂപ്പുകൾ ഉണ്ട്. പിന്നെ അതല്ലാതെ പാർട്ടി അത് വേറെ ഗ്രൂപ്പുകൾ. അത് വാട്സപ്പ് ഞാൻ ശരിക്കും തുറന്നാൽ പറയാന്ന് വെച്ചാല് മാത്രമേ വാട്സപ്പ് ലോഡ് ആവുള്ളൂ. ഞാൻ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അർജന്റ് ആയിട്ട് കോൾ ചെയ്യലാണ് വനിക്ക് കോൾ ചെയ്താൽ തന്നെ ചിലപ്പോ ഇന്ന് കോൾ ചെയ്താൽ നാളെ കിട്ടുള്ളൂ. അതാണ് പ്രത്യേകത. അപ്പോ അപ്പൊ എന്തെങ്കിലും അർജന്റ് കേസുകൾ കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഡയറക്റ്റ് ഒന്ന് കോൾ ചെയ്താൽ മതി. ഓക്കെ, വാട്സപ്പിൽ മെസ്സേജ് ഇട്ടിട്ട് ഒരു 10 ആയിട്ടും കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് കോൾ ചെയ്താൽ മതി. ഓക്കെ, വേറെ ഒന്നും ഇല്ലല്ലോ, നമുക്ക് വൈൻഡപ്പ് ചെയ്താലോ? ഓക്കെ, താങ്ക് യു, ഗുഡ് നൈറ്റ്.